തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് കടന്നു വരികയാണ്. മദീനയിലേക്ക് വരാൻ ഒരു നിമിത്തമുണ്ടാവുന്നു. 53 വർഷം അവിടുന്ന് ജീവിച്ച ജന്മനാട് മക്ക. ആ മക്കയിൽ നിന്ന് യാത്ര പറഞ്ഞ് 500 കിലോമീറ്ററുകൾക്കപ്പുറം മദീനയിലേക്ക് നടക്കുകയാണ്. ഉംറക്ക് പോയ ആളുകൾ ബസ്സിൽ കയറി എയർ കണ്ടീഷൻ ചെയ്ത വാഹനത്തിൽ ബസ്സിലിരുന്ന് നമുക്ക് കാൽമുട്ട് വേദനയാകുന്നു. 5 മണിക്കൂർ ബസ്സിലിരിക്കുമ്പോൾ നമ്മൾ ഓർക്കാറുണ്ടോ, നമ്മുടെ ഹബീബ് കാൽനടയായും ഒട്ടകപ്പുറത്തും ഒളിച്ചും പാർത്തും നടന്ന ഹിജ്റ പോയ വഴിയായിരുന്നു അതെന്ന്. അതിലും എനിക്കേറ്റവും സങ്കടമുള്ള വിഷയം ഞാൻ നിങ്ങളോട് പറയട്ടെ. സങ്കടം നിങ്ങളോട് പറഞ്ഞാലല്ലേ നിങ്ങൾ അറിയൂ. മക്ക വരെ പോയിട്ട് ഹജ്ജിന് നിയ്യത്ത് ചെയ്ത് മക്ക വരെ പോവുകയും മക്കയിലെ ഹജ്ജെല്ലാം കഴിഞ്ഞ് സ്വന്തം നാട്ടിലേക്ക് വളരെ പെട്ടെന്ന് തിരിച്ചു പോരുന്നതല്ല എൻ്റെ വിഷമം. ഒന്ന് മദീനയിൽ പോകാൻ സമയം കണ്ടെത്താതെ തിരക്ക് പിടിച്ചു പോരുന്നവർ, അല്ലെങ്കിൽ മദീനയിൽ പോയാൽ മക്കയിലെ അത്രക്ക് പ്രതിഫലമില്ലല്ലോ എന്ന് ചിന്തിക്കുന്നവർ. ഒരു നിസ്കാരത്തിന് 1,00,000 നിസ്കാരത്തിന്റെ കൂലി മക്കയിലല്ലേ, മദീനയിൽ അത് 1000 ഉള്ളൂ. അതുകൊണ്ട് കൂലി മുഴുവനും ചാക്കിലാക്കാൻ മക്കയിൽ നിന്നാൽ മതിയല്ലോ എന്ന് ചിന്തിച്ച് മദീനയിലേക്ക് പോവാതെ തിരിച്ചു വരുന്ന പച്ചപ്പാവങ്ങളായ സാധുക്കളോട് ഞാൻ പറയട്ടെ, മക്കയിൽ 1,00,000 കൂലിയുണ്ടെന്ന് നിങ്ങളെ പഠിപ്പിച്ചത് ആരാണ്? നിങ്ങൾ ചെയ്യുന്ന ഉംറയും ഹജ്ജും പഠിപ്പിച്ചു തന്നത് ആരാണ്? സംസത്തിന് പുണ്യമുണ്ടെന്നും കഅബാലയം ഇന്ന അവ്വല ബൈത്തിൻ വുളിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറക, മക്ക മുബാറക്കാണ്, പരിശുദ്ധമാണെന്ന് നമ്മെ പഠിപ്പിച്ചതും ഈ റസൂലല്ലേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. തവാഫ് ചെയ്യാൻ പഠിപ്പിച്ചത് ഈ നബിയല്ലേ, സഈ ചെയ്യാൻ പഠിപ്പിച്ചതും ഈ നബിയല്ലേ. അങ്ങനെ എല്ലാം പഠിപ്പിച്ചു തന്ന നബിയെ ഒന്ന് ചെന്ന് കാണാൻ സാധ്യമല്ലെങ്കിൽ തന്നെ അവിടുത്തെ പരിശുദ്ധമായ റൗളയിലേക്കൊന്ന് ചെന്ന് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് എന്ന് നേരിട്ട് സലാത്തും സലാമും ചൊല്ലൽ, സ്വലാത്തും സലാമും ചൊല്ലൽ അത്രമേൽ പുണ്യമായിരിക്കെ പ്രതിഫലം കുറവല്ലോ എന്ന് പറഞ്ഞ് പോകാതിരിക്കുന്നത് എത്ര വലിയ നന്ദികേടാണ്. മിനിമം നന്ദികേടല്ലേ അത്? ഒക്കെ പഠിപ്പിച്ച ഒരാളെ, എല്ലാം പറഞ്ഞു തന്ന തിരുനബിയെ ഒന്ന് ചെന്നു നോക്കാൻ സമയം കണ്ടെത്താത്തത് എന്തോ ഒരു വലിയ അനാദരവാണ്. ആരെങ്കിലും ഹജ്ജ് ചെയ്യാൻ വരികയും എന്നെ സന്ദർശിക്കുകയും ചെയ്തില്ലെങ്കിൽ ഫഖദ് ജഫാനി, അവൻ എന്നോട് പിണങ്ങിയോ എന്ന് ഞാൻ ഓർത്തുപോകുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ് തങ്ങൾ പറഞ്ഞ വാക്കിൽ അത്ഭുതമുണ്ട്. എന്നെ കാണാതെ വന്നാൽ ഞാൻ നിങ്ങളോട് പിണങ്ങും എന്ന് നബിക്ക് പറയാം. പക്ഷെ നബി അത് പറഞ്ഞിട്ടില്ല. നിങ്ങൾ എന്നോട് പിണങ്ങിയോ എന്ന് ഞാൻ വിചാരിച്ചു പോകും കേട്ടോ, എന്നെ കാണാതെ പോകരുത് കേട്ടോ എന്ന് പറഞ്ഞ നബിയോടാണ് ഒന്ന് സലാം പറയാൻ സമയം കണ്ടെത്താതെ തിരിച്ചു പോരുന്നത്. ഇതൊരു ഖേദകരമാണ്. മദീനയിലെ നിസ്കാരത്തിന് 1,00,000 2,00,000 കൂലി അള്ളാഹ് തരാൻ കഴിയാത്തത് കൊണ്ടാണോ? നബിക്കങ്ങ് പ്രഖ്യാപിക്കാൻ കഴിയാത്തത് കൊണ്ടാണോ? അല്ല. നിങ്ങൾ മദീനയിൽ പോകുന്നുവെങ്കിൽ അതെന്റെ നബിയോടുള്ള സ്നേഹം കൊണ്ടുപോയാൽ മതി. കൂലി കിട്ടാൻ നിങ്ങൾക്ക് മക്കയെമ്പാടുമുണ്ട്. കൂലിയാണ് ലക്ഷ്യമെങ്കിൽ വരണ്ട. എന്റെ ഹബീബിനോടുള്ള സ്നേഹമാണ് ലക്ഷ്യമെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് വന്നോളൂ. എന്റെ ഹബീബ് അവിടെ ഇരിക്കുന്നുണ്ട്. ഇമാമുന മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു ആലിമു മദീന, ലോകം കണ്ട പ്രഗൽഭനായ ആലിമാണ്. ലാ യുഫ്താ വമാലികും ഫിൽ മദീന, ഇമാം മാലിക് എന്നവർ മദീനയിൽ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ലോകത്തൊരു പണ്ഡിതനും ഫത്വ കൊടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞ ഇമാമുന ഇമാം മാലിക് ഇബ്നു അനസ് മദനി റളിയല്ലാഹു അൻഹു മദീനയിൽ നിന്ന് നിർബന്ധമായ ഒരു ഹജ്ജിനല്ലാതെ പുറത്തു പോയിട്ടില്ല.
എന്തേ കാരണം എന്നറിയോ? സുന്നത്തായൊരു ഹജ്ജ് നിർവഹിക്കാൻ 500 കിലോമീറ്റർ എങ്ങാനും നടന്നുപോയി തിരിച്ചു വരുന്നതിനിടക്ക് മദീനയിലെത്താതെ മരിച്ചുപോയാൽ, മൻ ശാഅ, ആർക്കെങ്കിലും, മൻ ഹബ്ബ അൻ യമൂത ബിൽ മദീനതി ഫൽയമുത് ബിഹാ, ആർക്കെങ്കിലും മദീനയിൽ മരണമടയാൻ കൊതിയുണ്ടെങ്കിൽ അവർ മദീനയിൽ വരട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തിരുനബിയോടൊപ്പം കടക്കാൻ കഴിയില്ലല്ലോ, തിരുനബി കിടക്കുന്ന മണ്ണിൽ നബി തങ്ങളുടെ അരികത്ത് കിടക്കാൻ സാധ്യമല്ലല്ലോ എന്നാലോചിച്ച് ജീവിതത്തിന്റെ ഫർളായ ഒരു ഹജ്ജല്ലാതെ മറ്റൊന്നും നിർവഹിക്കാതെ മദീനയിൽ ചെരുപ്പ് ധരിക്കാതെ ജീവിച്ച മഹാനാണ് മാലിക്കി മദ്ഹബിന്റെ ഇമാമും ആലിമു മദീന, മദീന കണ്ട ലോകം കണ്ട പ്രഗത്ഭനായ ഇമാം മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു. 100ഓളം സ്വഹാബിമാരെ കണ്ട മഹാൻ. കൂലി കിട്ടാൻ വരണ്ട, അത് സ്വാർത്ഥതയാണ്. കൂലി അക്സായിലാണെങ്കിൽ മക്കി മദീന വിട്ട് അക്സായിക്ക് കൂടൂല ആൾക്കാര്. 3 ലക്ഷം കൂലി എവിടെയാണെന്ന് പറഞ്ഞാൽ അതിന് വരണ്ട. എന്റെ നബിയോട് സ്നേഹം ഇങ്ങോട്ട് വാ. ബസ്വാറത്ത് ഖോ ഗയി ലേകിൻ ബസ്വീറത്ത് തോ സലാമത്ത് ഹൈ, മദീന ഹംനെ ദേഖാ ഹൈ मगर नादीदा नादीदा, मदीना जाके हम समझे तक़द्दुस किसको कहते हैं, हवा पाकीज़ा पाकीज़ा फिजा संजीदा संजीदा. കണ്ണിന്റെ കാഴ്ച പോയെങ്കിൽ എന്താ, മനസ്സിന്റെ കാഴ്ച പോയിട്ടില്ലല്ലോ. മനസ്സിനാണ് കാഴ്ച വേണ്ടത്. അതൊരു അർത്ഥമുള്ള വാക്കാണ്. അത് പറഞ്ഞതൊരു കനേഡിയൻ ന്യൂ മുസ്ലിം ഉണ്ട്. അടുത്ത കാലം എന്നല്ല, അദ്ദേഹം മുസ്ലിം ആയത് 1996-ലാണ്. അബ്ദുൽ മാലിക് ക്ലെയർ, അബു ഹഫ്സ അബ്ദുൽ മാലിക് ക്ലെയർ, ടൊറാന്റോയിൽ ജോലി ചെയ്ത ലോകം കണ്ട പ്രഗത്ഭനായ റസ്ലർ, കണ്ണു കാണാത്ത റസ്ലിംഗ് ചെയ്തിട്ടുള്ള വലിയ റസ്ലർ. കനേഡിയനാണ് ബൈ ബർത്ത്, ബൈ ഒറിജിൻ അദ്ദേഹം എത്നിക്കലി ഐറിഷാണ്, അയർലൻഡുകാരനാണ്. അദ്ദേഹത്തിന് കണ്ണു കാണൂല. അദ്ദേഹത്തിന്റെ ഒരു അനുഭവ കഥ പറയുന്ന ഒരു യൂട്യൂബ് ലിങ്ക് കാണും. എ ജേർണി നോട്ട് ലൈക്ക് എനി അതർ ജേർണി, മറ്റൊരു യാത്രയും പോലെയല്ലാത്ത ഒരു വിചിത്രമായ യാത്ര, ഇസ്ലാമിലേക്കുള്ള തന്റെ യാത്ര. കണ്ണു കാണാത്ത ഈ റസ്ലർ അദ്ദേഹം പറയുന്നുണ്ട്, ഖുർആൻ ഞാൻ പഠിച്ചു. അപ്പൊ എന്റെ ഉമ്മ എന്നോട് വളരെ ദേഷ്യത്തിൽ പെരുമാറാറുണ്ടായിരുന്നു. എന്റെ വല്യമ്മയും. അദ്ദേഹം എന്റെ വല്യമ്മ എനിക്ക് ഭയങ്കര പേടിയാണ്. ഭയങ്കര തമാശയിൽ അദ്ദേഹത്തിന്റെ പ്രഭാഷണം ഭയങ്കര ഹ്യൂമറസ് ആണ്. ഇംഗ്ലീഷ് അറിയുന്നവരൊക്കെ ഒന്ന് വെറുതെ ഒന്ന് കണ്ടു നോക്കുക സമയം കിട്ടുകയാണെങ്കിൽ. അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഉമ്മ എനിക്ക് വല്യമ്മാനെ ഭയങ്കര പേടിയായിരുന്നു. ഞാൻ വല്യമ്മയോട് ചോദിച്ചു, വല്യമ്മ എന്താ നിങ്ങൾ, വൈ ഡു യു ട്രീറ്റ് മീ സോ ഹാർഷ്ലി, എന്താ നിങ്ങൾ എന്നോട് ഭയങ്കര ദേഷ്യമായിട്ട് പെരുമാറുന്നത്? അപ്പൊ പറഞ്ഞു, don't you know that you born without eyesight, so everything that you do should be perfect. If I'm tough with you and the world is tough, you will be ready. If I'm tough with you and the world is not, you will be grateful. അദ്ദേഹത്തിന്റെ ആ ഒരു ഉമ്മയുടെ അനുഭവം പറയുന്നുണ്ട്, വളരെ രസകരമായ അനുഭവം. അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഉമ്മ എന്നോട് എപ്പോഴും പറയാറുള്ളത്, നിനക്ക് കണ്ണ് കാണില്ല എന്ന വിവരം, കണ്ണിന് കാഴ്ചയില്ല എന്ന് നിനക്ക് ഓർമ്മയില്ലേ? അതുകൊണ്ട് നീ ചെയ്യുന്നതൊക്കെ ശരിക്ക് ചെയ്യണം, എന്നാലേ നിനക്ക് ലോകത്ത് അതിജയിക്കാൻ കഴിയൂ. അദ്ദേഹം ഖുർആൻ പഠിച്ച പറഞ്ഞു, എൻ്റെ ഉമ്മ പറഞ്ഞതുമായിരുന്നു. ഖുർആൻ അന്ധൻ എന്നല്ല ഖുർആൻ പറയുന്നത്, കണ്ണ് കാണാത്തവർക്കും അകത്തിന്റെ കാഴ്ചയുണ്ടല്ലോ. فإنها لا تعمى الأبصار ولكن تعمى القلوب التي في الصدور. തീർച്ചയായും കണ്ണുകൾക്കല്ല അന്ധത ബാധിക്കുന്നത് ഹൃദയങ്ങൾക്കാണ്. فإنها لا تعمى الأبصار. കണ്ണിന്റെ കാഴ്ച പോയാൽ എന്താണ്, മനസ്സിന് കാഴ്ചയുണ്ടെങ്കിൽ. പറഞ്ഞു, ഉമ്മ പറഞ്ഞു സത്യമായിരുന്നു. Don't you know that you born without eyesight? ഉമ്മ പറയല്ലോ, you are not blind. ഈ കണ്ണുപൊട്ടണമൊന്നുമല്ല, you just can't see. നിനക്ക് കാണാൻ പറ്റൂല എന്നുള്ളൂ. അർത്ഥഗർഭമായ വാക്കാണ്. അന്ധൻ എന്ന് പറഞ്ഞത് കൽബ് മൂടിപ്പോകുമ്പോഴാണ്.
ഖൽബ് കൊണ്ട് നോക്കാൻ പറ്റാതിരിക്കുമ്പോഴാണ്. അതാണ് ബസ്വാറത്ത്, കണ്ണിന്റെ കാഴ്ച. ബസീറത്ത്, ഹൃദയത്തിന്റെ കാഴ്ച. ഇഖ്ബാൽ അതാണ് ഈ പാടുന്നത്. ബസ്വാറത്ത് ഖോ ഗയി ലേകിൻ ബസീറത്ത് തോ സലാമത്ത് ഹൈ, മദീന ഹംനെ ദേഖാ ഹൈ മഗർ നാദീദ നാദീദ. കണ്ണിന്റെ കാഴ്ചയില്ലെങ്കിൽ എന്താണ്? ഹൃദയത്തിന്റെ കാഴ്ച കൊണ്ട് ഞാൻ കണ്ടു മദീന. നാദീദ നാദീദ, അത് മുഖത്തെ കണ്ണുകൊണ്ട് കണ്ടതല്ല, ഹൃദയത്തിന്റെ ഖൽബ് കൊണ്ട് ഞാനൊന്ന് കണ്ടു. മദീന ജാകെ ഹം സംജേ തഖദ്ദുസ് കിസ്കോ കഹത്തെ ഹൈ. എന്താണ് പരിപാവനത്വമെന്ന്, എന്താണ് ശുദ്ധതയെന്ന്, എന്താണ് പുണ്യമെന്ന് മദീനയിൽ ചെന്നപ്പോൾ എനിക്ക് മനസ്സിലായി. ഹവാ പാകീസ പാകീസ, മദീനയുടെ കാറ്റ് ശുദ്ധമായ കാറ്റാണ്. ഫിസ സഞ്ജീദ സഞ്ജീദ, മദീനയുടെ അന്തരീക്ഷം എപ്പോഴും ശാന്തമാണ്, ശാന്തമാണ്. സഞ്ജീദ, സഞ്ജീദ്ഗി ശാന്തി എന്നാണ്. സഞ്ജീദ ശാന്തമാണ്. നിഗാഹേ ഇഷ്ക് മസ്തി മേ വഹി അവൽ വഹി ആഖിർ, വഹി ഖുർആൻ വഹി ഫുർഖാൻ വഹി ത്വാഹ വഹി യാസീൻ. ഇതുപോലുള്ള ഒരു റബീഉൽ അവ്വൽ മാസത്തിലായിരുന്നു അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് കാലെടുത്ത് വെക്കുന്നത്. മദീനയിലേക്ക് വന്നത് റബീഉൽ അവ്വൽ മാസത്തിലാണ്. ഹിജ്റ വർഷം ആരംഭിക്കുന്നത് മുഹറത്തിലാണെങ്കിൽ തന്നെയും ഹിജ്റ നടന്നത് മുഹറത്തിലല്ല, ഹിജ്റ നടന്നത് റബീഉൽ അവ്വലിലാണ്. ഹബീബിനെ കാത്തിരിക്കുകയാണ് മദീന. ദഫ് മുട്ടാൻ ഒരുങ്ങി നിൽക്കുകയാണ് മദീന. അവിടെ പെണ്ണുങ്ങളുണ്ട്, ആണുങ്ങളുണ്ട്, ദഫ് പിടിച്ചിരിക്കുന്നു. ചില ആളുകളെല്ലാം ദഫ് മുട്ടാൻ നേർച്ചയാക്കി. നബി വരുമ്പോൾ ദഫ് മുട്ടണമെന്ന് നേർച്ച ചെയ്തു. അങ്ങനെ ദഫ് മുട്ടാൻ നേർച്ചയാക്കിയിരുന്ന ഒരു കിളവിയായൊരു പെണ്ണ്, നല്ല പ്രായമുള്ള ഒരു ഉമ്മ, നബി തങ്ങൾ മദീനയിലേക്ക് വന്നു കഴിഞ്ഞതിന്റെ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞിട്ട് നബിയെ കാണാൻ വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, നബിയേ ഇന്നി നദർതു അൻ അദ്രിബ ദഫ്, നിങ്ങൾക്ക് വേണ്ടി ദഫിൽ മുട്ടാൻ ഞാൻ നേർച്ച ചെയ്തിരുന്നു നബിയേ. അങ്ങ് മദീനയിലേക്ക് വന്നപ്പോൾ ഞാൻ രോഗിയായി കിടപ്പായിരുന്നു നബിയേ. അങ്ങനെ എനിക്കൊരു നേർച്ചക്കടമുണ്ട്, ഞാൻ എന്തു ചെയ്യണം? നബി പറഞ്ഞു, ഞാനിങ്ങനെ ഇരുന്ന് തന്നാൽ മതിയോ? മതി നബിയെ, എന്നാൽ നിങ്ങൾ ആ നേർച്ചക്കടം വീട്ടിക്കോളൂ. നേർച്ചക്കടം വീട്ടാത്ത പ്രയാസം നിങ്ങൾക്ക് വേണ്ട, അതുകൊണ്ട് മുട്ടിക്കോളൂ എന്ന് നബി കയ്യും കെട്ടി ഇരുന്നു കൊടുത്തു. ഫഖാലത് അബിയാത്തിൻ, ഏതാനും ചില വരികൾ നബിയെ പുകഴ്ത്തിക്കൊണ്ട് ആ ഉമ്മ പാടുകയാണ്. എന്നിട്ട് വൃദ്ധയായ ആ ഉമ്മ ദഫിൽ മുട്ടിക്കൊണ്ട് ഹബീബിന്റെ അപദാനങ്ങൾ വാഴ്ത്തി എന്ന് കേൾക്കുമ്പോഴാണ് റബീഉൽ അവ്വലിന്റെ ദിനരാത്രങ്ങളിലും ഈ പരിശുദ്ധ മാസത്തിലും ഹബീബിന്റെ അപദാനങ്ങൾ വാഴ്ത്തി നമ്മുടെ കൊച്ചുമക്കൾ ദഫ് മുട്ടിപ്പോകുന്ന പോക്ക് ആരംഭിച്ചത് അങ്ങകല മദീനയിൽ നിന്നാണ്. റബീഉൽ അവ്വലിൽ അവിടുന്ന് കടന്നു വരുമ്പോൾ മദീനക്കാർ സയ്യനൂ ബുയൂതഹും, മദീനക്കാരുടെ വീടുകളെല്ലാം അലങ്കരിച്ചിരുന്നു. ഉലമാ പറയാ, നിങ്ങൾക്ക് വീടിനെ അലങ്കരിക്കാൻ കൊതിയുണ്ടെങ്കിൽ റമളാനിൽ ചെയ്യുന്ന പോലെ അതേപോലെ നിങ്ങൾക്ക് റബീഉൽ അവ്വലിലും വീടുകൾ അലങ്കരിക്കാം. അൻസ്വാരികൾ ചെയ്തത് റബീഉൽ അവ്വലിലാണ്. ഹബീബ് കടന്നു വരികയല്ലയോ? മക്കയോട് യാത്ര പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ചില വാക്കുകളുണ്ട്. യാ മക്ക, അല്ലയോ മക്ക നഗരമേ, ഇന്നകി അഹബ്ബുൽ ബിലാദ് ഇലയ്യ, എനിക്ക് എല്ലാ നാടുകളിൽ വെച്ചും ഏറ്റവും ഇഷ്ടമായ മണ്ണ് മക്ക നീയാണ്, മക്ക നീയാണ്, മക്ക നഗരമേ. ലൗലാ അന്ന ഖൗമകി അഖ്റജൂനി, നിന്റെ നാട്ടുകാർ എന്നെ പുറത്താക്കിയില്ലായിരുന്നുവെങ്കിൽ മാ ഖറജതു, മക്ക വിട്ട് ഞാൻ പുറത്തു പോകുമായിരുന്നില്ല. 53 കൊല്ലം താമസിച്ചൊരു മണ്ണിനോട് യാത്ര പറയാം. മക്കയിലെ കുന്നുകളെ നോക്കി, പരിശുദ്ധമായ കഅബാലയത്തെ നോക്കി തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ചില വാക്കുകളുണ്ട്. അല്ലാഹുവേ, ഖറജതു മിൻ ഹബ്ബിൽ ബിലാദി ഇലയ്യ, എനിക്ക് ഏറ്റവും ഇഷ്ടമായ ഒരു നാട്ടിൽ നിന്നാണ് അല്ലാഹ് ഞാൻ ഇറങ്ങി വരുന്നത്. ഫഅദ്ഖിൽനി അഹബ്ബൽ ബിലാദി ഇലൈക, നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നാട്ടിലേക്ക്
നീ എന്നെ വഴി നടത്തേണമേ. ഞാൻ പോരുന്നത് എനിക്കിഷ്ടപ്പെട്ട നാട്ടിൽ നിന്നാണ്. നീ എന്നെ കൊണ്ടാക്കി തരേണ്ടത് അല്ലാഹുവേ നിനക്കിഷ്ടപ്പെട്ട ഒരു നാട്ടിലേക്കാണ്. അതായിരുന്നു മദീന. 200 വർഷങ്ങൾക്ക് മുമ്പ്, തിരുനബി ജനിക്കുന്നതിന്റെ 200 വർഷങ്ങൾക്ക് മുമ്പ് മദീന ആക്രമിക്കാൻ വന്നു ഒരു യമൻ രാജാവ്. യമനിയായ രാജാവ് മദീന ആക്രമിക്കാൻ വേണ്ടി വന്നു. മദീനയുടെ പേരെന്ന് യസ്രിബ് എന്നാണ്. യസ്രിബ് മദീനയെ ആക്രമിക്കാൻ വന്നപ്പോൾ മദീനയെ കീഴടക്കാൻ സാധിക്കുന്നില്ല. ഇതുപോലെ മസീഹുദ് ദജ്ജാൽ വന്നാൽ 40 ദിവസത്തിനുള്ളിൽ ലോകത്തിന്റെ എല്ലാ മുക്കുമൂലയിലേക്കും അവൻ എത്തുമെന്നും വലാ യദ്ഖുലു മക്കത വ ത്വയ്ബ, മക്കയിലേക്കും മദീനയിലേക്കും അവൻ കടന്നു വരികയില്ലെന്നും. ഫഇന്നഹാ മഹ്റൂസത്തുൻ, അത് അല്ലാഹുവിന്റെ മലക്കുകളാൽ കാവൽ നിൽക്കപ്പെടുന്ന പ്രദേശമായിരിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനയെ ആക്രമിക്കാൻ പറ്റുന്നില്ല. ഒന്നാമത്തെ ദിവസം പരാജയപ്പെട്ട് പിന്മാറി. രണ്ടാമത്തെ ദിവസം പരാജയപ്പെട്ട് പിന്മാറി. മൂന്നാമത്തെ ദിവസമായപ്പോൾ മദീനക്കാരായ മുഴുവൻ വീട്ടുകാരും ക്ഷീണിച്ചു കഴിഞ്ഞ തളർന്ന പട്ടാളക്കാർക്ക് അവർക്ക് ഭക്ഷണം അവിടെ കിട്ടുമോ? റെസ്റ്റോറന്റുകളില്ലല്ലോ. മദീനക്കാരെന്ത് ചെയ്തെന്നറിയോ? ഇഷ്ടം പോലെ ഭക്ഷണം വെച്ചിട്ട് മദീനയുടെ അപ്പുറത്ത് തമ്പടിച്ചിരിക്കുന്ന ഈ സൈന്യത്തിന് ഭക്ഷണം കൊണ്ടുപോയി കൊടുത്തു. അവരങ്ങ് അന്തം വിട്ടുപോയി. ഞങ്ങൾ നിങ്ങൾ ആക്രമിക്കാൻ വന്ന ആളുകളല്ലേ, അതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങൾ ഭക്ഷണം തരേ? ഇതെന്ത് നാട്ടുകാർ? ഞങ്ങൾ നിങ്ങൾ ആക്രമിക്കാൻ വന്നതാണ്, നിങ്ങൾ ഞങ്ങൾക്ക് ഭക്ഷണം തരികയോ? അവര് പറഞ്ഞു, ഞങ്ങൾ യുദ്ധം ചെയ്യുന്ന കൂട്ടരല്ല, ഞങ്ങൾ ഇവിടെ കാത്തിരിക്കുന്നത് ഒരു അന്ത്യപ്രവാചകർ വരും. അള്ളാഹുവിന്റെ നബിമാർക്ക് മുഴുവനും അവസാനമായി വരുന്ന ഒരു നബിയുണ്ട്. ആ നബി വരുന്നത് ഈ നാട്ടിലാണ്. ആ നബിയെ സ്വീകരിക്കാൻ കാത്തിരിക്കുന്നവരാണ് ഞങ്ങൾ. ഞങ്ങൾ നിങ്ങളോട് യുദ്ധം ചെയ്യൂല. ആ നബി സമാധാനത്തിന്റെ ആളാണ്. ആ നബി ശാന്തിയുടെ ആളാണ്. ഞങ്ങൾ ഒരിക്കലും ഈ നാട്ടിൽ യുദ്ധം ചെയ്യൂല. രാജാവ് ചോദിച്ചു, നിങ്ങളുടെ വേദപണ്ഡിതന്മാരെ കൊണ്ടുവരിൻ. ജൂതന്മാരായ ആളുകൾ കൊണ്ടുവന്നു. ഈ പറയുന്ന വസ്തുത ശരിയാണോ? അവരുടെ കിതാബ് കാണിച്ചു കൊടുത്തു. നോക്കൂ ഈ വചനം. The Lord came on Sinai, he shined from Seri, he came forth from Mount Paran, he came with 10,000s of saints. From his right hand there went a fiery law. ഇത് ഇന്ന് ബൈബിൾ പുസ്തകത്തിലുള്ള വാക്കാണ്. ഇതല്ല അന്ന് ഒരു പറഞ്ഞു കൊടുത്തത്. യഹൂദികൾ അറബി കിതാബ പറഞ്ഞു കൊടുക്കുക അല്ലേ? ബൈബിളിന്റെ ഓൾഡ് ടെസ്റ്റ്മെന്റിന്റെ തൗറാത്തിന്റെ അറബ് പരിഭാഷ. പക്ഷെ അതിന്റെ അർത്ഥം ഇതായിരുന്നു: The Lord came on Sinai. അല്ലാഹുവിന്റെ പ്രകാശം അങ്ങ് സീനായിൽ പ്രത്യക്ഷമായി. Shined on Seri. സേരിയിൽ അത് വിളങ്ങി. He came forth from Mount Paran. ഒരിക്കലൂടെ പാറാൻ കുന്നുകളിൽ നിന്ന് ആ ദിവ്യപ്രഭ പുറത്തു വരുന്നു. He came with 10,000s of saints. 10,000 പരിശുദ്ധാത്മാക്കളായ സന്യാസിമാരോടുകൂടെ ആ പ്രവാചകൻ കടന്നു വരും. From his right hand there went a fiery law. ആ നബിയുടെ വലത് കൈയിൽ അഗ്നിമയമായ ഒരു നിയമപ്രമാണം ഉണ്ടായിരിക്കും. പാറാനിൽ വരുന്ന നബി ആരാണ്? അല്ലാഹുവിന്റെ പ്രകാശം സീനായിൽ പ്രത്യക്ഷമായി എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം അവിടെ വെച്ചാണ് മൂസ നബി അലൈഹിസ്സലാമിന് തൗറാത്ത് നൽകപ്പെടുന്നത്. സേരിയിൽ വിളങ്ങി എന്ന് പറഞ്ഞാൽ സേരിയിലാണ്. ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് സാഈർ കുന്നുകളിലാണ് ബൈബിൾ നൽകപ്പെടുന്നത്, ഇഞ്ചീൽ നൽകപ്പെടുന്നത്. He came forth from Mount Paran. ഒരിക്കലൂടെ പാറാൻ കുന്നുകളിൽ നിന്ന് ആ ദിവ്യപ്രഭയിത പ്രോജ്വലിക്കാൻ പോകുന്നു. ഏതാണ് ഈ പാറാൻ കുന്നുകൾ? യാ റബ്ബ് ദിൽ മുസ്ലിം കോ वो जिंदा तमन्ना दे जो कल्ब को गरमा दे और रूह को तड़पा दे महरूम तमाशा को फिर दीदे बीना दे देखा है जो कुछ मैंने औरों को भी दिखला दे
एहसास अनायत कर आथार मुसीबत का इमरोज की सोरिश में अंदेशे फरदा दे फिर वादी पारान के हर जर्रे को चमका दे फिर ज़ौक़ तक़ाज़ा दे फिर शौक़ तमाशा दे അല്ലാഹുവേ പാറാനിന്റെ മണൽ തൈകളെ നീ പ്രശോഭിപ്പിക്കണമേ എന്ന് ഇഖ്ബാൽ പറഞ്ഞ പാറാൻ എവിടെയാണ്? പാറാനിൽ വരുന്ന നബി ആരാണ്? പാറാൻ എവിടെയാണെന്ന് പറയേണ്ടത് ചരിത്ര ഗവേഷകന്മാരാണ്. ലോക പ്രശസ്തനായ സർ വില്യം മ്യൂർ അദ്ദേഹം പറഞ്ഞു, പാറാൻ എന്ന് പറയുന്നത് മക്ക, തായിഫ്, യസ്രിബ്, മക്കയും മദീനയും തായിഫും നിൽക്കുന്ന പ്രദേശങ്ങൾക്ക് പറയുന്ന പേരാണ് ചരിത്രത്തിൽ പാറാൻ. ഫിർ വാദിയ പാറാൻ കെ ഹർ ജർറ കോ ചംകാ ദേ ഫിർ ज़ौक़ तक़ाज़ा दे फिर शौक़ तमाशा दे इमरोज की सोरिश में अंदेशे फरदा दे देखा जो कुछ मैंने औरों को भी दिखला दे. പാറാൻ കുന്നുകളിൽ വരുന്ന നബി പരിശുദ്ധമായ മദീനയിലേക്ക് കടന്നു വരാൻ പോകുന്ന അന്ത്യറസൂലിനെ സ്വീകരിക്കാൻ ഞങ്ങൾ കാത്തിരിക്കുകയാണ്. മദീനക്കാർ യമനി രാജാവിനോട് അദ്ദേഹം പറഞ്ഞു, എന്നാ പിന്നെ മദീനയെ ഞാൻ ആക്രമിക്കൂല. അങ്ങനെ നിങ്ങളൊരു നബിയെ കാത്തിരിക്കുകയാണെങ്കിൽ ആ നബിയെ കാത്തിരിക്കാൻ ഞാനും ഒരുങ്ങുകയാണ്. അദ്ദേഹം പറഞ്ഞു, ആ നബി വരുന്ന കാലത്ത് എന്റെ വീട്ടിൽ താമസിക്കണം. ഞാനൊരു വീട് ഇവിടെ പണിയാൻ പോവാണ്. മദീനയിൽ അന്ന് മൾട്ടി സ്റ്റോറി ബിൽഡിങ്ങുകളില്ല, ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും ഉള്ള വീടുകളില്ല. യമൻ രാജാവ് ആദ്യമായി അങ്ങനെ ഒരു വീട് അവിടെ പണിയുകയാണ്. ആദ്യമായി മദീനയിൽ ഒരു തട്ടുള്ള വീട്. എത്ര കൊല്ലം മുമ്പ്? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് വരുന്നതിന്റെ 200 വർഷങ്ങൾക്ക് മുമ്പ്, 200 കൊല്ലങ്ങൾക്ക് മുമ്പ്, 2 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആ വീട് മദീനക്കാർ കൈമാറി വരുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ മദീനയിലേക്ക് വരുന്ന കാലം ആ വീടിന്റെ ഉടമസ്ഥാവകാശം മഹാനായ അബൂ അയ്യൂബുൽ അൻസ്വാരി റളിയല്ലാഹു അൻഹുവിനാണ്. അബൂ അയ്യൂബുൽ അൻസ്വാരി റളിയല്ലാഹു അൻഹു നബി തങ്ങൾ മദീനയിലേക്ക് വരുന്ന ചരിത്രം ഒന്ന് ഓർത്തു നോക്കൂ. മദീനയിലേക്ക് വന്നപ്പോഴേക്കും എല്ലാവരും ദഫെടുത്തോടുകയായി, പാട്ട് പാടുകയായി. طلع البدر علينا من ثنيات الوداع وجب الشكر علينا ما دعا لله داعي أيها المبعوث فينا جئت بالأمر المطاع جئت شرفت المدينة مرحبا يا خير داعي നബിയേ സ്വാഗതം, നബിയേ മദീനയിലേക്ക് സ്വാഗതം, നബിയേ മദീനയിലേക്ക് സ്വാഗതം, നബിയേ സനിയാത്തുൽ വദാഇൽ നിന്ന് ഉദിച്ചുയർന്ന പൂർണ്ണ ചന്ദ്രനെ തലഅൽ ബദ്റു അലൈനാ മിൻ സനിയാത്തിൽ വദാഇ. ആബാലവൃദ്ധം ജനങ്ങൾ ഹബീബിനെ സ്വീകരിച്ചത് ഇതുപോലൊരു റബീഉൽ അവ്വലിലായിരുന്നു. നബിയേ എന്റെ വീട്ടിലേക്ക് വരണം, നബിയേ അങ്ങ് എന്റെ വീട്ടിൽ താമസമാക്കണം, എന്റെ പുരക്ക് വരണം നബിയേ എന്ന് ഓരോരുത്തരും ഹബീബിനെ വിളിച്ചപ്പോഴാണ് ഹംസ റളിയല്ലാഹു അൻഹു ഇടപെട്ട് പറഞ്ഞു പോയത്. How can a man choose when so many welcome? ഒരുപാട് ആളുകൾ വിളിച്ചാൽ എങ്ങനെയാ നബിക്ക് ഉത്തരം കൊടുക്കാൻ പറ്റുക? അതുകൊണ്ട് ദഊഹാ, നബിയുടെ ഒട്ടകത്തെ അങ്ങ് വിട്ടേക്കണം. ഫഇന്നഹാ മഅ്മൂറ, നബിയുടെ ഒട്ടകം അല്ലാഹുവിനാൽ കൽപ്പിക്കപ്പെട്ട ഒട്ടകമാണ്. ഈ ഒട്ടകം നിൽക്കുന്നത് അല്ലാഹു പറയുന്നിടത്താണ് നിൽക്കുന്നത്. ഒട്ടകത്തെ വിട്ടേക്കണം.
ആ ഒട്ടകത്തിന്റെ കയറതിന്റെ തോളിലേക്ക് വിട്ടപ്പോൾ അത് നടന്നു. മിണ്ടാ പ്രാണിയായ അഷ്റഫുൽ ഖൽഖിന്റെ ഒട്ടകം നടന്ന് 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 മുട്ടുകുത്തുന്ന സ്ഥലത്ത് ഹബീബ് താമസിക്കുമെന്ന് പറഞ്ഞു. ആ ഒട്ടകം മുട്ടുകുത്തിയതാകട്ടെ മഹാനായ അബൂ അയ്യൂബുൽ അൻസ്വാരി റളിയല്ലാഹു അൻഹുവിന്റെ വീടിന്റെ മുമ്പിലല്ലേ. ആ വീടായിരുന്നു 200 കൊല്ലങ്ങൾക്ക് മുമ്പ് യമനി രാജാവ് നബിക്ക് വേണ്ടി പണി കഴിച്ചു പോയത്. എന്റെ വീട്ടിലാ നബി താമസിക്കണമെന്ന് പറഞ്ഞ് മദീനയെ ആക്രമിക്കാതെ പോയ ആ വീട്ടിലാണ് അല്ലാഹുവിന്റെ റസൂൽ ആദ്യമായി അന്തിയുറങ്ങുന്നത്. ആ രാജാവ് പണിത് വെച്ച വീട്ടിലാണ്. ഇത് യാദൃച്ഛികതയല്ല, അള്ളാഹു ഒരുക്കിയായിരുന്നു. അള്ളാഹു നബിയെ ഇവിടെ താമസിപ്പിക്കണമെന്ന് അള്ളാഹു ഒരുക്കി വെക്കുകയായിരുന്നു. 53 വർഷമാണ് അള്ളാഹുവിന്റെ ഹബീബ് മക്കയിൽ ജീവിച്ചതെങ്കിൽ ശേഷിച്ച 10 വർഷവും ഇനി ഖിയാമത്ത് നാൾ വരെ നബി കിടക്കുന്നത് മദീനയിൽ. അത് മാത്രല്ല അത്ഭുതം, ജനിക്കുമ്പോൾ പിതാവിനെ കാണാതെ ജനിച്ച മോനാണ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയുടെ ഉപ്പ അബ്ദുല്ലാഹി റളിയല്ലാഹു തആല അൻഹു ജനിക്കുന്ന ബഹുമാനപ്പെട്ടവർ കുഞ്ഞുമോൻ അഷ്റഫുൽ ഖൽഖിനെ കാണാൻ കഴിഞ്ഞിട്ടില്ല, അപ്പോഴേക്കും മരിച്ചുപോയി. മരിച്ചതിന്റെ അത്ഭുതം, മക്കയിലുള്ള അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിനെ ഗസ്സ വരെ, ഫലസ്തീനിലെ ഇന്നത്തെ ഫലസ്തീനിലെ ഗസ്സ വരെ കൊണ്ടുപോയി. ഗസ്സയിലെ അബ്ദുൽ മുത്തലിബിന്റെ ബന്ധുക്കളെ കണ്ട് തിരിച്ചു വരുന്ന വഴിക്ക് മദീനയിലെത്തിയപ്പോഴല്ലയോ ബഹുമാനപ്പെട്ടവർക്ക് രോഗം ബാധിച്ചത്. നബിയുടെ ഉപ്പ വഫാത്താകുന്നത് മദീനയിലാണ്. മക്കയിലുള്ള ആളെ, ഇവിടെ മൂവഞ്ചേരിയിലെ ആളെ തിരുവനന്തപുരത്ത് എത്തിക്കുക എന്ന് പറഞ്ഞാൽ 1400 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള സാഹസം നോക്കണം. എന്നിട്ട് അവിടെയാണ് നബിയുടെ ഉപ്പ. മദീനയിലല്ലയോ മരണപ്പെട്ട് കിടക്കുന്നത്, മദീനയിലാണ്. നബിയുടെ ഉമ്മയോ ആമിന ബീവി റളിയല്ലാഹു അൻഹ, നബിക്ക് 6 വയസ്സുള്ളപ്പോൾ മരിച്ചുപോയ നബിയുടെ ഉമ്മയാണ് ആമിന ബിൻതു വഹബ് റളിയല്ലാഹു അൻഹാ. മഹദി റളിയല്ലാഹു അൻഹയും അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ നബിയെയും കൈപിടിച്ച് മദീനയിലെ ബന്ധുക്കളെ കാണിച്ചു കൊടുക്കാൻ കൊണ്ടുപോയി. തിരിച്ചു വരുമ്പോൾ അബവായിലെത്തിയപ്പോഴല്ലേ ആമിന ബീവിക്ക് പനി വന്നത്. അബവായിലല്ലേ ആമിന ബീവി മരിച്ചു കിടക്കുന്നത്. അബവാ എവിടെയാണ്? മക്കയിൽ നിന്ന് 500 കിലോമീറ്റർ ഇപ്പുറം മദീന. ഉമ്മ കിടക്കുന്നത് മദീനയിലാണ്, ഉപ്പ കിടക്കുന്നത് മദീനയിലാണ്, പൊന്നുമോൻ ലോകത്തിന്റെ ഗുരു കിടക്കുന്നതും മദീനയിലാണ്. ആ നബിക്ക് താമസിക്കാൻ വീടൊരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അള്ളാഹു. ആ വീടായിരുന്നു അബൂ അയ്യൂബുൽ അൻസ്വാരി റളിയല്ലാഹു അൻഹു നോക്കി വന്നത്. ആ വീടിന്റെ മുമ്പിലാണ് നബിയുടെ ഒട്ടകം മുട്ടുകുത്തുന്നത്. ചരിത്രത്തിന്റെ അത്ഭുതങ്ങളല്ലേ. ഉമ്മയും വാപ്പയും മോനും കിടക്കുന്നത് ഒരേ സ്ഥലത്ത് മദീനയിൽ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് കടന്നു വന്ന ആദ്യത്തെ സമയം, മദീനയിലേക്ക് കടന്നു വന്ന അന്ന് മനുഷ്യരോട്, സത്യവിശ്വാസികളോട് പറഞ്ഞ വാക്കുകൾ ചരിത്രം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ആദ്യം നബി പറഞ്ഞ വാക്കെന്തായിരുന്നു? ആദ്യം പറഞ്ഞ ഹദീസ് ഏതാണ്? മദീനയിലേക്ക് വന്ന ഉടനെ ആദ്യം പറഞ്ഞ ഹദീസ് عن عبد الله بن سلام رضي الله عنه أنه قال قال رسول الله صلى الله عليه وسلم. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, റിപ്പോർട്ട് ചെയ്യുന്നത് അബ്ദുല്ലാഹി ബിൻ സലാം, സലാം എന്നവരുടെ മകൻ അബ്ദുല്ലാഹി ബിൻ സലാം എന്നും വായിക്കപ്പെടാറുണ്ട്. അവർ റിപ്പോർട്ട് ചെയ്യാണ്. നബി പറഞ്ഞെന്താണെന്നറിയോ? ആദ്യം പറഞ്ഞ വാക്കുകൾ 4 കാര്യങ്ങളാണ്, 4 വിഷയം. 1, അഫ്ശുസ്സലാം, അത്ഇമുത് തുആം, സിലുൽ അർഹാം, സല്ലൂ ബിൽ ലൈലി വന്നാസു നിയാം. 1, അഫ്ശുസ്സലാം, സലാം പ്രചരിപ്പിക്കണേ. 2, അത്ഇമുത് തുആം, ഭക്ഷണം കൊടുക്കണമേ. 3, സ്വലുൽ അർഹാം, നിങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ ചേർത്തേണമേ, പിണങ്ങരുതേ. സ്വല്ലൂ ബിൽ ലൈലി വന്നാസു നിയാം, ജനങ്ങളെല്ലാം കിടന്നുറങ്ങുമ്പോൾ എഴുന്നേറ്റ് 2 റക്അത്തെങ്കിലും തഹജ്ജുദ് നിസ്കരിക്കണമേ. ഇത് നിങ്ങൾ ചെയ്താൽ തദ്ഖുലുൽ ജന്നത ബിസലാം, സ്വർഗ്ഗത്തിലേക്ക് സലാമായി രക്ഷയോടെ നിങ്ങൾക്ക് സ്വർഗ്ഗത്തിൽ പോകാം.
തദ്ഖുലുൽ ജന്നത ബിസലാം. സ്വർഗ്ഗത്തിന്റെ പേരാണെന്ത്? ദാറുസ്സലാം. ദാറുസ്സലാം സ്വർഗ്ഗത്തിന്റെ പേരാണ്. അല്ലാഹുവിന്റെ പേരുകളിൽപ്പെട്ട ഒരു പേരാണെന്ത്? അസ്സലാം. അതുകൊണ്ട് അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം. അല്ലാഹു അസ്സലാമാണ്. അല്ലാഹു ഒരുക്കി വെച്ച വീടിന്റെ പേര് ദാറുസ്സലാം. സ്വർഗത്തിലേക്ക് എല്ലാവരും കടന്നു ചെന്നാൽ ആദ്യം കേൾക്കുന്ന വാക്ക്, അല്ലാഹു പറയുന്ന വാക്കെന്താണ്? സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ. സൂറത്ത് യാസീൻ. സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം. പരലോകത്ത് സത്യവിശ്വാസികൾ അല്ലാഹുവിൽ നിന്ന് കേൾക്കുന്ന ആദ്യത്തെ വാക്ക് സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് രക്ഷയുണ്ടാകട്ടെ. മലക്കുകൾ സ്വർഗത്തിലേക്ക് വന്ന സത്യവിശ്വാസികളോട്, സത്യവിശ്വാസിനികളോട് ആദ്യമായി വാക്കെന്താണ്? സലാമുൻ അലൈക്കും ബിമാ സബർതും ഫനിഅമ ഉഖബദ്ദാർ, നിങ്ങൾക്ക് രക്ഷയുണ്ടാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. جنات عدن يدخلونها ومن صلح من آبائهم. جنات عدن يدخلونها ومن صلح من آبائهم وأزواجهم وذرياتهم والملائكة يدخلون عليهم من كل باب سلام عليكم بما صبرتم فنعم عقبى الدار. جنات عدن, അതിനെന്ന ജന്നത്ത് സ്വർഗ്ഗങ്ങളിലേക്ക് യദ്ഖുലൂനഹാ സത്യവിശ്വാസികൾ കടക്കാൻ പോകുന്നുണ്ട്. അല്ലാഹുവേ ഞങ്ങൾ അതിൽ പെടുത്തണേ അല്ലാഹ്. വമൻ സ്വലഹ മിൻ ആബാഇഹിം, ആ വിശ്വാസികളുടെ നല്ല വാപ്പമാരും, നല്ല വാപ്പാര്. വമൻ സ്വലഹ, വാപ്പ കള്ളൂടി ചീട്ടിളക്കിട്ട് നടക്കുകയാണ്, വാപ്പ വട്ടിപ്പലിശന്റെ ഏർപ്പാടാ, പോകൂലട്ടോ. എല്ലാ വാപ്പാരും നല്ല പറയണത്. വമൻ സ്വലഹ മിൻ ആബാഇഹിം, നല്ല നിലക്ക് ജീവിച്ച വാപ്പയും ഉമ്മയും മുഅ്മിനീങ്ങളോട് കൂടെ സ്വർഗ്ഗത്തിലുണ്ട്. വഅസ്വാജിഹിം, നല്ല നിലക്ക് ജീവിച്ച ഭാര്യ, അല്ലാഹുവിനെ ഭയപ്പെടുന്ന ഭർത്താവാണ്, പക്ഷേ മോശപ്പെട്ടത് ചെയ്ത് ജീവിക്കുന്ന പെണ്ണാണ്, പോകില്ല. അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന പെണ്ണാണ്, ഭർത്താവ് കള്ളുകുടിയനാണ്, പോകില്ല കേട്ടോ. വമൻ സ്വലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുർരിയാതിഹിം, മക്കളിലും നല്ലവർ. വാപ്പ ഏതു നേരം പള്ളിയിലാണ്, പള്ളിയുടെ പരിപാലനവുമായി പള്ളിക്ക് വേണ്ട ഉത്സാഹപ്പെട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ. മകൻ ജനിച്ചിട്ട് ആ വഴിക്ക് പോയിട്ടില്ല, അങ്ങനത്തെ മക്കൾക്കും കിട്ടൂല. വമൻ സ്വലഹ, സ്വാലിഹീങ്ങളായി നിന്ന് അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ച വാപ്പയും മക്കളും ഭാര്യയും ഭർത്താവും സ്വർഗ്ഗത്തിലാണ്. വൽമലായികതു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ്, എല്ലാ വാതിലിലൂടെയും മാലാഖമാർ വന്ന് പറയും സലാമുൻ അലൈക്കും, നിങ്ങൾക്കിവിടെ രക്ഷയാണ് കേട്ടോ, ആരും പേടിക്കണ്ട, ആരും പേടിക്കണ്ട. ഇവിടെ ഒരു ബലാത്കാരമായി നിങ്ങളോട് ആരും പെരുമാറാൻ പോകുന്നില്ല, ഇവിടെ നിങ്ങൾക്ക് അക്രമം പേടിക്കേണ്ടതില്ല, ഇത് നിങ്ങളുടെ നാടാണ്, നിങ്ങളുടെ സ്വർഗമാണ്. ബിമാ സബർതും, നിങ്ങൾ ഒരുപാട് ക്ഷമിച്ചവരല്ലയോ, ഒരുപാട് ക്ഷമിച്ചിട്ടില്ലേ ലോകത്ത്? ഭൂമിയിൽ ജീവിക്കുമ്പോൾ കുറെ ക്ഷമിക്കേണ്ടി വരും, നന്മ ചെയ്യാൻ ക്ഷമിക്കേണ്ടി വരും, ഒരു തിന്മ ചെയ്യാതിരിക്കാനും ക്ഷമിക്കണം. ഭയങ്കര പ്രശ്നമാണത്. തിന്മ ചെയ്യാതിരിക്കാൻ നന്നായി ക്ഷമിക്കേണ്ടി വരും. അതാ മലക്കുകൾ പറയാം സലാമുൻ അലൈക്കും ബിമാ സബർതും. എല്ലാ വാതിലൂടെ കടന്നു വരുമ്പോഴും മലക്കുകൾ പറയുന്ന വാക്ക് നിങ്ങൾക്ക് രക്ഷയാണ്, നിങ്ങൾക്ക് സലാമാണ്. കുട്ടികൾ മരിച്ചാൽ ആ കുട്ടികൾ എല്ലാ വാതിലൂടെയും വന്ന് ഇങ്ങനെ സലാം പറയുന്ന ഹദീസിൽ കാണാൻ പറ്റും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഹബീബായ തങ്ങളുടെ പള്ളിയിലേക്ക് ഒരു കുട്ടിയെ കൊണ്ടുവരുന്ന ഒരു വാപ്പയുണ്ട്. ആ വാപ്പ കുട്ടിയേറ്റ പള്ളിയിലേക്ക് വരുള്ളൂ, കുട്ടിയെ കൊണ്ടുവരും എപ്പോഴും.
ആ കുട്ടിയാണെങ്കിലോ വാപ്പയുടെ തോളിലൂടെ കളിച്ച് മടിയിലേക്ക് തലകുത്തി വീണ് വാപ്പയുടെ തോള് പിടിച്ച് കളിക്കുന്ന ഒരേ ഒരു മകൻ ആ വാപ്പക്കുണ്ടായ ഒരു മോന് എപ്പോഴും കൊണ്ടുവരും പള്ളിയിലേക്ക്. തങ്ങളിങ്ങനെ നോക്കി ചിരിക്കും. പാപ്പയും കുട്ടിയും കളിക്കുന്നത് കണ്ടിട്ട് അത്രക്ക് സ്നേഹം മോനോട്. ആകെ ഒരു കുട്ടിയാണ്, കാലങ്ങൾ കഴിഞ്ഞുണ്ടായ കുട്ടിയാണ്. ഏതാനും ദിവസം കഴിഞ്ഞപ്പോ വാപ്പയെ കാണുന്നില്ല. നബി ചോദിച്ചു, ഐന ഫുലാൻ, എവിടെയാണ് നമ്മുടെ സഹോദരൻ? ആ കുട്ടിയുമായി കളിക്കാൻ വന്നിരുന്ന കുട്ടി ദേഹത്ത് കളിക്കാൻ, കുട്ടിയെ കളിപ്പിക്കാൻ കൊണ്ടുവരല്ല, പക്ഷെ കുട്ടി കളിക്കും. ആ കുട്ടി ഇല്ലാതെ എവിടേക്കും പോകൂല, എങ്ങോട്ട് വേണമെങ്കിലും കുട്ടി വേണം. അങ്ങനെ കുട്ടിയെ കൊണ്ടുവരാറുള്ള ആൾ എവിടെ പോയി? കാണുന്നില്ലല്ലോ. സ്വഹാബത്ത് പറഞ്ഞു, യാ റസൂലല്ലാഹ്, നബിയേ, മാത ഇബ്നുഹു യാ റസൂലല്ലാഹ്, ആ പൊന്നുമോൻ മരിച്ചുപോയി നബിയേ. അതിൽ പിന്നെ അയാൾ പള്ളിയിൽ വരാറില്ല നബിയേ, നിസ്കാരമൊക്കെ വീട്ടിലാണ്, പുറത്തിറങ്ങാറില്ല, സങ്കടപ്പെട്ടിട്ട് ആ പൊന്നുമോൻ മരിച്ചുപോയി നബിയേ. തങ്ങൾ ചോദിച്ചു, ഫഹല്ലാ അഖ്ബർതുമൂനി, നിങ്ങൾ എന്താണ് എന്നോട് പറയാതിരുന്നത്? എനിക്കവിടെ വരെ പോകണം, എനിക്കവിടം വരെ പോകണം. എന്നിട്ട് ആ സുഹാബിയുടെ വീട്ടിലേക്ക് നടന്നുപോയി കാരുണ്യത്തിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പറഞ്ഞു, യാ ഫുലാൻ, എന്റെ പൊന്നു സഹോദര, നിങ്ങളുടെ മോൻ മരിച്ചു പോയതിൽ ഞങ്ങൾക്കും ഖേദമുണ്ട്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ മോൻ നിങ്ങൾ ജീവിച്ച അത്രയും പ്രായം ഭൂമിയിൽ ജീവിക്കലാണോ നിങ്ങൾക്ക് വേണ്ടത്? അതല്ല, നാളെ നിങ്ങൾ അല്ലാഹു സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുകയും ആ സ്വർഗത്തിന്റെ ഏത് വാതിൽ നിങ്ങൾ തുറന്നാലും ആ പൊന്നുമോൻ വാപ്പാ ഉമ്മ എന്ന് വിളിച്ച് നിങ്ങൾക്ക് വാതിൽ തുറന്നു തരാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഏതാ വേണ്ടത്? നബിയേ, എന്റെ മോനെ സ്വർഗത്തിൽ കാണാനാണ് നബിയേ എനിക്ക് ആഗ്രഹം. എന്നാൽ ഫസ്ബിർ, നിങ്ങൾ ക്ഷമിച്ചു കൊള്ളണം കേട്ടോ. സബർതു യാ റസൂലല്ലാഹ്, ഞാൻ ക്ഷമിച്ചു നബിയേ, ഞാൻ ക്ഷമിച്ചു എന്ന് ആ പറയാൻ മുന്നോട്ട് വന്നപ്പോ ഹബീബിന്റെ മറുപടി, ആ കുഞ്ഞി എല്ലാ വാതിലിലൂടെയും നിങ്ങളെ കാണാൻ വരും. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ആലോചിക്കുമ്പോ കുട്ടികൾ മരിച്ചു പോകുന്നൊരു സങ്കടമാണ്, വിഷമാണ്. പക്ഷേ ക്ഷമിക്കണം. സങ്കടം വരും, വിഷമൊക്കെ വരും. പക്ഷെ എന്റെ പടച്ചോൻ അങ്ങനെ ചെയ്തല്ലോ, എന്റെ കുട്ടിയെ കൊണ്ടുപോയല്ലോ, അങ്ങനെയൊന്നും പറയാൻ പാടില്ലേ. ഒന്നും പറയരുത്. അള്ളാഹു കൊണ്ടുപോയി, അള്ളാഹു തന്നതാണ്. എന്റെ കുട്ടി നാളെ സ്വർഗത്തിൽ എന്നെ കൂട്ടായിട്ട് വരും, എന്നെ കൈപിടിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനിരിക്കാൻ എന്ന് ചിന്തിച്ചാൽ എത്ര വലിയ കൂലിയാണ്. അള്ളാഹു നമ്മുടെ മക്കൾക്കൊക്കെ ആയുസ്സോട് കൂടുതൽ ആഫിയത്ത് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മലക്കുകളും വരും. വൽ മലായികതു യദ്ഖുലൂന മിൻ കുല്ലി ബാബ്, എല്ലാ വാതിലൂടെയും മാലാഖമാർ വരും. മാലാഖമാർ പറയുന്ന വാക്കെന്താണ്? സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് രക്ഷയാണ്. അല്ലാഹു പറയുന്ന വാക്കെന്താണ്? സലാമുൻ അലൈക്കും. മലക്കുകൾ പറയുന്നത് സലാമുൻ അലൈക്കും. സ്വർഗത്തിന്റെ പേര് ദാറുസ്സലാം, അള്ളാന്റെ പേര് അസ്സലാം. ഇതൊക്കെ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം എന്ന് ആദ്യം പറഞ്ഞത്? അഫ്ഷുസ്സലാം, അസ്സലാമു അലൈക്കും എന്ന് പ്രചരിപ്പിച്ചോളൂ. ഇതൊന്നുമല്ല അത്ഭുതം. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത സ്വഹാബിയുടെ പേരും അബ്ദുല്ലാഹി ഇബ്നു സലാം. എന്തൊരു അത്ഭുതം! ഹദീസ് റിപ്പോർട്ട് ചെയ്ത സ്വഹാബിന്റെ പേര് അബ്ദുല്ലാഹി ഇബ്നു സലാം. പറഞ്ഞത് സലാം പ്രചരിപ്പിക്കാൻ, പോകുന്നത് ദാറുസ്സലാമിലേക്ക്. ബിസലാം, സലാമായിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റും, സുരക്ഷിതമായി കടക്കാൻ പറ്റും എന്ന് പറഞ്ഞ മദീനക്കാരോട്, ലോക മുസ്ലിമീങ്ങളോട്, റബീഉൽ അവ്വലിന്റെ ആ നാളിൽ ലോക മുസ്ലിമീങ്ങളോട് റസൂല് പറഞ്ഞ കാര്യം അഫ്ഷുസ്സലാം, സലാം പ്രചരിപ്പിക്കണം. അതിന് ഒന്നിലേറെ അർത്ഥങ്ങളുണ്ട് കേട്ടോ. ഒരർത്ഥമാണ് അസ്സലാമു അലൈക്കും എന്ന് പ്രചരിപ്പിക്കണം. മറ്റൊരർത്ഥമാണ് നിങ്ങൾ സമാധാനം പ്രചരിപ്പിക്കണം. സലാം, സമാധാനം, പീസ്, പീസ്, ട്രാങ്ക്വിലിറ്റി. നിങ്ങൾ സമാധാനവും ശാന്തിയും പ്രചരിപ്പിക്കണം. മറ്റൊരർത്ഥമാണ് നിങ്ങൾ മുഖപ്രസന്നതയുള്ള ആളുകളായിട്ട് ജീവിക്കണം. എപ്പോഴും സമാധാനം, നിങ്ങളെ കണ്ട സമാധാനം തോന്നണം. ഇവൻ ആള് കുഴപ്പക്കാരനാണല്ലോ, ഇത് തോന്നരുത്. കുഴപ്പക്കാരനാണെന്ന് തോന്നരുത്. സമാധാനം കൊടുക്കും. കുഴപ്പമുണ്ടാക്കാൻ എത്രങ്ങാൻ ആളുകളുണ്ട് ഇവിടെ, സമാധാനം കൊടുക്കാൻ ആളില്ലാത്തത്. മുസ്ലിമായ ഒരു മനുഷ്യന്റെ നാവിൽ നിന്ന് മോശപ്പെട്ട വാക്കുകൾ വരാൻ പാടില്ല. വന്നു കഴിഞ്ഞിട്ട് പിന്നെ സങ്കടപ്പെട്ടിട്ട് കാര്യമുണ്ടാവില്ല.
പിന്നെ അറസ്റ്റ് രേഖപ്പെടുത്തിയെന്ന് വരും, രേഖപ്പെടുത്തിയില്ല എന്ന് വരും. വാക്കുകൾ പറയുമ്പോൾ ശ്രദ്ധിക്കണം എന്നാണ്. അനാവശ്യമായ വർത്തമാനങ്ങൾ, അനാവശ്യമായ പദപ്രയോഗങ്ങൾ മുസ്ലിമിന്റെ നാവിൽ നിന്ന് വരാൻ പാടില്ല. അഫ്ശുസ്സലാം, സമാധാനമാണ് നിങ്ങൾ പ്രചരിപ്പിക്കേണ്ടത്. ശാന്തിയുടെ വാക്കുകളാണ് നിങ്ങൾ പറയേണ്ടത്. വാക്കുകൾ പറയുന്നതിന്റെ മുമ്പേ ശ്രദ്ധിക്കണം. അഫ്ശുസ്സലാം, സമാധാനം പ്രചരിപ്പിക്കണേ മുസ്ലിമീങ്ങളെ എന്ന് ആദ്യമായി മദീനയിലേക്ക് കടന്നു വന്ന അന്നത്തെ ദിവസം നബി തങ്ങൾ പറഞ്ഞ ആദ്യത്തെ വാക്കതാണ് അസ്സലാമു അലൈക്കും എന്ന് പ്രചരിപ്പിക്കിൻ. എന്താണ് ആ വാക്കിന്റെ അർത്ഥം? അസ്സലാമു അലൈക്കും. ഞാനും പറഞ്ഞു അസ്സലാമു അലൈക്കും എന്ന് പ്രസംഗം തുടങ്ങുമ്പോ, ഇനി കഴിയുമ്പോഴും പറയും അസ്സലാമു അലൈക്കും. നിങ്ങൾ വഅലൈക്കും അസ്സലാം എന്നും പറഞ്ഞു. എന്തേ പറഞ്ഞതിനർത്ഥം? എന്നിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷയുണ്ട്. ഞാൻ നിങ്ങളെപ്പറ്റി കുറ്റം പറയില്ല, ഞാൻ നിങ്ങളെപ്പറ്റി ഗീബത്തും നമീമത്തും പറയില്ല. അപ്പൊ നിങ്ങൾ ഇങ്ങോട്ട് വഅലൈക്കും എന്നാ ഉസ്താദ് ഞങ്ങൾ എന്ത് ചെയ്യൂല, നിങ്ങളെപ്പറ്റി ഗീബത്തും നമീമത്തും ഞങ്ങളും പറയില്ല, നിങ്ങളും ഞങ്ങളത് സുരക്ഷിതരാണ്. ഇത് രണ്ടും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ അവിടെ ഗീബത്തും നമീമത്തും ഉണ്ടാവുക? പിന്നെ എങ്ങനെ നമുക്ക് പരസ്പരം തെറ്റാനും പിണങ്ങാനും കഴിയുക? അങ്ങനെ ഉണ്ടാവരുത്. അസ്സലാമു അലൈക്കും. ഒരു സദസ്സിലേക്ക് കയറി ചെല്ലുമ്പോൾ സലാം പറഞ്ഞാൽ അവർക്ക് സെക്യൂരിറ്റി കൊടുത്തു, സുരക്ഷിതത്വം കൊടുത്തു, സുരക്ഷിതത്വമാണ്. അഫ്ശുസ്സലാം, സലാം പ്രചരിപ്പിക്കണേ. തസ്ലീമുൽ ഖാസ്, സ്വന്തം ആളുകൾക്ക് മാത്രം സലാം പറയുന്നത്, സ്വന്തക്കാരോട് മാത്രം സലാം പറയുന്നത്, തന്റെ ആളുകളല്ലാത്തവരോട് സലാം പറയാതിരിക്കുന്നത് അന്ത്യനാളിന്റെ അടയാളങ്ങളിൽ ഉണ്ടെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി. ഇന്ന മിൻ അമാറാത്തിസ് സാഅ, അന്ത്യനാളിന്റെ അടയാളങ്ങളുണ്ട്. തസ്ലീമുൽ ഖാസ്, തനിക്ക് പരിചയമുള്ള ആളുകളോടല്ലാതെ മറ്റാരോടും മുസ്ലിമാണെന്നറിഞ്ഞാൽ സലാം പറയാതിരിക്കുന്നത്. മിണ്ടാതെ കഴിയുന്ന ഒരാൾ തന്റെ കൂട്ടുകാരനോട് ചെന്ന് മിണ്ടേണ്ടത് ഓരോരുത്തരുടെയും ബാധ്യതയാണ്. ഖൈറുക്കും മൻ ബദഅ ബിസ്സലാം, നിങ്ങളിൽ ഏറ്റവും നല്ലവർ ആദ്യമായി സലാം പറയുന്നവരാണ്. ആദ്യമായി സലാം പറയുന്നവർ. പെണ്ണുങ്ങളെ തെറ്റി പിണങ്ങി നിൽക്കുന്നവർ നന്നായിക്കോളിൻ. ആണുങ്ങളെ, പുരുഷന്മാരെ, സഹോദരന്മാരെ, പിണങ്ങിയവർ നന്നായിക്കോളൂ. എത്ര കാലമാണ് മനസ്സിൽ ദേഷ്യം കൊണ്ട് നടക്കുക? എത്ര കാലമാണ് അസൂയയും വൈരാഗ്യം കൊണ്ട് നടക്കുന്നത്? അങ്ങനെ ദേഷ്യപ്പെടുത്തുന്ന ആളുകൾ, നമ്മെ വേദനിപ്പിക്കുന്ന ആളുകൾ നമ്മുടെ ചുറ്റുമില്ലെങ്കിൽ എങ്ങനെയാണ് ക്ഷമിച്ചതിന്റെ കൂലി നമുക്ക് വാങ്ങാൻ പറ്റുക? ക്ഷമിക്കുന്നതിന് കൂലിയില്ലേ? ആ കൂലി ലഭിക്കണമെങ്കിൽ നമ്മെ ദേഷ്യപ്പെടുത്തുന്ന ആളുകൾ അപ്പുറത്ത് വേണ്ടേ? അപ്പോഴല്ലേ ക്ഷമിക്കാൻ പറ്റുള്ളൂ, അപ്പോഴല്ലേ ക്ഷമയുടെ കൂലി ലഭിക്കുകയുള്ളൂ. അള്ളാഹുവിനോർത്ത് മാപ്പ് ചെയ്തു കൊടുക്കുവിൻ. അഫ്ശുസ്സലാം, സലാം പ്രചരിപ്പിക്കണേ. മഹാനായ സ്വഹാബി അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിനോട് 16 വയസ്സ് പ്രായമുള്ളപ്പോ ആ സ്വഹാബിയുടെ തോളിൽ കൈവച്ചുകൊണ്ട് നബി തങ്ങൾ പറഞ്ഞു, യാ അബാ ഉമാമ ഇന്ന മിനൻ നാസി മൻ ഇദാ റഅയ്തുഹു ഹനൻതു അലൈഹി വ അൻത മിൻഹും യാ അബാ ഉമാമ. അബൂ ഉമാമ, ചില ആളുകളുണ്ട്, എനിക്കവരെ കാണുമ്പോൾ അവരോട് എന്തെന്നില്ലാത്ത വാത്സല്യം തോന്നാറുണ്ട്. അബൂ ഉമാമ, നിങ്ങൾ അവരിൽപ്പെട്ട ഒരാളാണ്. 16 വയസ്സുള്ള ഒരു ടീനേജുകാരനോട് അഷ്റഫുൽ ഖൽഖ് തങ്ങൾ നന്മ പഠിപ്പിക്കാൻ ഉപയോഗിച്ച വാക്കുകളാണിത്. നന്മ പഠിപ്പിക്കാൻ ഉപയോഗിച്ച വാക്കുകൾ. അബൂ ഉമാമ, ഇന്ന മിനൻ നാസി മൻ ഇദാ റഅയ്തുഹു ഹന്ന അലൈഹി ഖൽബി. എന്റെ ഹൃദയത്തിൽ എന്തെന്നില്ലാത്ത വാത്സല്യം ചില ആളുകളെ കാണുമ്പോൾ എനിക്ക് തോന്നാറുണ്ട്. വ അൻത മിൻഹും യാ അബാ ഉമാമ. അബൂ ഉമാമ, നിങ്ങൾ അവരിൽപ്പെട്ട ഒരാളാണ്. അതുകൊണ്ട് മനസ്സിലാക്കൂ അബൂ ഉമാമ, ഇദാ ദഖൽത, നിങ്ങൾ എവിടേക്ക് കയറി ചെന്നാലും, ഒരു ഷോപ്പിലേക്കോ വീട്ടിലേക്കോ ഒരു ഓഫീസിലേക്കോ മദ്രസയിലേക്കോ പള്ളിയിലേക്കോ എവിടേക്ക് കയറി ചെന്നാലും ഫസല്ലിം അലൈഹിം, അവരോട് നിങ്ങൾ സലാം പറയണേ, അസ്സലാമു അലൈക്കും എന്ന് പറയണേ. തകുൻ ബറകതൻ അലൈക വഅലാ അഹ്ലിൽ ബൈത്തി, നിങ്ങൾക്കത് ബറക്കത്താണ്. ഏത് വീട്ടിലേക്കാണോ നിങ്ങൾ കയറി ചെല്ലുന്നത് ആ വീട്ടുകാർക്കും അത് ബറക്കത്താണെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
വീട്ടിൽ ചെല്ലുമ്പോ വാതിലടച്ച് വാതിലങ്ങ് ചവിട്ടി തുറന്ന് കടക്കല്ലിൽ അസ്സലാമു അലൈക്കും എന്ന് പറയുവിൻ. ആ സലാം അടക്കുന്നത് നിങ്ങളെ നൊന്തുപെറ്റ ഉമ്മയായിരിക്കും. എന്റെ ഉമ്മാക്ക് അല്ലാഹ് എന്റെ ഉമ്മാക്ക് റഹ്മത്ത് ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞില്ല അല്ലാഹു? ആ കരുണയുടെ കേന്ദ്രമായ ഉമ്മ നിങ്ങൾക്ക് വേണ്ടി വഅലൈക്കുമുസ്സലാം എന്റെ പൊന്നുമോന് നീ രക്ഷ കൊടുക്കണേ അല്ലാ എന്ന് നിങ്ങൾ പറഞ്ഞ സലാം അടക്കുകയാണെങ്കിൽ ജീവിത വിജയത്തിന് ആ ഒരൊറ്റ സലാം മതിയായേക്കും. നിങ്ങളുടെ വാപ്പയാണ് സലാം അടക്കുന്നതെങ്കിൽ അതുപോലെ നിങ്ങൾക്ക് ഭർത്താവിനോട് സലാം പറയുമ്പോ ആ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഫഇന്നഹു ജന്നതുകി വനാറുകി, പെണ്ണേ ഭാര്യ, നിന്റെ ഭർത്താവ് നിന്റെ നരകമാണൊന്നുകിൽ അതല്ലെങ്കിൽ നിന്റെ സ്വർഗമാണ്. സ്വർഗം വേണമെങ്കിലും ഭർത്താവിന്റെ കൂടെ നിന്നോ, നരകം വേണമെങ്കിൽ ഈ ഭർത്താവിനോട് അനാദരവ് കാണിച്ചാൽ നിനക്ക് നരകമെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വർഗത്തിന് കാരണമാകുന്ന തന്റെ വരനോട്, തന്റെ ഭർത്താവിനോട് അസ്സലാമു അലൈക്കും എന്ന് ചൊല്ലി സലാം പറഞ്ഞു തുടങ്ങിക്കൂടെ? ടെലിഫോൺ കോളുകൾ, ഒരു ദിവസം എത്ര ഫോണുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? എത്ര കോളുകളാണ്? വാട്സപ്പിലുള്ള മെസ്സേജുകൾ എത്രയാണ്? ഓരോന്ന് പറയുമ്പോഴും തുടങ്ങുമ്പോഴും അസ്സലാമു അലൈക്കും എന്ന് തുടങ്ങുകയും ഫോൺ വെക്കുമ്പോൾ വഅലൈക്കും അസ്സലാം എന്ന് ഒരു ഭാഗം സലാം പറയുമ്പോൾ മറ്റൊരാൾ മറുപടി പറഞ്ഞു വെച്ചാൽ ആ രണ്ട് സലാമിന്റെ ഇടയിൽ സംസാരിച്ചത് മുഴുവനും അല്ലാഹു നിങ്ങൾക്ക് ഇബാദത്തായി തരില്ലേ? എന്തിനാ നഷ്ടപ്പെടുത്തുന്നത്? കേവലം ഫോൺ വിളി. ഓരോ ഫോണിലും ഒരു അസ്സലാമു അലൈക്കും എന്ന് തുടങ്ങിയാൽ എത്ര പ്രതിഫലമായി! ഒരു ദിവസം എത്ര ഫോൺ കോളുകൾ വന്നേക്കും, എത്ര തവണ സലാമും സലാം അടക്കലും അവിടെ നടക്കും. അഫ്ഷുസ്സലാം, നിങ്ങൾ സലാം പ്രചരിപ്പിക്കണേ. അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിനോട് വീട്ടിലേക്ക് കടക്കുമ്പോൾ സലാം പറയണമെന്ന് പറഞ്ഞു. ഉമ്മമാരോട്, ഉമ്മയോടും വാപ്പയോടും മക്കൾ സലാം പറഞ്ഞ് ആ ഉമ്മയുടെയും വാപ്പയുടെയും കൈ മുത്തണം എന്ന് പറഞ്ഞ ശരീഅത്താണ് നമ്മുടെ ശരീഅത്തുൽ ഇസ്ലാം. എങ്ങനെ? സ്വന്തം ഉമ്മയോട് അസ്സലാമു അലൈക്കും എന്ന് ഉമ്മയുടെ കൈ പിടിച്ച് ഉമ്മയുടെ കൈ മുത്തണം മക്കളെന്നാണ് ശറഅ് പഠിപ്പിച്ചത്. വാപ്പയുടെ കൈ മുത്തണം എന്നാണ് ശറഅ് പഠിപ്പിച്ചത്. നമ്മളത് തുടങ്ങിയിട്ടില്ലെങ്കിൽ ഇന്നു മുതൽ തുടങ്ങിക്കോളൂ മുഅ്മിനേ. അഫ്ഷുസ്സലാം, ഇത് സ്വർഗത്തിലേക്ക് കടക്കാനുള്ള വഴിയാണ്. മനസ്സിനുള്ളിലെ മോശപ്പെട്ട ചിന്തകൾ ഒഴിവാക്കുകയും രക്ഷ നേരുകയും ശാന്തി നേരുകയും ചെയ്യുന്ന ഇസ്ലാമിന്റെ അഭിവാദനമല്ലയോ അസ്സലാമു അലൈക്കും. അഫ്ഷുസ്സലാം, നിങ്ങൾ ശാന്തിയാണ് പ്രചരിപ്പിക്കേണ്ടത്. അഫ്ഷുസ്സലാം, നിങ്ങൾ സമാധാനമാണ് പ്രചരിപ്പിക്കേണ്ടത്. മുസ്ലിമീങ്ങളായ ആളുകൾ അക്രമാസക്തരാവേണ്ടവരല്ല. അടിച്ചു പൊളിക്കുക എന്ന് പറഞ്ഞ ഏർപ്പാട്, മുസ്ലിമീങ്ങൾക്ക് അടിച്ചു തകർക്കുക എന്ന ഏർപ്പാട് ഒരൽപ്പം ദേഷ്യം കൂടുന്നുണ്ടോ എന്ന് ഞാൻ ഓർത്തുപോവുകയാണ്. ഏതെങ്കിലും ഒരു ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ, ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി ഉമ്മമാരെ ശുശ്രൂഷിച്ച ഡോക്ടർ, നിങ്ങളുടെ ഭാര്യയോ നിങ്ങളുടെ പെങ്ങളോ ലേബർ റൂമിലേക്ക് കടക്കുകയും ഏതെങ്കിലും ഒരു കാരണം കൊണ്ട് ബ്ലീഡിംഗ് ഉണ്ടായിട്ടോ അല്ലാതെയോ നിങ്ങളുടെ പെങ്ങളോ ഭാര്യയോ നിങ്ങളുടെ വീട്ടുകാരോ മരണപ്പെട്ടാൽ ഇത് അല്ലാഹു ഉദ്ദേശിച്ചതും അല്ലാഹുവിന്റെ ഖദറുമാണെന്ന് സമാധാനിക്കേണ്ടതിന് പകരം ആയിരക്കണക്കിന് രോഗികൾക്ക് ആശ്വാസം കൊടുത്ത ഡോക്ടറെ പിടിച്ച് തല്ലുന്ന മുസ്ലിമേ, നമ്മെപ്പറ്റി മുസ്ലിം എന്ന് പറയാനൊക്കില്ല. ഹോസ്പിറ്റൽ തച്ചു പൊളിക്കുന്ന ആളുകളെ, എവിടെയാണ് അഫ്ഷുസ്സലാം? സമാധാനം കൊടുക്കേണ്ടത് എവിടെയാണ്? ആരാണ് സമാധാനം കൊടുക്കുന്നത്? ആരാണത് ചെയ്യലെന്ന് പറഞ്ഞു കൊടുക്കുന്നത്? ആയിരക്കണക്കിന് രോഗികൾക്ക് ശമനമുണ്ടായിട്ട് ഏതെങ്കിലും ഒരു രോഗിയുടെ ചികിത്സയിൽ ഒരു കൈപ്പിഴ പറ്റിയാൽ നമ്മൾ ആ ഡോക്ടറെ പിടിച്ച് ആക്രമിക്കുമല്ലേ? നിസ്സാര പ്രശ്നങ്ങൾക്ക് വേണ്ടി നമ്മൾ അക്രമാസക്തരാകുന്നു. ഏതെങ്കിലും മനസ്സിൽ ചെന്ന് ഒരു കാര്യം സാധിക്കാതെ വന്നാൽ നമ്മൾ അങ്ങ് ഇമോഷണലായി പെരുമാറുന്നുവല്ലേ? അഫ്ഷുസ്സലാം, സമാധാനം പ്രചരിപ്പിക്കണേ എന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹുദൈബിയ സന്ധി നടക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ പക്ഷത്ത് നിന്നും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മുസ്ലിമീങ്ങളുടെ എമിസറിയായി കടന്നു പോയപ്പോ അമുസ്ലിമീങ്ങളിൽ നിന്ന് മുസ്ലിമീങ്ങളോട് നയം പ്രഖ്യാപിക്കാൻ കടന്നു വന്നത് മഹാനായ സുഹൈൽ ഇബ്നു അംർ റളിയല്ലാഹു അൻഹു. അന്ന് സുഹൈൽ ഇബ്നു അംർ എന്നവർ മുസ്ലിമല്ല. അന്ന് സുഹൈൽ ഇബ്നു അംർ എന്നവർ മുസ്ലിമായിട്ടില്ല. സുഹൈൽ ഇബ്നു അംർ അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് കരാറിന്റെ പത്രവും ചുരുട്ടിപ്പിടിച്ചു വന്നപ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് യാ മുഹമ്മദു എന്ന് വിളിക്കുകയും
റസൂലുള്ളാഹ് എന്ന വാക്ക് വെട്ടണം. അവിടെ മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാ, സുഹൈൽ ഇബ്നു അംർ, അംറിന്റെ മകൻ സുഹൈൽ അബ്ദുള്ളയുടെ മകൻ മുഹമ്മദുമായി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തുന്ന കരാറെന്ന് എഴുതിയാൽ മതി. റസൂലുള്ളാഹി അള്ളാഹുവിന്റെ റസൂലാണെന്ന് വെട്ടണമെന്ന് പറഞ്ഞപ്പോഴാണ് ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു വാളെടുത്തത്. നബിയെ, ഈ മനുഷ്യന്റെ തല ഞാൻ വെട്ടട്ടെയോ? ഉമറേ, അല്ലാഹു നിങ്ങൾക്ക് അവസരം തന്നാൽ ലറഅയ്ത മിൻ സുഹൈലിൻ മാ യസുറുക, ഈ സുഹൈലിൽ നിന്ന് നിങ്ങൾക്ക് സന്തോഷമുണ്ടാകുന്ന ചിലത് കാണാൻ പറ്റും ഉമറേ. വാളെടുത്ത് ഒടുങ്ങലിൽ ഉമറേ. എന്താണ് ആ വാക്കെന്നറിയുമോ? വർഷങ്ങൾക്ക് ശേഷമാണ് സുഹൈൽ ഇബ്നു അംർ എന്നവർ പിന്നെ മുസ്ലിമാകുന്നത്, റളിയല്ലാഹു അൻഹു ആകുന്നത്. അങ്ങനെ മക്കക്കാരായ ആളുകൾ അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്ത് മദീനയിൽ നടന്നപ്പോ മക്കക്കാരായ ആളുകൾ ഇസ്ലാമിന് പുറത്തു പോകാനിരിക്കുമ്പോൾ അവരെ മക്കയിൽ പിടിച്ചു നിർത്തിയത് മദീനയിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പിടിച്ചു നിർത്തിയ പോലെ മക്കക്കാരെ ഈമാനിൽ പിടിച്ചു നിർത്തിയത് ഈ മഹാനായ സ്വഹാബിയാണ്. നബിയോട് പേര് വെട്ടണം, റസൂലുള്ളാഹ് എന്ന് വെട്ടണം എന്ന് പറഞ്ഞ അതേ സുഹൈൽ ഇബ്നു അംർ റളിയല്ലാഹു അൻഹുവിനെ കൊണ്ട് ഉമറേ, നിങ്ങളുടെ കണ്ണുകൾക്ക് രോമാഞ്ചമണിയുന്നത് അല്ലാഹു കാണിക്കും ഉമറേ, ഒരു വിട്ടുവീഴ്ച ചെയ്യണേ എന്ന് സമാധാനം ചെയ്യാൻ പറഞ്ഞപ്പോ മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ വാക്ക് കേട്ടപ്പോഴാണ് സുഹൈൽ ഇബ്നു അംറിന് ഈമാൻ കിട്ടാൻ അവസരം ഒരുങ്ങുന്നത്. അപ്പോഴാണ് ഈമാൻ അവസരം ഒരുങ്ങുന്നത്. പുസ്തകം വായിച്ചിട്ട് എന്തോ ഒരാൾ പ്രസംഗിച്ചു എന്ന് പറഞ്ഞ് ഭയങ്കര ഒച്ചപ്പാടൊക്കെ ഉണ്ടായില്ലേ നമ്മുടെ ഭാഗത്ത്. നമ്മൾ ഒച്ചപ്പാടിനല്ല അവിടെ നിൽക്കേണ്ടത്. വേഗം പണ്ഡിതന്മാരെ വിളിച്ചു കൊണ്ടുവന്ന അതേ സ്ഥലത്ത് ആ വിഷയത്തിന്റെ സത്യാവസ്ഥ എന്താണ് അത് പറഞ്ഞു കൊടുക്കുക വേണ്ടത്. ഞങ്ങൾ കുത്തും കൊല്ലും എന്ന് പറയല അല്ലല്ലോ. അഫ്ശുസ്സലാം. ഒരു മനുഷ്യൻ ഏതോ ഒരു പുസ്തകം വായിച്ചിട്ട് തെറ്റിദ്ധാരണ വന്നാൽ ഇനിയും അങ്ങനെ വന്നേക്കും. ആവശ്യമൊക്കെ തീർന്ന ക്ഷമാപണമൊക്കെ ചെയ്തു നല്ല മനുഷ്യൻ, അള്ളാഹു ഹിദായത്ത് കൊടുക്കട്ടെ. ആള് പുസ്തകം വായിക്കുന്നുണ്ടല്ലോ, എന്തായാലും ഒരു നല്ല പുസ്തകം കയ്യിൽപ്പെട്ട ഒരു പക്ഷേ അദ്ദേഹം ഹിദായത്തും കിട്ടിയെന്ന് വന്നേക്കും. പക്ഷെ നമ്മൾ ഇമോഷണലാവും പെട്ടെന്ന്. വരും നമ്മൾ വളം കത്തിക്കെടുത്ത് ഇറങ്ങാൻ. അതല്ല അഫ്ശുസ്സലാം. കാര്യങ്ങളെ യുക്തമായിട്ട് മനസ്സിലാക്കണം. തെറ്റ് തിരുത്താനൊക്കെ പറഞ്ഞു കൊടുക്കി. നമ്മൾ പറഞ്ഞു കൊടുത്തോ ശരി എന്താണെന്ന് പറഞ്ഞു കൊടുത്തോ? പറഞ്ഞു കൊടുത്തെങ്കിലല്ലേ നമ്മുടെ ബാധ്യത നിർവഹിച്ചു എന്ന് പറയുള്ളൂ. അഫ്ശുസ്സലാം, സമാധാനം പ്രചരിപ്പിക്കണേ. ഇത് ലോകത്തോട് പഠിപ്പിക്കാൻ വന്ന നബിയാണ് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സയ്യിദ് ഇബ്നു സഅന എന്ന് പറയുന്ന മനുഷ്യൻ ഹിബ്റും മിൻ അഹ്ബാരിൽ യഹൂദ്, ജൂതന്മാരുടെ പണ്ഡിതന്മാരിൽപ്പെട്ട ഒരു പണ്ഡിതനാണ്. അല്ലാഹുവിന്റെ റസൂലുമായി ചെറിയൊരു കടത്തിന്റെ ഇടപാടുണ്ട്. നബി കടം വാങ്ങിയിട്ടുണ്ട്. ആ കടം തിരിച്ചു കൊടുക്കാൻ ഇനി 3 ദിവസം ബാക്കിയുണ്ട്. ആ സമയം എത്തുമ്പോഴേക്കും ഇയാൾ നേരത്തെ വന്ന് കടം തിരിച്ചു തരേണ്ട ദിവസമാകുന്നതിന്റെ മുമ്പേ തിരിച്ചു വന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ നബിയുടെ വസ്ത്രം കൂട്ടിപ്പിടിച്ച് നബിയെ പിടിച്ച് കുലുക്കിയിട്ടൊരു ചോദ്യം, യാ മുഹമ്മദ് നബിയെ, അദ്ദി അലയ്യ ദൈനി, എന്റെ കടം ഒന്ന് വീട്ടണം മുഹമ്മദ് നബിയെ. വഅൻതും ബനു അബ്ദുൽ മുത്തലിബ് മുമാതുലൂൻ, നിങ്ങൾ അബ്ദുൽ മുത്തലിബിന്റെ മക്കൾ കടം വാങ്ങിയാൽ തിരിച്ചു തരാത്തവരാണല്ലോ. സ്വഹാബത്തിന് മുമ്പിൽ ഇത് പറയുമ്പോൾ അവർ സഹിക്കോ? നബിയുടെ വസ്ത്രം കോളറിന് പിടിച്ചു എന്ന് പറഞ്ഞ പ്രയോഗമാണ്. ഒരൊറ്റപ്പിടുത്തം പിടിച്ചിട്ട് എന്റെ കടം തിരിച്ചുതാ, നിങ്ങൾ കടം വാങ്ങിയാൽ കടം വീട്ടാത്തവരാണ്. ഇവിടെ കടം വീട്ടേണ്ട ദിവസമായിട്ടില്ല, 3 ദിവസം കൂടെ അവധിയുണ്ട്. 3 ദിവസം കഴിഞ്ഞാലേ ഇയാൾക്ക് തിരിച്ചു കൊടുക്കേണ്ട ഡേറ്റ് ആകുന്നുള്ളൂ, പറഞ്ഞുറപ്പിച്ച ഡേറ്റ്. അതിന്റെ മുമ്പാണ് ഈ ചോദിക്കുന്നത്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സ്വാഭാവികമായൊരു വികാര പ്രകടനം നടക്കുന്നു. നമ്മൾ ഓരോരുത്തർക്കും കണ്ട് പഠിക്കാനാണ് അള്ളാഹു ഇത്തരം സംഭവങ്ങൾ ഹബീബിന്റെ ജീവിതകാലത്ത് അള്ളാഹു വരുത്തി വച്ചത്, നമുക്ക് പാഠം പഠിക്കാൻ. നബി തങ്ങളോട് ഉമർ തങ്ങൾ പറഞ്ഞു, നബിയെ, അങ്ങയെ നിന്ദിക്കുകയും അങ്ങയെ ചീത്ത പറയുകയും
അങ്ങയുടെ തറവാടിനെ മോശമാക്കുകയും ചെയ്ത സയ്യിദ് ഇബ്നു സഅനയെ ഞാനൊന്ന് കൊല്ലട്ടെ നബിയേ. കാഫിറല്ലേ സയ്യിദ് ഇബ്നു സഅന, ജൂതനല്ലേ സയ്യിദ് ഇബ്നു സഅന, ഞാൻ സയ്യിദ് ഇബ്നു സഅനയെ കൊല്ലട്ടെ എന്ന് ചോദിച്ചപ്പോഴാണ് യാ ഉമറു, ഉമറേ, ഞാനും സയ്യിദ് ഇബ്നു സഅനയും നിങ്ങൾ ഇന്ന് പ്രതീക്ഷിക്കുന്നത് മറ്റൊന്നാണല്ലോ. ഞാനും സയ്യിദ് ഇബ്നു സഅനയും നിങ്ങൾ ഇന്ന് പ്രതീക്ഷിക്കുന്നത് മറ്റൊന്നാണ്. തന്റെ പ്രതിപക്ഷമായ, തങ്ങളുടെ പ്രതിപക്ഷമായ സയ്യിദ് ഇബ്നു സഅനയെ കൂട്ടുപിടിച്ചുകൊണ്ട് പറയുന്ന വാക്കാണിത്. എന്താണ് ആ വാക്കെന്നറിയോ? തഅമുറുനി ബിഹുസ്നിൽ ഖദാ വതഅമുറുഹു ബിഹുസ്നിൽ തഖാദി. ഉമറേ, വാളെടുത്ത് പേടിപ്പിക്കലാണോ നിങ്ങൾ ചെയ്യേണ്ടത്? ഉമറേ, നിങ്ങൾ വേണ്ടത് എന്നോട് മാന്യമായി കടം വീട്ടൂ നബിയെ എന്ന് പറയുകയും സയ്യിദ് ഇബ്നു സഅനയോട് കടം തിരിച്ചു ചോദിക്കുമ്പോൾ മാന്യമായിട്ട് ചോദിക്കണം എന്ന് പറഞ്ഞു കൊടുക്കേണ്ട സ്ഥാനത്ത് വാളെടുത്ത് പേടിപ്പിക്കുകയാണോ ഉമറേ നിങ്ങൾ ചെയ്യുന്നത്? നിന്നു. നബി തങ്ങൾ പറഞ്ഞു, ഞാൻ കൊടുക്കാനുള്ള പൈസ എടുത്തു കൊടുക്കിന് ഉമറേ. വസിദുഹു 20 ദീനാറൻ, 20 സ്വർണ്ണ നാണയം ഏറെയും കൊടുക്കണം. ഇങ്ങനെ കൊടുക്കാനുള്ളത് 10-15 ഉള്ളൂ. 20 സ്വർണ്ണ നാണയം ഏറെ കൊടുക്കണം ഉമറേ. ലിറഹ്ബതിക ഇയ്യാ, വാളെടുത്ത് നിങ്ങൾ അയാളെ പേടിപ്പിച്ചില്ലേ, ആ പേടിപ്പിച്ചതിന് 20 ഏറെയും കൊടുക്കിൻ. ആരായി പറഞ്ഞത്? മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയുടെ ഈ സംസ്കാരം എവിടെയാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലേ? ഈ ഹദീസ് നമ്മൾ മനസ്സിലാക്കിയില്ലയോ? ഏറെ കൊടുക്കിൻ, പേടിപ്പിച്ചതിന് 20 സ്വർണ്ണ നാണയം ഏറെ കൊടുക്കിൻ. ആ മനുഷ്യൻ പറഞ്ഞു, മുഹമ്മദ് നബിയേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എനിക്ക് ഒന്നും വേണ്ട നബിയേ, എന്റെ കടം പോലും നിങ്ങൾ എടുത്തോളൂ നബിയേ, എനിക്ക് 20 ഏറെയും വേണ്ട. ഞാനൊരു നാടകം കളിക്കുകയായിരുന്നു. ഓരോരോ അങ്ങയുടെ ഫിസിക്കൽ ഡിസ്ക്രിപ്ഷൻ, അങ്ങയുടെ ക്യാരക്ടറിസ്റ്റിക്സ്, അങ്ങയുടെ സ്വഭാവ ഗുണങ്ങൾ, അങ്ങയുടെ ശാരീരിക ഗുണങ്ങൾ എല്ലാം 100-ൽ 100 ഞാൻ കണ്ടിട്ടുണ്ട് നബിയേ. പക്ഷേ തൗറാത്തിൽ ഞാൻ ഒന്നുകൂടെ വായിച്ചിട്ടുണ്ട്, ഹലീമുൻ ഇൻദൽ ഗളബി, ദേഷ്യം വരുമ്പോൾ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് പെരുമാറുന്ന ആളാണ്. ദേഷ്യം പിടിപ്പിക്കപ്പെട്ടാൽ ശാന്തമായി യുക്തി ഉപയോഗിച്ച് പെരുമാറുന്ന സൗമ്യശീലനാണ് ഈ അന്ത്യപ്രവാചകനെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അത് അങ്ങയിൽ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു നബിയേ. ആ ഒരു സ്വഭാവം പുറത്തു കാണാൻ വേണ്ടി നിങ്ങളെ ഞാൻ നിന്ദിച്ചത്, അങ്ങയുടെ കോളറിന് ഞാൻ പിടിച്ചത്, ഞാൻ ഇങ്ങനെ പെരുമാറിയത്, നിങ്ങളെ ദേഷ്യം പിടിപ്പിച്ചാൽ നിങ്ങൾ എങ്ങനെയാണ് പെരുമാറുന്നത് എന്ന് കാണാനായിരുന്നു നബിയേ. അതുകൊണ്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. നബിയേ, അങ്ങ് ഹലീമുൻ ഇൻദൽ ഗളബി, ദേഷ്യം വന്നാൽ സഹനത്തോടുകൂടെ പെരുമാറുന്ന ആളാണെന്ന് കണ്ടിട്ടില്ല നബിയെ ഞാൻ. ആ സ്വഭാവം അങ്ങളിൽ ഉണ്ട് എന്ന് കണ്ടാൽ തൗറാത്തിൽ അങ്ങയെക്കുറിച്ച് ഞാൻ വായിച്ചു പോയ എല്ലാ വാക്കുകളും അങ്ങയിൽ കൃത്യമായും ഫിറ്റാണ് നബിയെ. അങ്ങനെയെങ്കിൽ അങ്ങ് അള്ളാഹുവിന്റെ അന്ത്യപ്രവാചകനാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു ഉറപ്പായി നബിയെ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അങ്ങനെ മുസ്ലിമായ സയ്യിദ് ഇബ്നു സഅന എന്ന സ്വഹാബി തബൂക്ക് യുദ്ധത്തിലേക്ക് പോയി മരിച്ചുപോയ ഷഹീദാണ്, ഷഹീദായ സ്വഹാബിയാണ്. ഈ നാടകം കളിച്ച് മുസ്ലിമായ സയ്യിദ് ഇബ്നു സഅന എന്ന ജൂത പണ്ഡിതൻ റളിയല്ലാഹു അൻഹു. അഫ്ശുസ്സലാം, സമാധാനം പ്രചരിപ്പിക്കുവിൻ, സമാധാനം പ്രചരിപ്പിക്കുവിൻ. പ്രകോപനങ്ങളൊക്കെ ഒരുപാടുണ്ടായേക്കും, ഒരുപാട് പ്രകോപനമുണ്ടായേക്കും. സമാധാനത്തോടുകൂടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലതുബ്ലൗന്ന ഫീ അംവാലികും വഅൻഫുസികും وَلَتَسْمَعُنَّ مِنَ الَّذِينَ أُوتُوا الْكِتَابَ مِنْ قَبْلِكُمْ وَمِنَ الَّذِينَ أَشْرَكُوا أَذًى كَثِيرًا
وإن تصبروا وتتقوا فإن ذلك من عزم الأمور لتبلون في أموالكم وأنفسكم നിങ്ങളുടെ സമ്പത്തിലും ശരീരത്തിലും ഞാൻ നിങ്ങൾക്ക് പരീക്ഷണം തരും. അല്ലാഹു പറയാം وَلَتَسْمَعُنَّ مِنَ الَّذِينَ أُوتُوا الْكِتَابَ مِنْ قَبْلِكُمْ وَمِنَ الَّذِينَ أَشْرَكُوا أَذًى كَثِيرًا ജൂതന്മാരിൽ നിന്നും ക്രിസ്ത്യാനികളിൽ നിന്നും ബഹുദൈവങ്ങളെ ആരാധിക്കുന്നവരിൽ നിന്നും നിങ്ങളുടെ മനസ്സിന് വേദനയുണ്ടാക്കുന്ന വാക്കുകൾ നിങ്ങൾക്ക് കേൾക്കേണ്ടി വരും. നിങ്ങളെ വേദനിപ്പിക്കുന്ന വാക്കുകൾ ജൂതന്മാരും ക്രിസ്ത്യാനികളും പ്രയോഗിച്ചു എന്ന് വരും. വമിനല്ലദീന അശ്റകൂ ബഹുദൈവങ്ങളെ ആരാധിക്കുന്ന വിഭാഗങ്ങളിൽ നിന്നും അത്തരം മതവിശ്വാസികളിൽ നിന്നും അദൻ കസീറാ ഒരുപാട് പ്രയാസങ്ങൾ നിങ്ങൾക്ക് കേൾക്കേണ്ടി വരും. എന്താ നമ്മളോട് ഖുർആൻ ചെയ്യാൻ പറയുന്നത്? വഇൻ തസ്ബിറൂ വതത്തഖൂ നിങ്ങൾ ക്ഷമിക്കുകയും അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുകയും ചെയ്താൽ ഫഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ അതാണ് ഏറ്റവും കരണീയമായത്. നിങ്ങൾ ക്ഷമിക്കുകയാണ് വേണ്ടത്. അഫ്ശുസ്സലാം സമാധാനം പ്രചരിപ്പിക്കണമേ. മക്കം ഫത്ഹാകാൻ പോകുന്ന നേരത്ത് മക്കയെ കീഴടക്കാൻ പോകുന്ന ആ എക്സ്പെഡിഷൻ അല്ലാഹുവിന്റെ റസൂൽ നടത്താൻ പോകുമ്പോ സ്വഹാബികളോടൊക്കെ പറഞ്ഞു, ആരോടും പറയരുത്, മക്കക്കാരോട് പറഞ്ഞു പോവരുത് എന്താണ് നമ്മുടെ ലക്ഷ്യമെന്ന്. കാരണം മക്കക്കാർ മുസ്ലിമീങ്ങൾക്കെതിരായി, മുസ്ലിമീങ്ങളുടെ കരാറിനെതിരായി പ്രവർത്തിച്ചവരാണ്. മുസ്ലിമീങ്ങളുടെ പക്ഷം ചേർന്നിരുന്ന ബനു ഖുസാഅ എന്ന ഗോത്രക്കാരെ, മക്കയിലെ തന്നെ ഖുറൈശികളുടെ പക്ഷം ചേർന്നിരുന്ന ബനു ബക്കർ ഗോത്രക്കാർ രാത്രിക്ക് രാത്രി കൂട്ടമായ കൊല ചെയ്തവരാണ് മുസ്ലിമീങ്ങളുടെ ആളുകളെ. അതിന് പകരം ബ്ലഡ് മണി കൊടുക്കണമെന്ന് നബി പറഞ്ഞു. കൊടുക്കില്ല എന്ന് ഖുറൈശികൾ. ഹുദൈബിയ സന്ധി പൊളിഞ്ഞു എന്ന് പറഞ്ഞേക്കിൻ, അല്ലെങ്കിൽ ശത്രുക്കളോടുള്ള ഈ അക്രമം ചെയ്തവരോടുള്ള നിങ്ങളുടെ പിന്തുണ പിൻവലിക്കണമെന്ന് നബി പറഞ്ഞു. ഒന്നും ഞങ്ങൾക്ക് സ്വീകാര്യമല്ല, ഞങ്ങൾ ഹുദൈബിയ സന്ധി പൊളിഞ്ഞതായി പ്രഖ്യാപിക്കുന്നു എന്ന് അബൂ സുഫിയാൻ എന്നവരെന്ന് പറഞ്ഞപ്പോഴാണ് മക്കയിലേക്ക് കടന്നു പോകുന്നത് റസൂലുള്ളാഹി തങ്ങൾ. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ ഓൾ ടെസ്റ്റ്മെന്റിന്റെ വാക്കുകൾ. ഹി കെയിം വിത്ത് 10,000 ഓഫ് സെയിന്റ്സ് 10,000 വിശുദ്ധന്മാരോടുകൂടെ മക്കയിലേക്ക് കടന്നു വരുന്ന. മക്ക എന്ന് പറഞ്ഞില്ല മൂസ നബി അലൈഹി സ്വലാം. ഹി കെയിം വിത്ത് 10,000 ഓഫ് സെയിന്റ്സ് 10,000 സന്യാസിമാർ. സെയിന്റുമാർ എന്ന് പറഞ്ഞാൽ എന്താ? ദൈവഭയമുള്ള ആളുകളോടുകൂടെ ആ നബി കടന്നു വരും. അങ്ങനത്തെ ഒരു നബി വരാനുണ്ട്. പാറാനിൽ വരുന്ന നബി, പാറാനിൽ വരുന്ന നബി. ഫിർവാദിയെ പാറാങ്കെ ഹർ സർറെ കോ ചംകാ ദേ, ഫിർ സൗഖ് തഖാസാ ദേ, ഫിർ ശൗഖ് തമാശാ ദേ. या रब दिले मुस्लिम को वो जिंदा तमन्ना दे, जो कल्ब को गरमा दे और रूह को तड़पा दे. महरूम तमाशा को फिर दीदे बीना दे, देखा है जो कुछ मैंने औरों को भी दिखला दे. പാറാനിൽ ജനിച്ചു വരുന്ന ആ നബി 10,000 പരിശുദ്ധാത്മാക്കളോടുകൂടെ കടന്നു വരും. ചരിത്രം നോക്കിയാൽ മദീനയിൽ നിന്ന് മക്കയിലേക്ക് പോകുന്ന സ്വഹാബത്തിന്റെ എണ്ണം 10,000 കൃത്യമായിരുന്നു. 10,000 കൃത്യം. ഈ വാക്ക് പറഞ്ഞത് നബി വരുന്നതിന്റെ 3000 കൊല്ലം മുമ്പ്. നബി വരുന്നതിന്റെ 3000 കൊല്ലങ്ങൾക്ക് മുമ്പ് മൂസ നബിയുടെ ജിഹ്വയിലൂടെ ഇസ്രായേൽ സന്തതികളോട് പറഞ്ഞു കൊടുക്കാൻ അല്ലാഹു പറഞ്ഞത് 10,000 പരിശുദ്ധാത്മാക്കളോടുകൂടെ കടന്നു വരുന്ന പ്രവാചകർ. ആ 10,000 എന്ന എണ്ണം മനസ്സിലാക്കണമെങ്കിൽ മദീനയിൽ നിന്ന് മക്കയിലേക്ക് മക്കയുടെ ഫത്ഹ് സമയത്ത് മാർച്ച് ചെയ്ത സ്വഹാബികളുടെ എണ്ണം 10,000. ആരോടും നബി പറഞ്ഞില്ല. വളരെ അടുത്ത അനുചരന്മാരല്ലാതെ മറ്റാരും ഇതറിയില്ല. അപ്പോഴാണ് മദീനയിൽ നിന്ന് മക്കയിലേക്ക് ഒരു കത്ത് പോകുന്നത്. മദീനയിൽ നിന്ന് മക്കയിലേക്ക് ഒരു കത്ത് പോകുന്നുണ്ട്. ഒരു മുസ്ലിമായ മനുഷ്യൻ മക്കക്കാരോട് ചോർത്തി കൊടുക്കുകയാണ് രഹസ്യം.
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മുസ്ലിമീങ്ങളും നിങ്ങൾ ആക്രമിക്കാൻ വരുന്നുണ്ടെന്ന് മക്കക്കാരോട് രഹസ്യമായി പറഞ്ഞു കൊടുക്കാൻ പോകുന്നു. ആ കത്ത് കൊടുത്തയച്ചത് ഹാതിബ് ഇബ്നു അബീ ബൽതഅ റളിയല്ലാഹു അൻഹു. കത്ത് കൊടുത്തയച്ചതോ സാറ എന്ന പേരുള്ള മക്കക്കാരുടെ ഒരു അടിമപ്പെണ്ണിന്റെ കയ്യിൽ. അവൾ മദീനയിലേക്ക് വരികയും മദീനക്കാരോട് കുറച്ചൽപ്പം സഹായം വാങ്ങുകയും ചെയ്ത് മക്കായിലേക്ക് പോകുമ്പോൾ സാറയുടെ മുടിക്കെട്ടിന്റെ ഉള്ളിൽ കത്ത് ചുരുട്ടി വെച്ചു. ഇത് മക്കക്കാർക്ക് കൊടുക്കണമെന്ന് ഹാതിബ് റളിയല്ലാഹു അൻഹു. കത്തിന്റെ ഉള്ളടക്കം മുഹമ്മദ് നബിയും അനുയായികളും വൈകാതെ തന്നെ മക്കയെ കീഴടക്കാൻ വരുന്നുണ്ട്. ചുരുട്ടിപ്പിടിച്ച കത്ത് മരുഭൂമിയിലൂടെ ഒറ്റക്ക് ഒട്ടകപ്പുറത്ത് പോകുന്ന പെണ്ണിന്റെ മുടിക്കെട്ടിലുണ്ടെന്ന് 7 ആകാശങ്ങൾക്കപ്പുറത്ത് നിന്ന് വഹി വരുന്നു. അഷ്റഫുൽ ഖൽഖിന് നബിയേ, മരുഭൂമിയിലൂടെ പോകുന്ന സാറ എന്ന മക്കക്കാരി പെണ്ണിനെ പിടിക്കണം. അവരുടെ കയ്യിൽ കത്തുണ്ട് നബിയേ. അത് മക്കക്കാരറിഞ്ഞാൽ അങ്ങയുടെ പ്ലാൻ പൊളിയും നബിയേ. അല്ലാഹുവിന്റെ റസൂൽ അലി എന്നവരെ വിളിച്ചു, അലിയേ വേഗം പോണം. മക്കയിലേക്ക് ഒരു പെണ്ണ് പോകുന്നുണ്ട് മദീനയിൽ നിന്ന്, അവളെ പിടിക്കണം. അവളുടെ കയ്യിലൊരു കത്തുണ്ട്, അത് തരാൻ പറയണം. പുറപ്പെട്ടു അലി റളിയല്ലാഹു അൻഹു. കൂടെയുണ്ട് മറ്റൊരു സ്വഹാബിയും. അവർ ചെന്നു, അവളെ സ്റ്റോപ്പ് ചെയ്തു മരുഭൂമിയിൽ. അവൾ ചോദിച്ചു, എന്താ പ്രശ്നം? നീ കത്തെടുക്കുന്നത് പറഞ്ഞു. എന്ത് കത്ത്? അങ്ങനെ സംഗതിയേ ഇല്ല. പെണ്ണുങ്ങൾ അങ്ങനെയൊക്കെ ചില മണ്ടത്തരം പറയാൻ ഉള്ളത് കുറച്ചൊക്കെ നിഷേധിക്കണേ തിരക്കില്ല. ഇല്ലേ ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങനെ ഇതൊക്കെ തിരുത്ത? ഇല്ലേ, അങ്ങനെ ഒരു സംഗതി എന്റെ കയ്യിലില്ല എന്ന് പറഞ്ഞു. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, പെണ്ണേ കത്തെടുക്ക്, നിന്റെ കയ്യിൽ തന്ന കത്തെടുക്ക്. നിന്റെ കയ്യിലില്ല. നിന്റെ സർവമാന സാമഗ്രികളും താഴെ ഇറക്ക്. ബാഗുകളൊക്കെ ചെക്ക് ചെയ്തു, അതിലില്ല. എന്നിട്ട് പറഞ്ഞു, പെണ്ണേ നിന്റെ കയ്യിൽ കത്തുണ്ട് എന്ന് പറഞ്ഞത് 7 ആകാശങ്ങൾക്കപ്പുറത്തുനിന്ന് വഹി വരുന്ന മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. നബി കളവ് പറയില്ല മോളെ. നിന്റെ വസ്ത്രങ്ങൾ ഒന്നൊന്നായി മാറ്റിവെച്ചാൽ പോലും ഈ കത്ത് കിട്ടാതെ ഞങ്ങൾ തിരിച്ചു പോകില്ല എന്ന് പറഞ്ഞപ്പോ അവളുടെ മുടിക്കെട്ടിന്റെ ഉള്ളിൽ നിന്നും കത്ത് കൊടുത്തു. ആ കത്തുമായി ഓടുകയാണ് അലി റളിയല്ലാഹു അൻഹു. നബിയെ അത് കിട്ടിയിട്ടുണ്ട്. കത്ത് നോക്കുമ്പോൾ മിൻ ഹാതിബ് ഇബ്നു അബീ ബൽതഅ, മക്കക്കാരോട് പറയുന്നത്. നബി വിളിച്ചു, ഹാതിബ് എവിടെ? ഹാതിബ് റളിയല്ലാഹു അൻഹു വിറങ്ങലിച്ചുകൊണ്ട് വരുന്നുണ്ട്, പേടിച്ചു വരുന്നുണ്ട്. ഒരു യുദ്ധത്തിന്റെ രഹസ്യത്തിലപ്പുറം ഒരു ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ രഹസ്യമാണ് ഈ ചോർന്നു പോകുന്നത്. ലോകത്തിന്റെ റഹ്മത്ത്, കാരുണ്യവാനായ ഹബീബിന്റെ പ്രതികരണം എന്താണെന്ന് മനസ്സിലാക്കണം മുസ്ലിമീങ്ങൾ. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ വദകറല്ലാഹ കസീറാ. ഈ നബിയിൽ നമുക്ക് മാതൃകയുണ്ടല്ലോ. ഈ നബിയിലല്ലേ നമുക്ക് മാതൃകയുള്ളത്. ഹാതിബേ മാ ഹമലക അലാ മാ ഫഅൽത. ഹാതിബേ, നിങ്ങൾ ഈ പണി ചെയ്യാൻ കാരണം എന്താണ്? ഹാതിബേ, യാ റസൂലല്ലാഹ് മാ കഫർതു മുൻദു ആമൻതു. നബിയേ, ഞാൻ മുസ്ലിമായതിന്റെ ശേഷം ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയിട്ടില്ല നബിയേ. ഞാനിത് ചെയ്യാൻ കാരണം മറ്റൊന്നുമല്ല. മക്കയിൽ ഒരു യുദ്ധം നടന്നാൽ എന്റെ ഭാര്യയും മക്കളും അവിടെയുണ്ട് നബിയേ. എനിക്ക് കുടുംബക്കാരും എന്റെ മക്കളെ സംരക്ഷിക്കാനില്ല. എങ്ങാനും ഒരു യുദ്ധം നടന്നാൽ എന്റെ കുടുംബത്തിന് ഒരു അപകടവും സംഭവിക്കാതെ മക്കക്കാരോട് ഒരു കരുണ തോന്നാൻ, മക്കക്കാർ എന്റെ കുടുംബത്തോട് കരുണ കാണിക്കാൻ വേണ്ടി ചെയ്ത പണിയാണ് നബിയേ. മാപ്പ് തരണം നബിയേ, മാപ്പ് തരണം. സ്വഹാബികൾ ഒരുപാട് ആളുകൾ എഴുന്നേറ്റ് ചോദിച്ചു, നബിയേ അവലാ നഖ്തുലു ഹാദൽ മുനാഫിഖ, ഈ മുനാഫിഖായ ആളെ ഞങ്ങൾ കൊല്ലട്ടെയോ നബിയേ? റഹ്മത്തുൽ ലിൽ ആലമീൻ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. ലോകത്തിന് കരുണയായിട്ടാണ് നബിയേ അങ്ങയെ ഞാൻ നിയോഗിച്ചത് എന്ന് പറയുന്ന അല്ലാഹുവിന്റെ റസൂൽ. യാ ഉമർ, ഉമറേ ഹാതിബിനെ കൊല്ലുകയോ? ചെയ്യാൻ പാടില്ല.
ലഅല്ലല്ലാഹ തആല അലാ അഹ്ലി ബദരിൻ ഫഖാൽ ഇഅ്മലൂ മാ ശിഅ്തും ഫഇന്നീ ഗഫർതു ലക്കും. ബദർ യുദ്ധത്തിലേക്ക് വന്ന സ്വഹാബിയല്ലയോ ഹാത്തിബ് ഇബ്നു അബീ ബൽതഅ? ഹാത്തിബ് റളിയല്ലാഹു അൻഹു ബദരിയല്ലേ? ബദരീങ്ങളുടെ പുണ്യം എത്രയാണ് ഉമറേ? ലഅല്ലല്ലാഹ തആല അലാ അഹ്ലി ബദരിൻ, അല്ലാഹു ബദറിൽ ചെന്ന സ്വഹാബികളോട് അല്ലാഹു പറഞ്ഞിരിക്കണം, യഅമലൂ മാ ശിഅ്തും, നിങ്ങൾ എനിക്ക് വേണ്ടി ബദറിൽ ഇറങ്ങിയവരല്ലയോ, എന്റെ റസൂലിനെ സംരക്ഷിക്കാൻ ബദറിലേക്ക് വന്നവരല്ലേ, ഇനി നിങ്ങൾ എന്ത് തെറ്റ് ചെയ്താലും ഞാൻ നിങ്ങൾക്ക് മാപ്പ് തന്നു എന്ന് അല്ലാഹു ബദരീങ്ങളോട് പറഞ്ഞിരിക്കണം. ഹാത്തിബിനെ ഒന്നും ചെയ്യണ്ട എന്ന് പൊതുമാപ്പ് കൊടുക്കുന്ന പോലെ അതിഗുരുതരമായ തെറ്റ് ചെയ്തപ്പോ അല്ലാഹുവിന്റെ റസൂലാണ് ബദരിയായ ഒരു സ്വഹാബി, അല്ലാഹു പുറത്തു കൊടുക്കില്ല ഉമറേ, മാപ്പ് ചെയ്തു കൊടുക്കാം നമുക്കെന്ന് പറഞ്ഞ് മാപ്പ് ചെയ്ത് സമാധാനം പഠിപ്പിക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മനുഷ്യൻ ഒരു തെറ്റ് ചെയ്യുമ്പോഴേക്കും ആ മനുഷ്യൻ ചെയ്ത സർവ്വ നന്മകളും മറന്നു പോകുന്ന കൂട്ടുകാരെ, സ്വന്തം ഭാര്യ എമ്പാടും ഉപകാരം ചെയ്ത് ഒരുപാട് സേവനം ചെയ്ത് തളർന്ന അവശയായി വീട് നോക്കി വന്ന പെണ്ണ് ഏതെങ്കിലും ഒരു തെറ്റ് ചെയ്യുമ്പോൾ അവൾ ഇറക്കി വിടുന്ന ചെറുപ്പക്കാരാ, അല്ലാഹും നീയും അറിയുന്ന ആയിരക്കണക്കിന് തിന്മകൾ നീ ചെയ്തുകൊണ്ടിരിക്കെ അല്ലാഹു നിനക്ക് മാപ്പ് തരികയും മറ്റുള്ളവർ എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോഴേക്കും എല്ലാ നന്മകളും മറന്നു കളയുന്ന സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ ഇത്രയും ഗുരുതരമായ ഒരു കുറ്റം ഹാത്തിബ് ഇബ്നു അബീ ബൽതഅ റളിയല്ലാഹു അൻഹു ചെയ്തപ്പോ ആ മഹാനായ സ്വഹാബിയുടെ നന്മയാണ് നബി നോക്കുന്നത്, നന്മയാണ് നോക്കുന്നത്. തിന്മ നോക്കുമ്പോഴും നന്മ നോക്കുമ്പോഴും നന്മയല്ലേ കൂടുതൽ, മാപ്പല്ലേ ചെയ്തു കൊടുക്കേണ്ടത്. അഫ്ശുസ്സലാം, ഇത് നമുക്ക് പാഠമാണ്, നമുക്കിത് പാഠമാണ്. ഒരു തെറ്റ് ചെയ്യുമ്പോഴേക്കും പിരിച്ചുവിടുക, ഒരു തെറ്റ് ചെയ്യുമ്പോഴേക്കും നമ്മളങ്ങ് എതിർക്കുക, ഒരു തെറ്റാകുമ്പോഴേക്കും ആളെ അങ്ങ് ഇല്ലാതാക്കുക. ഹാത്തിബ് ഇബ്നു അബീ ബൽതഅ റളിയല്ലാഹു തആല അൻഹുവിന് മാപ്പ് കൊടുത്തില്ലേ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? നമ്മുടെ കൂട്ടുജീവിതത്തിൽ, നമ്മുടെ വീടുകളിൽ, നമ്മുടെ മഹല്ലുകളിൽ, നമ്മുടെ സംസ്കാരത്തിൽ, നമ്മുടെ സാമൂഹിക ജീവിതത്തിലെല്ലാം മാതൃകയാക്കാൻ മദീനക്കാരോട് ആദ്യമായി പറഞ്ഞ വാക്യതായിരുന്നുവല്ലോ, അഫ്ശുസ്സലാം, സമാധാനം പ്രചരിപ്പിക്കണമേ, സമാധാനം പ്രചരിപ്പിക്കണേ. രണ്ടാമത്തെ എന്തായിരുന്നു? ഭക്ഷണം നൽകുവിൻ. 3 കുടുംബബന്ധം ചേർക്കുവിൻ. സ്വിലുൽ അർഹാം. 4-ാമത്തേത് സ്വല്ലൂ ബില്ലൈലി വന്നാസു നിയാം, ജനങ്ങളൊക്കെ കിടന്നുറങ്ങുമ്പോൾ നിങ്ങൾ എഴുന്നേറ്റ് നിസ്കരിക്കണമേ. അഫ്ശുസ്സലാം, സമാധാനം പ്രചരിപ്പിക്കണമേ. സമാധാനം പ്രചരിപ്പിക്കാൻ നമ്മളെ കൊണ്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു എളുപ്പ വഴിയുണ്ട്. എന്താണെന്നറിയോ? പുഞ്ചിരിക്കുക. പുഞ്ചിരിക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ സംഗതിയാണോ? ഓരോ സെക്കൻഡിലും സദഖയുടെ കൂലി കിട്ടുന്ന, ഓരോ സദഖയിലും. അതുകൊണ്ട് ചിരിക്കാത്ത വാപ്പാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മോശപ്പെട്ട വാപ്പമാരാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന മിൻ ശർരി റിജാലിക്കും, നിങ്ങളിലെ പുരുഷന്മാരിൽ ഏറ്റവും മോശപ്പെട്ടവരാണ് മൻ ഇദാ ദഖലൽ ബൈത, വീട്ടിലേക്ക് അയാൾ കടന്നു വന്നാൽ ഹസിനത്ത് സൗജതുഹു, അയാളുടെ ഭാര്യയ്ക്ക് പിന്നെ സങ്കടം തുടങ്ങും. വഹറബ ഔലാദുഹു, അയാളുടെ മക്കളെല്ലാം വീട്ടിൽ നിന്ന് പുറത്തേക്കോടും. ആ മനുഷ്യൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ ഫരിഹത്ത് സൗജതുഹു, ഭാര്യയ്ക്ക് സന്തോഷമായി. വദഖല ഔലാദുഹു, വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിയ മക്കൾ വാപ്പ പോയി എന്ന് കണ്ടാൽ വീട്ടിലേക്ക് തിരിച്ചു വരും. അങ്ങനത്തെ വാപ്പമാർ ഇന്ന മിൻ ശർരി റിജാലിക്കും, നിങ്ങളുടെ ആണുങ്ങളിൽ ഏറ്റവും മോശപ്പെട്ടവരാണ് എന്ന് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട് റസൂലുള്ളാഹി. അതിലൊന്നും വിട്ടുപോണ്ടേ. അപ്പൊ വന്നാ പിന്നെ ഇവിടെ ഫതഹാണ്, ഇവിടെ യുദ്ധാണ്, ബദറാണ്, ഉഹദാണെന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ടാവും ചിലപ്പോൾ. അങ്ങനെ എല്ലാവരും ഇന്നത്തെ രാത്രിയോടുകൂടെ നന്നായിക്കൂടെ? ഇന്ന് പേരിലെത്തണവരെ ആലോചിക്കാൻ സമയമുണ്ട്. ഈ 2 പേര് ഭാര്യയും ഭർത്താവും കേട്ടുകണമെങ്കിൽ 2 കുഴപ്പമുണ്ടാവും. ഇത് കേട്ടില്ല, എന്നെ പറ്റിയാണ് പറഞ്ഞത് അല്ലേ? ഒരാൾ ഇവിടുന്ന് അങ്ങോട്ട്, മറ്റാൾ എന്നെ പറ്റിയാണ് പറഞ്ഞത്. നമ്മൾ ഓരോരുത്തരെ പറ്റിയാണ് ഈ പറയണത്. അഫ്ശുസ്സലാം, സമാധാനം പ്രചരിപ്പിക്കണേ എന്ന വാക്കിന്റെ അർത്ഥം നിങ്ങൾ പുഞ്ചിരി തൂകണേ എന്നാണ്.
വതബസ്സുമുക ഫീ വജ്ഹി അഖീക ലക സദഖ. നിന്റെ കൂട്ടുകാരനോട്, ഒരു സഹോദരൻ തന്റെ സഹോദരനോട്, ഒരു സഹോദരി തന്റെ കൂട്ടുകാരിയോട് പുഞ്ചിരിക്കുന്നത് സ്വതക്കയാണ്. ഞാൻ അങ്ങനെ തന്നെ പറയാം. അല്ലെങ്കിൽ ചെറുപ്പക്കാരെ നാളെ മുതലേ ഓരോ സ്നേഹിതന്മാരോടും സ്നേഹിതകളോടും പിന്നെ അതീത കിട്ടാൻ കാത്തൊക്കെ കയറാം. ആ സ്ഥാനം വേറെ തന്നെ കേൾക്കാൻ നല്ലത്. നമ്മളെ ലവ് അഫെയറൊക്കെ ഈ പോക്ക് പോയാൽ പിടുത്തം കിട്ടൂലല്ലോ എന്ന് എപ്പോഴും ചിരി. അതല്ലട്ടോ ഈ പറഞ്ഞത്. പുരുഷന്മാർ മുഅ്മിനീങ്ങളോട്, മുഅ്മിനാത്തുകളോട് അങ്ങനെ പറ്റുള്ളൂ. എല്ലാത്തോടും ചിരിക്കാനും പോണ്ട, സലാം പറയാനും പോണ്ട. അന്യ പെണ്ണുങ്ങളോട് സലാം വരെ പറയാൻ പാടില്ല അല്ലേ. ഏറ്റവും കൂടുതൽ സങ്കടം അനുഭവിച്ചിരുന്ന നബിയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയോളം സങ്കടം അനുഭവിച്ച ഒരാളും ലോകത്ത് കടന്നുപോയിട്ടില്ലെന്നാണ് ചരിത്രം. ലോകത്ത് നബിയെപ്പോലെ സങ്കടപ്പെട്ട ഒരാൾ കഴിഞ്ഞു പോയിട്ടില്ല. എന്നിട്ട് നബിയെ സംബന്ധിച്ച് ശമാഇൽ തുർമുദി പറയുന്നത് ഖാന ദായിമൽ ബിശ്രി, എപ്പോഴും മുഖത്ത് പുഞ്ചിരിയുള്ള ആളായിരുന്നു മുഹമ്മദ് റസൂലുള്ളാഹി. എപ്പോഴും പുഞ്ചിരിയായിരിക്കും. ഈ പള്ളിയിൽ ഉസ്താദുമാരൊക്കെ അങ്ങനെ ആവണം എന്നാണ്. പണ്ടൊക്കെ ഇനി വലിയ ഗൗരവത്തിലൊക്കെ നിന്നാൽ ഇപ്പൊ ചിരിക്കാഞ്ഞാൽ ആളെ കിട്ടൂല പള്ളിക്ക്. ഉസ്താദിനെ അള്ളാനെ പഠിച്ചിട്ട് തന്നെ വരുന്നില്ല ചിലർ പള്ളിക്ക്. പഠിച്ചവനെ പഠിച്ചിട്ട് പള്ളിക്ക് വരാത്തവരുണ്ട്. അള്ളാനെ പേടിയാണ്. ഉസ്താദിനെ പഠിച്ച് വരാന്നാലോ. സുബ്ഹാനല്ലാഹ്. അഫ്ശുസ്സലാം, നിങ്ങൾ സമാധാനം പ്രചരിപ്പിക്കേണ്ടവരാണ്. കാന ദായിമൽ ബിശ്രി, എപ്പോഴും മുഖത്ത് പുഞ്ചിരി ഉണ്ടായിരുന്നു റസൂലുള്ളാഹി തങ്ങൾക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ ഒറ്റക്കിരിക്കുകയാണെങ്കിൽ ഖാന ദായിമൽ അഹ്സാൻ, ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ടിരുന്നിരുന്നു നബി തങ്ങൾ. ഒറ്റക്കിരിക്കുകയാണെങ്കിൽ ഖിന്നരായി ദുഃഖിതരായി കാണുമായിരുന്നു നബിയെ. ആളുകളുടെ മുമ്പിലേക്ക് ഇറങ്ങിയാൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും വലിയ മുഖത്ത് പുഞ്ചിരിയുള്ളവരായിരുന്നു. ദായിമൽ ബിശ്രി, മുഖത്തെ ആ ഒരു ചിരിയും നബിയുടെ മുഖത്തെ ബ്രൈറ്റ്നെസ് എപ്പോഴും നബി കീപ്പ് ചെയ്യുമായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബിനെ പോലെ സങ്കടപ്പെട്ടവരുണ്ടോ? സങ്കടം അനുഭവിച്ചവരുണ്ടോ? 7 മക്കളിൽ 6 പ്രിയപ്പെട്ട മക്കളും വാപ്പ ജീവിച്ചിരിക്കെ മരിക്കുകയും ആ മക്കളെ സ്വന്തം കൈകൊണ്ട് കഫംപുടയിൽ ഖബറിലേക്ക് വെക്കുകയും ചെയ്ത വാപ്പയാണ് മുഹമ്മദ് റസൂലുള്ളാഹി. അങ്ങനെ ഒരു വാപ്പ ഉണ്ടോ? ഏതെങ്കിലും ഒരു വാപ്പാക്ക് സ്വന്തം മക്കളിൽ 7 മക്കളിൽ 6 മക്കളെയും താൻ ജീവിച്ചിരിക്കെ മറവ് ചെയ്യേണ്ട അവസ്ഥ വന്നിട്ടുണ്ടോ? നബിയുടെ പൊന്നുമോൻ ഖാസിം എന്നവരും അബ്ദുള്ള എന്നവരും, നബിയുടെ പെൺമക്കൾ സൈനബ് റളിയല്ലാഹു അൻഹ, ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹ, റുഖിയ റളിയല്ലാഹു അൻഹ, ഇവരൊക്കെ നബി ജീവിച്ചിരിക്കെ മരിച്ചുപോയവരാണ്. ഇബ്രാഹിം എന്ന കുഞ്ഞും മാരിയത്തുൽ ഖിബ്തിയ ബീവിയുടെ മകൻ, നബിയുടെ മകൻ. ആകെ ബാക്കിയായത് ഫാത്തിമത്തു സഹ്റാ റളിയല്ലാഹു അൻഹയാണ്. ഫാത്തിമ ബീവിയോ 24 വയസ്സായപ്പോഴേക്കും വാപ്പ മരിച്ച് 6ാമത്തെ മാസം വഫാത്തായ മഹദിയാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ. ഇനി 6 മക്കൾ മരിച്ച വാപ്പയുണ്ടായിരിക്കാം. പക്ഷെ ആ വാപ്പ യതീമായിട്ട് ജനിച്ച വാപ്പയാണോ? നബി ജനിച്ചത് യതീമായിട്ടല്ലേ. സ്വന്തം ഉപ്പയെ, പ്രിയപ്പെട്ട ഉപ്പയെ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിനെ കാണാൻ പറ്റിയിട്ടില്ലല്ലോ. വഖുർ റബ്ബി ഇർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ, പടച്ചവനെ എന്നെ ചെറുപ്പത്തിൽ വളർത്തിയതുപോലെ എൻ്റെ ഉമ്മാക്കും വാപ്പാക്കും റഹ്മത്ത് ചെയ്യണേ എന്ന് പ്രാർത്ഥിക്കാൻ അല്ലാഹു പറഞ്ഞപ്പോ അഷ്റഫുൽ ഖൽഖിന്റെ വാപ്പയെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ഉപ്പാക്ക് വേണ്ടി ഹബീബ് ദുആ ചെയ്യുമായിരുന്നു. ഇബ്രാഹിം എന്ന കുഞ്ഞ് മരിക്കാൻ പോകുമ്പോ ഹബീബിന്റെ മടിയിൽ കിടന്നിങ്ങനെ പിടയുമ്പോ മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബികളുണ്ട് അവിടെ. ആ കുഞ്ഞിന്റെ റൂഹ് ഇങ്ങനെ പോകുമ്പോ അവര് പറഞ്ഞു, യാ റസൂലല്ലാഹ്, കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ വരുമ്പോ വഅൻത യാ റസൂലല്ലാഹ്, നബിയേ അങ്ങും കരയുമോ? നബിയേ അങ്ങ് പറഞ്ഞിട്ടില്ലേ ഞങ്ങളോട് കരയരുതെന്ന്? കണ്ണുനീരിങ്ങനെ വന്നു. നബി തങ്ങൾ പറഞ്ഞു, നിങ്ങളോട് ചെയ്യരുത് എന്ന് ഞാൻ പറഞ്ഞത് ഇതല്ല സഅദേ,
വൽ ഐനു തദ്മഉ, കണ്ണിന്ന് കണ്ണുനീര് വരും. വൽ ഖൽബു യഹ്സനു, ഹൃദയത്തിന് സങ്കടം വരും. വലാ നഖൂലു ഇല്ലാ മാ യുർദി റബ്ബനാ, നമ്മുടെ റബ്ബിന് ഇഷ്ടപ്പെടുന്നതല്ലാതെ നമ്മൾ പറയില്ല സഅദേ. തിൽക റഹ്മ, ഇത് കാരുണ്യമാണ് സഅദേ. ജഅലഹല്ലാഹു ഫീ ഖുലൂബി ഇബാദിഹി, അല്ലാഹുവിന്റെ ആളുകൾക്ക് ഖൽബിന്റെ ഉള്ളിൽ അല്ലാഹു കൊടുക്കുന്ന കരുണയാണ് ഈ കണ്ണുനീരെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വാപ്പയല്ലേ നബി തങ്ങൾ, സങ്കടം തോന്നൂലേ മക്കൾ മരിച്ചു പോകുമ്പോ? അതിന് കുഴപ്പമില്ല, നെഞ്ചത്തടിച്ച് കരയരുത്. തേങ്ങി വിളിച്ച് മാറുകീറി വസ്ത്രം കീറിപ്പറിച്ച് അങ്ങനെ നിങ്ങൾ ചെയ്യരുതേ. അല്ലാഹുവേ, നീ എന്റെ കുഞ്ഞിനെ കൊണ്ടുപോയതിൽ എനിക്ക് സങ്കടമുണ്ടല്ലാ, ആ കുഞ്ഞിനെ എനിക്ക് സ്വർഗത്തിൽ കാണിച്ചു തരേണമേ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. പൊന്നുമക്കളുടെ വിയോഗത്തിൽ സങ്കടം തോന്നില്ലയോ? ഇന്നഹാ റഹ്മത്തുൻ ജഅലഹല്ലാഹു ഫീ ഖുലൂബി ഇബാദിഹി, അല്ലാഹുവിന്റെ ആളുകളുടെ മനസ്സിലേക്ക് അല്ലാഹു കൊടുക്കുന്ന കരുണയാണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ജീവിതത്തിന്റെ കടുത്ത കൈപ്പേറിയ അനുഭവങ്ങൾ, എത്രയോ സങ്കടപ്പെടുന്ന അനുഭവങ്ങൾ, സ്വസ്ഥമായി ജീവിക്കാൻ മദീനയിലേക്ക് വന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനയിലുള്ള 10 കൊല്ലത്തിനിടയിലാണ് 40-ലേറെ ചെറുതും വലുതുമായ യുദ്ധങ്ങൾ ഉണ്ടായത്. എപ്പോഴാ ഹബീബിനെ വിശ്രമിക്കാൻ നേരം കിട്ടിയത്? എന്നിട്ട് പോലും തമാശ പറയാൻ ഹബീബ് സമയം കണ്ടെത്തിയല്ലോ. ആയിഷ ബീവിയോട് ഒന്ന് ഓടി മത്സരിക്കാൻ സമയം കണ്ടെത്തിയില്ലേ നബി? 10 കൊല്ലത്തിനിടക്ക് 40 യുദ്ധം. ഓർത്തു നോക്കിൻ, എപ്പോഴാണ് ഹബീബിന് സ്വസ്ഥമായി ഉറങ്ങാൻ നേരം കിട്ടിയത്? മക്കയിലെ 13 വർഷമാണെങ്കിലോ കട്ടപ്പാടിന്റെ കാലം. എന്നിട്ടും കാന ദായിമൽ ബിശ്രി, മുഖത്ത് പുഞ്ചിരിയല്ലാതെ സ്വഹാബത്ത് മറ്റൊന്നും കണ്ടിട്ടില്ല. ഒറ്റക്കിരിക്കുമ്പോൾ നബി കാന ദായിമൽ അഹ്സാൻ, സങ്കടപ്പെട്ടിരിക്കും ഒറ്റക്കിരിക്കുമ്പോ. പൊന്നു ഹബീബ് ഒറ്റക്കിരിക്കുമ്പോ സങ്കടത്തിലാ. പക്ഷേ സ്വഹാബത്തിന്റെ മുമ്പിലേക്ക് വരുമ്പോൾ മുബീനു, വളരെ ശോഭയാർന്ന തെളിമയുള്ള പൂർണ്ണ ചന്ദ്രനിതാ വന്നിരിക്കുന്നു എന്ന് പറയുമാർ. അത്രക്ക് മുഖത്ത് തെളിവുണ്ടായിരുന്നു അഷ്റഫുൽ ഖൽഖിന്. എന്തേന്നറിയോ? നിങ്ങളുടെ മുഖത്തെ പുഞ്ചിരി നിങ്ങളുടെ പരിസരത്തുള്ള ആളുകൾക്ക് സമാധാനം നൽകും. അതുകൊണ്ട് അഫ്ശുസ്സലാം, സമാധാനം പ്രചരിപ്പിക്കണമേ, മുഖത്ത് പുഞ്ചിരി ഉണ്ടാകണമേ. വതബസ്സുമുക ഫീ വജ്ഹി അഖീക ലക സ്വദഖ, നിന്റെ കൂട്ടുകാരനോട് നീ പുഞ്ചിരിക്കുന്നത് നിനക്ക് സ്വദഖയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഫ്ശുസ്സലാം വഅത്ഇമുത് തുആം, ഭക്ഷണം കൊടുക്കണേ എന്നാണ് രണ്ടാമത്തെ വിവരം. ലോകത്തോട്, ലോക മുസ്ലിമീങ്ങളോട് മദീനയിലേക്ക് കടന്നു വന്ന അന്ന് നബിക്ക് പറയാനുള്ളത് 4 വിഷയങ്ങൾ. ഒന്ന്, സലാം പ്രചരിപ്പിക്കണേ, ശാന്തി പ്രചരിപ്പിക്കണേ, മുഖത്ത് പ്രസന്നതയുണ്ടാവേണമേ. രണ്ടാമത്തേത് അത്ഇമുത് തുആം, ഭക്ഷണം കൊടുക്കണേ. അതുകൊണ്ടാണ് റബീഉൽ അവ്വലിന്റെ ദിവസങ്ങളിൽ ഭക്ഷണം വിളമ്പി കൊടുക്കുന്നത്, ഭക്ഷണം നേർച്ചയാക്കുന്നത്. ഹബീബിനത് ഇഷ്ടമായിരുന്നു. 1400 വർഷങ്ങൾക്ക് മുമ്പ് മദീനയിലേക്ക് കടന്നു വന്നപ്പോ കാരുണ്യത്തിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്നത്തെ റബീഉൽ അവ്വലിൽ മദീനക്കാരോട് പറഞ്ഞത്, ഭക്ഷണം കൊടുക്കുവിൻ, പായസം കൊടുക്കുവിൻ, ഭക്ഷണം വിളമ്പി കൊടുക്കുവിൻ, കഞ്ഞി വെച്ച് കൊടുക്കുവിൻ, അന്നം കൊടുക്കുവിൻ, ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുവിൻ. അത്ഇമുത് തുആം, നബിയേ എനിക്ക് ഭക്ഷണം വേണം നബിയേ എന്ന് പറഞ്ഞ് നബിയുടെ മുമ്പിലേക്ക് വന്ന ഒരു യാചകൻ. ഭക്ഷണം കൊടുക്കാൻ ഒന്നുമില്ല നബിയുടെ മുമ്പിൽ, ഒന്നുമില്ല. തങ്ങൾക്ക് കൊടുക്കാൻ എന്തെങ്കിലും ഉണ്ടോ? തങ്ങളുടെ വീട്ടിലേക്കാണ് ആദ്യം കേസ് വരുന്നത്. തങ്ങൾ എടുക്കണം എന്തെങ്കിലും ഭക്ഷണം, അവിടുത്തെ വീട്ടിൽ ഒന്നുമില്ല. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ച സ്വഹാബികളെ, മൻ യസ്തളീഫു ഹാദ സായില, ഈ സാധുവായ മനുഷ്യനെ ആരാണ് ഇന്ന് അതിഥിയായി വീട്ടിലേക്ക് കൊണ്ടുപോവുക? ഇയാൾക്ക് ഇച്ചിരി ഭക്ഷണം കൊടുക്കണം. മിനിങ്ങളെ, നമ്മളൊക്കെ എത്രമാത്രം ഭക്ഷണം വിളമ്പി വെക്കുന്നവരാണ്, വീടുകളിൽ ഭക്ഷണം വെക്കുന്നവരാണ്.
അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ പരിശുദ്ധമായ ജീവിതത്തിൽ ഭക്ഷണത്തിന് പാകം ചെയ്യാൻ തീ കത്തിക്കപ്പെടാത്ത എത്രയോ മാസങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ടെന്ന് ആയിഷത്ത് റളിയല്ലാഹു അൻഹാ. പിന്നെ എന്തേ നിങ്ങൾ തിന്നത്? കുന്നാ നഈഷു അലൽ അസ്വദൈൻ, രണ്ട് കറുത്ത സാധനങ്ങൾ, തോൽപാത്രത്തിലെ വെള്ളവും കാരക്കയും. ഈ രണ്ട് സാധനമല്ലാതെ മറ്റൊന്നും ഞങ്ങൾ തിന്നുമായിരുന്നില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ കുടുംബത്തിന്റെ അവസ്ഥയാണത്. ഒന്നും കൊടുക്കാനില്ലെന്ന് കണ്ടപ്പോ ഒരു സ്വഹാബി പറഞ്ഞു, നബിയേ, ഇയാളെ ഞാൻ കൊണ്ടുപോകാം, നബിയേ, ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോകാം. ആ വിളിച്ചെടുത്ത സ്വഹാബി മഹാനായ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു വീട്ടിൽ ചെന്നു. ഭാര്യയോട് ചോദിച്ചു, എന്തെങ്കിലും ഭക്ഷണമുണ്ടോ? ഭക്ഷണോ? ആർക്ക്? നമുക്ക് അതിഥിയുണ്ട്. അല്ലാ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ വെച്ച കുറച്ച് ഭക്ഷണമുണ്ട്, അത് മതിയോ? അത് മതി, കുഞ്ഞുങ്ങളെ നീ ഉറക്ക്. എനിക്ക് ഭക്ഷണം വേണ്ട, കുഞ്ഞുങ്ങളെ നീ കിടത്തുറക്ക്. ആ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനുള്ള ഭക്ഷണം നമ്മുടെ അതിഥിക്ക് കൊടുക്കാം. 1400 കൊല്ലങ്ങൾക്കപ്പുറം കരണ്ടുകളില്ലാത്ത, എണ്ണയിൽ കത്തുന്ന വിളക്കില്ലാത്ത കാലത്തേക്കും തിരിച്ചു പോകണം. ഈ സ്വഹാബി പറഞ്ഞു, ഉമ്മു സുലൈം, ഞാനും എന്റെ അതിഥിയും ഭക്ഷണം കഴിക്കാൻ ഒരു പാത്രത്തിന്റെ മുമ്പിൽ ഇരുന്നാൽ നീ വിളക്കണക്കണം ഉമ്മു സുലൈം, വിളക്ക് നീ ഊതിക്കെടുത്തണം. അങ്ങനെ ഇരുട്ടായല്ലോ, അതിഥി അറിയരുത് എങ്ങനെയാണ് ഈ വിളക്കണഞ്ഞത് എന്ന്. ഇരുട്ടായി കഴിഞ്ഞാൽ ഞാൻ ആംഗ്യം കാണിച്ചു കൊള്ളാം, ഈ ഭക്ഷണം മുഴുവനും അതിഥി കഴിക്കണം. എന്തോ ഒരു സ്വഭാവം. من كان يؤمن بالله واليوم الآخر فليكرم ضيفه. അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വാസമുള്ള ആളുകൾ അതിഥികളെ മാന്യമായി സ്വീകരിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അന്ന് വിളക്കണഞ്ഞു, അതിഥി ഭക്ഷണം കഴിച്ചു, വയറ് നിറയെ കഴിച്ചു. വിളക്കില്ലാത്തത് കൊണ്ട് അതിഥി കണ്ടില്ല. തന്റെ വീട്ടുകാരൻ തന്റെ കൂടെ ഇരുന്ന് വെറുതെ ആംഗ്യം കാണിക്കുകയായിരുന്നു, ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന്. നേരം വെളുത്ത് പള്ളിയിലേക്ക് നിസ്കരിക്കാൻ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു കടന്നു വരുമ്പോ നബി തങ്ങൾ പറഞ്ഞു, യാ അബാ ത്വൽഹ, അല്ലയോ അബൂ ത്വൽഹ, ലഖദ് അജിബല്ലാഹു മിൻ സുനീഇകുമാ അൽ ബാരിഹ. ഇന്നലെ നിങ്ങൾ നിങ്ങളുടെ അതിഥിക്ക് വേണ്ടി ചെയ്തു കൂട്ടിയത്, അതിഥി ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളക്കണച്ചത് അല്ലാഹുവിന് ഇഷ്ടമായിട്ടുണ്ട് അബൂ ത്വൽഹ, അല്ലാഹുവിന് ഇഷ്ടമായിട്ടുണ്ട് അബൂ ത്വൽഹ. വഅത്ഇമുത് തആം, നിങ്ങൾ ഭക്ഷണം കൊടുക്കണമേ. ഔ ഇത്ആമും ഫീ യൗമിൻ ദീ മസ്ഗബ യതീമൻ ദാ മഖറബ ഔ മിസ്കീനൻ ദാ മത്രബ. ആർക്കാണ് ഭക്ഷണം കൊടുക്കേണ്ടത്? ഫക്കീറിന് കൊടുക്കണം, മിസ്കീന് കൊടുക്കണം, പാവപ്പെട്ട യതീമുകൾക്ക് കൊടുക്കണം, യാചിച്ചു വരുന്ന ആളുകൾക്ക് കൊടുക്കണം. അയൽവാസിയായ മനുഷ്യൻ, പട്ടിണി കിടക്കുന്ന ആ അയൽവാസി, ഹിന്ദുവാകട്ടെ ക്രിസ്ത്യനാവട്ടെ നിരീശ്വരവാദിയായ മനുഷ്യനാവട്ടെ, നിങ്ങൾക്ക് വയറു നിറച്ചുണ്ണാനുണ്ടെങ്കിൽ അതിലൊരൽപ്പം കൊടുത്ത് നിങ്ങൾ വയറു നിറക്കാതെ അയൽവാസിയായ മനുഷ്യനെ നോക്കണേ എന്ന് പറഞ്ഞ ഹബീബാണ് നമ്മുടെ റസൂൽ. ഈ റബീഉൽ അവ്വലിൽ ലോകത്തേക്ക് കടന്നു വന്ന മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മിസ്കീന് ഭക്ഷണം കൊടുക്കണേ എന്ന് പറഞ്ഞു. ഒരു കാര്യം സൂചിപ്പിക്കട്ടെ, ഫക്കീറും മിസ്കീനും തമ്മിൽ വ്യത്യാസമുണ്ട്. ഫക്കീർ എന്ന് പറഞ്ഞ പച്ചപ്പാവം, മിസ്കീൻ എന്ന് പറഞ്ഞാൽ കാഴ്ചയിൽ പാവമല്ല, പക്ഷേ ആള് കൊടിയ ദാരിദ്ര്യത്തിലാണ്, പ്രയാസത്തിലാണ്. ഖുർആൻ പറഞ്ഞിടത്തൊക്കെ ഉപയോഗിച്ച വാക്ക് മിസ്കീൻ എന്നാണ്. മിസ്കീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലികല്ലദീ യദ്ഉൽ യതീം ولا يحض على طعام المسكين فويل للمصلين الذين هم عن صلاتهم ساهون الذين هم يراءون ويمنعون الماعون ولا يحض على طعام المسكين. മിസ്കീനിന് ഭക്ഷണം കൊടുക്കാൻ അവർ പ്രേരിപ്പിക്കുകയില്ല.
മിസ്കീനും ഫഖീറും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പഠിച്ചെടുത്തത് സൂറത്തുൽ കഹ്ഫിൽ നിന്നാണ്. ഫഖീറും മിസ്കീനും തമ്മിൽ വ്യത്യാസമുണ്ട്. ഫഖീറിന് എല്ലാവരും കൊടുക്കും, മിസ്കീന് കൊടുക്കാൻ ആരുണ്ടാവില്ല. പാവപ്പെട്ടൊരു കുട്ടിയെന്ന് വിചാരിക്കുക, കെട്ടിക്കാൻ പ്രായമായ കുട്ടിയെ, വാപ്പ മരിച്ചിട്ടുണ്ട്, ഉമ്മ രോഗിയാണ്, എല്ലാവരും കൊടുത്ത് കൊടുത്ത് കല്യാണം കഴിഞ്ഞാൽ പിന്നെ 2 കുട്ടികളെ കെട്ടിക്കാനുള്ളത് ആ വീട്ടിൽ ബാക്കിയുണ്ടാവും. നേരെ മറിച്ച് മിസ്കീൻ അപ്പുറത്തൊരു ഒരു കുട്ടിയെ കെട്ടിച്ച് വിട്ട് വീട് പണയത്തിലോ കച്ചവടം ചെയ്തിട്ടോ വാടക പുരക്ക് കഴിയുന്നുണ്ടാവും. അഭിമാനം കൊണ്ട് ആരോടും പറയൂല തന്റെ അവസ്ഥ. നാട്ടുകാർക്കും ഒരു റിലീഫ് കമ്മിറ്റിക്കും അറിയൂല ഇവർ ഇത്ര കഷ്ടപ്പാടിലാണെന്ന്. അവരെ നിങ്ങൾ നോക്കണേ, അവർക്ക് നിങ്ങൾ ഭക്ഷണം കൊടുക്കണേ. ഇവരെ നോക്കാൻ ആളുണ്ടാവില്ല. ഗൾഫുകാരായ എത്രയോ ആളുകളുടെ കുടുംബം മിസ്കീന്മാരുടെ കുടുംബമായിരിക്കും. ആയത്ത് നോക്കി, എന്താണ് മിസ്കീൻ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അമ്മസ്സഫീനതു ഫകാനത് ലിമസാകീൻ അമ്മസ്സഫീനതു ഫകാനത് ലിമസാകീന യഅമലൂന ഫിൽ ബഹർ فأردت أن أعيبها وكان وراءهم ملك يأخذ كل سفينة غصبا. സൂറത്തുൽ കഹഫ് അല്ലേ? അമ്മസ്സഫീന, മൂസ നബി അലൈഹിസ്സലാം ഖിദ്ർ നബിയുടെ കൂടെ യാത്ര പോകുമ്പോൾ മൂസ നബി ആ കപ്പലിന്റെ പലക അടർത്തിയെടുത്തു. ഖിദ്ർ നബി ആദ്യമേ ഡിമാൻഡ് ഉണ്ട് മൂസ നബിയെ, ഞാൻ ചെയ്യുന്നത് ചോദിക്കരുത് കേട്ടോ. സതജിദുനി ഇൻഷാ അല്ലാഹു സാബിറ വലാ അഅസീ ലക അംറാ. ഞാൻ ഒന്നുമേ നിങ്ങൾക്കെതിരെ ചെയ്യൂല, ഞാൻ ക്ഷമിച്ചു കൂടിക്കൊള്ളാം എന്ന് പറഞ്ഞു മൂസ നബി അലൈഹിസ്സലാം. ക്ഷമിക്കാൻ പറ്റിയില്ല. കപ്പലിൽ ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാൻ നമ്മ അനുവദിച്ചിട്ട് കപ്പൽ പൊളിക്കുകയാണോ ഖിദ്ർ നബിയെ? 1, 2, 3 സംഭവം കഴിഞ്ഞു. ചരിത്രം ഞാൻ പറയല്ല. അമ്മസ്സഫീന, പിന്നെ കഥ പറഞ്ഞു കൊടുത്തു എന്തിനാ ഞാൻ ആ പൊളിച്ചത്. അമ്മസ്സഫീനതു, ആ കപ്പൽ ഫകാനത് ലിമസാകീൻ, മിസ്കീന്മാരുടെ കപ്പലായിരുന്നു. യഅമലൂന ഫിൽ ബഹ്രി, കപ്പൽ കടലിൽ ജോലി ചെയ്യുന്ന മിസ്കീന്മാർ. ഫഅറദ്തു അൻ നഈബഹാ, അത് കേടുവരുത്താൻ ഞാൻ ഉദ്ദേശിച്ചത് എന്തേന്നറിയോ? വകാന വറാഅഹും മലിക്, ഒരു രാജാവ് അവരെത്തിച്ചേരുന്ന തുറമുഖത്തെ കാത്തിരിപ്പുണ്ട്. യഖുദു കുല്ല സഫീനത്തിൻ ഗസ്ബാ, എല്ലാ നല്ല കപ്പലും പിടിച്ചെടുക്കും അയാൾ. അതുകൊണ്ട് ഈ പാവപ്പെട്ടവരുടെ കപ്പൽ നഷ്ടപ്പെടാതിരിക്കാൻ ഞാനൊന്ന് കേടുവരുത്തിയതാണ്. കപ്പൽ കാണുമ്പോ രാജാവ് ഇത് വേണ്ട പൊയ്ക്കോട്ടെ എന്ന് പറയാൻ, അത് ഈ പാവപ്പെട്ട മിസ്കീന്മാർക്ക് തിരിച്ചു കിട്ടാൻ. കപ്പലിന്റെ മുതലാളി മിസ്കീനായിരിക്കുന്നു. മിസ്കീനല്ലാത്ത മുതലാളി ഉണ്ടാവും. ആൾക്ക് 4 ബസ് ഉണ്ടല്ലോ എന്ന് കണ്ടു കാര്യമില്ല, ബസ് മുഴുവൻ ഓതുന്ന കടത്തിലായിരിക്കും. കടത്തിൽ മുങ്ങി നടക്കുന്ന ആൾക്കാരുണ്ടാവും. അവർ ഗൾഫുകാരായിരിക്കും ചിലപ്പോ. ചിലർ പറയും എന്താ പോർക്ക് എന്താ കുഴപ്പം, മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കണം എന്നാ ഖുർആൻ പറഞ്ഞു. വാക്കൊക്കെ മിസ്കീൻ. ഫക്കീർ എന്ന് പറയാൻ പറ്റും. ഫക്കീറിന് എല്ലാവരും കൊടുക്കും, ഫക്കീറിന് എല്ലാവർക്കും അറിയും ചെയ്യും. മിസ്കീൻ ആരോടും പറയൂല. ഒരുപാട് കടണ്ട്, എങ്ങനെയാ ഞാൻ യാചിക്കുക? പെണ്ണുങ്ങളോടും കുട്ടിയോടും പറയും, പിന്നെ ഈ പെരുന്നാക്ക് വസ്ത്രമൊന്നും ഇല്ലട്ടോ, നിങ്ങൾ പഴയത് കിട്ടി നടന്നോളേ, പൈസ ഇല്ല. കടം വാങ്ങി നടക്കുന്ന ആളുകളുണ്ടാവും. ജോലി നഷ്ടപ്പെട്ടിട്ട് മക്കളെ കെട്ടിച്ചയച്ചിട്ട്. എത്രയോ ആളുകൾ മക്കൾ ഗൾഫിലാന്ന് പറയും, 2 മക്കളും ഗൾഫിൽ ജോലി ഇല്ലാതെ ഇരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ ചെറിയ നിസ്സാര ശമ്പളത്തിന് ജോലി ചെയ്യുന്ന ആളുകളായിരിക്കും. ആൾക്കാർ അവർക്ക് എന്താ കുഴപ്പമില്ലല്ലോ, അവർക്ക് കൊടുക്കൊന്നും വേണ്ട. മിസ്കീന് ഭക്ഷണം കൊടുക്കണ്ട എന്ന് പറയുന്നവൻ അവിശ്വാസിയല്ലയോ നബിയേ? ശരിക്കും ശ്രദ്ധിക്കണം. റിലീഫ് പ്രവർത്തനം ചെയ്യുന്ന ആളുകൾ ഇങ്ങനെ അഭിമാനമുള്ള ആളുകൾ കാണും. മിസ്കീന്മാർ മുതലാളിമാരാണെന്നാണ് കണ്ടാൽ തോന്നുക. അവരുടെ വസ്ത്രം കണ്ടാൽ, അവരുടെ നടപ്പ് കണ്ടാൽ അഭിമാനമുള്ള ആളുകൾ. ഉള്ളിന്റെ ഉള്ളിൽ കഷ്ടപ്പെടുന്ന എരുതി ആരാരും അറിയരുത്, അഭിമാനം നഷ്ടപ്പെടരുത്, ആരാരോടും പരാതി പറയരുത്, ഞങ്ങൾ സുഖത്തിലാണെന്ന് വിചാരിച്ചോട്ടെ എന്ന് ചിന്തിക്കുന്ന ആളുകളുടെ അഭിമാനം നഷ്ടപ്പെടാത്ത രീതിയിൽ അവർക്ക് നിങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കണം. അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കണം. അവരെ ക്യൂല് നിർത്തരുത്, അവർക്കത് അഭിമാനത്തിന് ക്ഷതം വരും.
ഭക്ഷണം കൊടുക്കണേ എന്ന് പറഞ്ഞിടത്തൊക്കെ അള്ളാഹു മിസ്കീൻ എന്ന് പ്രയോഗിക്കുന്നത് കാഴ്ചയിൽ മുതലാളിയാണ്. ആള് ഫക്കീറിനെക്കാളും പ്രയാസത്തിലായി കാണും. നിങ്ങൾ അവരെ ശ്രദ്ധിക്കണം കേട്ടോ, അവരുടെ കാര്യം നോക്കണം കേട്ടോ. അവർക്കും മക്കളെ കെട്ടിക്കാനുണ്ട്, അവരുടെ വീട്ടിലും ആളുകളുണ്ട്, ഭക്ഷിക്കാൻ സാധനങ്ങളുണ്ടോ, ജോലി നഷ്ടപ്പെട്ടിട്ട് കാലമെമ്പാടും ആയി കാണും, ആശുപത്രിയിൽ കൊടുക്കാൻ കാശുണ്ടോ? സിലുൽ അർഹാം സ്വല്ലൂ ബില്ലൈലി വന്നാസു നിയാം. സിലുൽ അർഹാം, ആദ്യത്തേത് മദീനയിലേക്ക് കടന്നു വന്ന അന്നത്തെ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതുപോലുള്ള പരിശുദ്ധമായൊരു റബീഉൽ അവ്വലിൽ മദീനയിലേക്ക് കടന്നു വന്നപ്പോ അന്നാണ് അൻസ്വാരികൾ വീടുകൾ മുഴുവനും അലങ്കരിച്ചത്, അന്നാണ് അവർ ദഫ് മുട്ടിയത്, അന്നാണ് നബിക്ക് വേണ്ടി പുകഴ്ത്തി പാടിയത്. 200ഓളം വരുന്ന പാട്ടുകാർ, അള്ളാഹുവിന്റെ റസൂലിനെ പാടാനുള്ള പാട്ടുകാർ മദീനയിൽ ഉണ്ടായിട്ടുണ്ട്. അവരുടെ നേതാവാണ് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. അവർക്ക് പാടാൻ വേണ്ടി ഒരു മിമ്പർ മദീനത്തെ പള്ളിയിൽ ഉണ്ടായിരുന്നുവല്ലോ, ഹബീബിനെ പറ്റി പാടാൻ വേണ്ടി. അതാണ് മദീന. വഅജ്മലു മിൻക ലം തറ ഖത്തു ഐനി വഅഹ്സനു മിൻക ലം തലിദിൻ നിസാഉ ഖുലിഖത മുബറഅൻ മിൻ കുല്ലി ഐബിൻ كأنك قد خلقت كما تشاء وأجمل منك അങ്ങയേക്കാൾ സൗന്ദര്യമുള്ള ഒരാളെ ലം തറ ഖത്തു ഐനി, എന്റെ കണ്ണൊരിക്കലും കണ്ടിട്ടില്ല നബിയെ. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു നബിയെ കുറിച്ച് പാടിയതാണത്. വഅജ്മലു മിൻക ലം തറ ഖത്തു ഐനി, അങ്ങയേക്കാൾ സൗന്ദര്യമുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല നബിയെ. വഅഹ്സനു മിൻക ലം തലിദിൻ നിസാഉ, അങ്ങയേക്കാളും സൗന്ദര്യമുള്ള ഒരാളെ ഒരു പെണ്ണും പ്രസവിച്ചിട്ടില്ല നബിയെ. ഖുലിഖത മുബറഅൻ മിൻ കുല്ലി ഐബിൻ كأنك قد خلقت كما تشاء. യാതൊരു ന്യൂനതയുമില്ലാതെ അള്ളാഹു അങ്ങയെ പടച്ചത് കാണുമ്പോൾ അങ്ങ് എങ്ങനെയാണോ ജനിക്കാൻ ഇഷ്ടപ്പെട്ടത്, അങ്ങ് എങ്ങനെയാണോ ജനിക്കാൻ ഇഷ്ടപ്പെട്ടത് അങ്ങനെ അള്ളാഹു പറഞ്ഞയച്ച പോലെ എന്ന് നിബിതങ്ങളോട് പാട്ടുപാടിയ സ്വഹാബിയാണ് മദീനക്കാരനായ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹു. മദീനക്കാർ പാട്ടുപാടിയതാണ്. റബീഉൽ അവ്വൽ നമ്മുടെ മക്കൾ പാട്ടുപാടുന്നത്. ഹുബ്ബുൽ അൻസാരി ആയത്തുൽ ഈമാനി ഹുബ്ബുൽ അൻസാർ, ഈമാനിന്റെ അടയാളം അൻസ്വാരികളോട് സ്നേഹം വെക്കലാണ്. വആയത്തുൻ നിഫാഖി ബുഗ്ദുൽ അൻസ്വാർ, കപടവിശ്വാസത്തിന്റെ അടയാളം അൻസ്വാരികളോട് ദേഷ്യപ്പെടലാണ്, അവർ ചെയ്തത് ഇഷ്ടപ്പെടാതിരിക്കലാണ്. അൻസ്വാരികളോട് ഇഷ്ടം വെക്കൽ ഈമാനിന്റെ ഭാഗമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ പാട്ടുപാടി അന്നത്തെ നാളിലാണ് 4 കാര്യം നബി ചെയ്തത്. 4 വിഷയം നബി ചെയ്തിട്ടുണ്ട്. 4 വിഷയം പറയുകയും ചെയ്തു. ആ പറഞ്ഞത് മാത്രമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. നബി 4 കാര്യമാണ് ആദ്യമായി മദീനയിൽ ചെയ്തത്. ആദ്യമായി ചെയ്തത് പരിശുദ്ധമായ ഖുബാ പള്ളി എടുക്കുകയാണ്, മസ്ജിദ് ഖുബാ. രണ്ടാമത് ചെയ്തത് മുഹാജിറുകളെയും അൻസ്വാരികളെയും ഒരു പാവപ്പെട്ട ഒരാളെ മദീനയിലെ ഒരു മുതലാളി ഏറ്റെടുക്കണമെന്ന് പറഞ്ഞു. മൂന്നാമത് ചെയ്തത് അവിടെ തമ്മിൽ തള്ളിയിരുന്ന 2 കുടുംബങ്ങളുണ്ട്, ഔസും ഖസറജും, അവരെ യോജിപ്പിക്കുകയാണ്. നാലാമത് പറഞ്ഞത് അലൈക്കും ബിസ്സൂഖ്, ബിസിനസ് ചെയ്യണം, അങ്ങാടിയിലേക്ക് പോകണം, മാർക്കറ്റിലേക്ക് പോകണം. ലാ തദഉഹാ ലിൽ യഹൂദ്, ജൂതന്മാർക്ക് നിങ്ങൾ അങ്ങാടികൾ വിട്ടുകൊടുക്കരുത്. മുസ്ലിമീങ്ങൾ കച്ചവടം ചെയ്യണം, മുസ്ലിമീങ്ങളായ കച്ചവടക്കാർ വേണം. അവരുണ്ടാകുമ്പോൾ മയക്കുമരുന്നോട് വിൽക്കപ്പെടില്ല, അവരുണ്ടാകുമ്പോൾ മദ്യപാനം അവിടെ ഉണ്ടാകില്ല. മുസ്ലിമീങ്ങളായ കച്ചവടക്കാർ വഞ്ചന ചെയ്യില്ലല്ലോ. അതുകൊണ്ട് മുസ്ലിമീങ്ങളെ അങ്ങാടികളിൽ പോയി ബിസിനസ് ചെയ്യുവിൻ. പള്ളി ഉണ്ടാക്കുക, അല്ലാഹു നമ്മളും തമ്മിലുള്ള ബന്ധം ക്ലിയർ ചെയ്യുക. ബിസിനസ് ഉണ്ടാക്കുന്നത്, സാമ്പത്തികമായ ഭദ്രതയുണ്ടാകുന്നത്. മുഹാജിറുകളും അൻസ്വാരികളെയും നബി സ്വീകരിക്കാൻ പറഞ്ഞത്. അൻസ്വാരി ഓരോ മുതലാളിയും ഒരു പാവപ്പെട്ട സ്വഹാബിയെ, മുഹാജിറിനെ, മക്കയിൽ നിന്ന് വന്ന സ്വഹാബിയെ ഏറ്റെടുക്കാൻ വേണ്ടി പറഞ്ഞു. ചാരിറ്റി പ്രവർത്തനം. നാലാമത്തേത് സമാധാനം, പിണങ്ങി നിൽക്കുന്ന ആളുകളെ
ഇരുത്തിയിട്ട് സമാധാന ചർച്ചകൾ ആരംഭിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ 4 കാര്യമാണ് ചെയ്തത്. നമ്മൾ അതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നില്ല. പറഞ്ഞ 4 വിഷയങ്ങളിലാണ് നമ്മളുള്ളത്. ആദ്യമായി പറഞ്ഞത് അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, അഫ്ശുസ്സലാം. 2 അത്ഇമുത് തുആം. 3 സിലുൽ അർഹാം. അത്രയല്ലേ ആയിട്ടുള്ളൂ അല്ലേ? മൂന്നാമത്തേതിലാണ് നമ്മൾ നിൽക്കുന്നത്. സിലുൽ അർഹാം, കുടുംബ ബന്ധം ചേർത്തേണമേ. കുടുംബ ബന്ധം ചേർത്തണം. വാപ്പ, ഉമ്മ, വല്യാപ്പ, വല്യുമ്മ, വാപ്പയുടെ പെങ്ങന്മാര്, ആങ്ങളമാര്, ഉമ്മയുടെ സഹോദരിമാര്, ജ്യേഷ്ഠത്തിമാര്, ആങ്ങളമാര്, ഭർത്താവ്, ഭർത്താവിന്റെ ഉപ്പ, ഉമ്മ, ഭർത്താവിന്റെ ഭാര്യയെ സംബന്ധിച്ച് ഭാര്യയുടെ ഉമ്മ, ഉപ്പ, അവരുടെ കുടുംബം, ഇതൊക്കെ നിങ്ങളുടെ രക്തബന്ധമുള്ള ആളുകളാണ്. അവരോട് നിങ്ങൾ കുടുംബ ബന്ധം ചേർത്തണം. എന്തരുത്? മുറിക്കരുത്. അള്ളാഹു അർശിനെ സൃഷ്ടിക്കുകയും അവന്റെ സൃഷ്ടിപ്പ് കഴിഞ്ഞ ഉടനെ അർശിന്റെ മേൽ തൂങ്ങി പിടിച്ചൊരു സാധനം പറഞ്ഞു, അല്ലാഹുവേ ഹാദാ മഖാമുൽ ആഇദ് ബിക മിനൽ ഖത്വീഅ. അല്ലാഹുവേ എന്നെ മുറിച്ചു കളയാതെ സൂക്ഷിക്കണേ എന്ന് ഞാൻ ഇവിടെ നിന്നോട് കാവൽ ചോദിക്കട്ടെ. നോക്കുമ്പോൾ അത് അർറഹിമു, കുടുംബ ബന്ധമായിരുന്നു. കുടുംബ ബന്ധം എന്നെ മുറിക്കാതെ നോക്കണേ അല്ലാഹ്. അല്ലാഹു പറഞ്ഞു, കുടുംബ ബന്ധമേ, അമാ തർളൈന, നിനക്കിഷ്ടമാകില്ലയോ അൻ അസ്വില മൻ വസലകി, നിന്നെ ചേർത്തുന്നവരോട് ഞാൻ ബന്ധം ചേർത്തുകയും വഅഖ്തഅ മൻ ഖതഅകി, നിന്നോട് മിണ്ടാത്തവരോട് പിണങ്ങിയവരോട് ഞാൻ പിണങ്ങുകയും ചെയ്യുന്നത് പോരയോ കുടുംബ ബന്ധമേ? ബലാ യാ റബ്ബ്, മതി അല്ലാഹുവേ എന്ന് മനുഷ്യ സൃഷ്ടിപ്പിന്റെ മുമ്പേ കുടുംബ ബന്ധങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പരിശുദ്ധമായ സ്വഹീഹായ ഹദീസിലുണ്ട്. എന്ന് പറഞ്ഞാൽ പാപ്പയോട് മിണ്ടാത്തവരോട്, ഉമ്മയോട് മിണ്ടാത്തവരോട്, ജ്യേഷ്ഠാനുയന്മാർ പരസ്പരം മിണ്ടാത്തവരോട്, ഭാര്യ ഭർത്താക്കന്മാർ പിണങ്ങിക്കഴിയുന്നവരോട്, ഭാര്യ കുടുംബവുമായിട്ടോ ഭർത്താവിന്റെ കുടുംബവുമായിട്ടോ ഈഗോ പ്രശ്നങ്ങൾ ഉണ്ടായി പരസ്പരം പിണങ്ങുന്നവരോട് അല്ലാഹു പിണങ്ങിയിരിക്കുകയാണ്. അല്ലാഹു അവരോട് മിണ്ടുന്നില്ലേ? അല്ലാഹുവിന്റെ കാവൽ അല്ലാഹു എടുത്തു കളഞ്ഞിരിക്കുന്നു. നേരെ മറിച്ച് ഏതെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായാലും സാരമില്ല, പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടട്ടെ, നമുക്ക് അങ്ങോട്ട് ചെന്ന് നന്നാവാം, നമുക്ക് മാപ്പ് കൊടുക്കാം, നമുക്കൊരു വിട്ടുവീഴ്ച ചെയ്യാം, നമുക്കൊരവിടെ ഇളവ് ചെയ്യാം. ഇങ്ങനെ വിട്ടുവീഴ്ച ചെയ്യുന്ന ആളുകളോട് അല്ലാഹു നിങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യുന്നുണ്ട്. അല്ലാഹു നിങ്ങളോട് സ്നേഹത്തിലാണ്. അല്ലാഹുവിന്റെ ബന്ധം നിങ്ങളോടൊപ്പം മുറുകയുണ്ട്. ഇതാണ് ഹദീസിന്റെ അർത്ഥം. മഹദിയായ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹാ അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയാണ്. ഉമ്മുൽ മുഅ്മിനീൻ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹാ. അവരൊരിക്കൽ ഇങ്ങനെ ദുആ ചെയ്യുന്നുണ്ട്, അല്ലാഹുവേ എന്റെ ആയുസ്സിൽ നീ എന്റെ ആയുസ് നീട്ടിത്തരണേ പടച്ചവനെ. വസിദ് ഫീ ഉംരി നബി സൗജി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ ഭർത്താവായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ആയുസ്സും നീട്ടിക്കൊടുക്കണേ അല്ലാഹ്. വസിദ് ഫീ ഉംരി അബീ സുഫിയാൻ, എന്റെ ബാപ്പ അബൂ സുഫിയാൻ എന്നവരുടെ ആയുസ്സും നീട്ടിക്കൊടുക്കണേ അല്ലാഹ്. വസിദ് ഫീ ഉംരി അഖീ മുആവിയ, എന്റെ സഹോദരൻ മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ആയുസ്സും നീട്ടിക്കൊടുക്കണമേ. നബി ചോദിച്ചു, ഉമ്മു ഹബീബ, അല്ലാഹു കൃത്യമായി നിർണയിച്ചു കഴിഞ്ഞ, അല്ലാഹു തീരുമാനിച്ചു ഉറപ്പിച്ചു വെച്ചൊരു വിഷയം മാറ്റാനാണോ നിങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കുന്നത്? ഉമ്മയുടെ ഗർഭപാത്രത്തിൽ 4 മാസം പ്രായമായിരിക്കുമ്പോൾ ഒരു മനുഷ്യന്റെ ആയുസ് എത്രയാണെന്ന് അല്ലാഹു തീർച്ചപ്പെടുത്തി കഴിഞ്ഞുവല്ലോ. അത് മാറ്റണമെങ്കിൽ 2 കാരണങ്ങളെ കൊണ്ടേ മാറ്റാൻ പറ്റൂ, അല്ലെങ്കിൽ ആയുസ്സിൽ മാറ്റം വരികയില്ല. അല്ലാഹുവിനോട് ആയുസ്സിൽ ബറക്കത്തിന് ചോദിച്ചേക്കണം, അല്ലാഹുമ്മ ബാരിക് ഫീ ഉംരി, എന്റെ ആയുസ്സിൽ ബറക്കത്ത് തരണമേ. വബാരിക് ഫീ ഉംരി സൗജി മുഹമ്മദിൻ, എന്റെ നബിക്ക് എന്റെ ഭർത്താവിന് ആയുസ്സിൽ ബറക്കത്ത് കൊടുക്കണേ. വസിദ് ഫീ ഉംരി അബീ സുഫിയാൻ, എന്റെ വാപ്പ അബൂ സുഫിയാൻ എന്നവരുടെ ആയുസ്സിലും ബറക്കത്ത് കൊടുക്കുക. വഉംരി അഖീ മുആവിയ, എന്റെ സഹോദരൻ മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ആയുസ്സിനും ബറക്കത്ത് കൊടുക്ക്. ആയുസ്സിൽ ബറക്കത്തല്ലാതെ ആയുസ് നീണ്ടു കിട്ടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ 2 കാരണങ്ങളെ കൊണ്ടേ അത് നടക്കൂ, അല്ലാതെ നടക്കൂല.
അള്ളാഹിനോട് ആയുസ് നീട്ടിത്തരണേ എന്ന് ചോദിച്ചോളൂ. അതിന്റെ അർത്ഥം ആയുസ് നീളാൻ കാരണമായ ആ 2 കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് തൗഫീഖ് തരണേ എന്നാണ് അപ്പൊ അതിന്റെ അർത്ഥം. ഏതാണ് ആ 2 കാര്യം? ഒന്ന്, ബിർറുൽ വാലിദൈൻ, തന്റെ ജന്മത്തിന് കാരണമായ ഉമ്മയോടും വാപ്പയോടും ഗുണം ചെയ്യലാണ്. ഉമ്മാക്കും വാപ്പാക്കും ഗുണം ചെയ്യലാണ് ബിർറുൽ വാലിദൈൻ. അള്ളാഹു രേഖപ്പെടുത്തി വെച്ച ആയുസ് അള്ളാഹു നീട്ടിത്തരും. 40-ാമത്തെ വയസ്സിലോ 18-ാമത്തെ വയസ്സിലോ ഒരു ആക്സിഡന്റ് ആയിട്ട് മരിക്കാനാണ് അള്ളാഹിന്റെ വിധിയെങ്കിൽ ഉമ്മയോട് സ്നേഹമുള്ള മോന്, ഉമ്മയോട് സ്നേഹമുള്ള മോൾക്ക് അള്ളാഹു ആയുസ് നീട്ടിക്കൊടുക്കും. വാപ്പയോട് സ്നേഹമുള്ള മോനും മോൾക്കും അള്ളാഹു ആയുസ് നീട്ടിക്കൊടുക്കും. ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കളോട് ഉറക്കെ സംസാരിക്കുന്ന മക്കളെ, 10ാം ക്ലാസ്സിലോ 12ാം ക്ലാസ്സിലോ പഠിക്കുന്ന ആൺകുട്ടിയോടും പെൺകുട്ടിയോടും സ്വന്തം ഉമ്മാക്കോ വാപ്പാക്കോ ഒരു കാര്യം പറയാൻ ധൈര്യമില്ല. എന്തേ? പറഞ്ഞാൽ കേൾക്കൂല മക്കൾ. എന്തിനാ പിന്നെ പറയുന്നത്? ഉമ്മ പറഞ്ഞു തുടങ്ങിയാൽ മതി ഉമ്മ നിങ്ങളുടെ വാഴ് എന്ന് പറയുന്ന മക്കളാണ്. മതി വാപ്പാ നിങ്ങൾക്ക് വേറൊന്നും പറയാനില്ലേ എന്ന് ചോദിക്കുന്ന ആൺമക്കൾ. മക്കളെ, ആൺമക്കളെ, പെൺമക്കളെ, അള്ളാഹു നിങ്ങളുടെ ആയുസ്സിൽ ബർക്കത്ത് തരയണമെങ്കിൽ ഈ ഒരു കാര്യമാണ് നിങ്ങൾക്കുള്ളത്. നിങ്ങളുടെ ഉമ്മയാണ്, നിങ്ങളുടെ വാപ്പയാണ്. ഹുമാ ജന്നതുക, ഇവര് നിങ്ങളുടെ സ്വർഗമാണ്. അവരെ നിങ്ങൾ നഷ്ടപ്പെടുത്തിയാൽ സ്വർഗമാണ് നിങ്ങൾ നഷ്ടപ്പെടുത്തി കൊണ്ടുപോകുന്നത്. മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുവിൻ. കൈക്കുഞ്ഞായി വളർന്ന കുഞ്ഞാണ്, അമ്മിഞ്ഞപ്പാല് കൊടുത്ത് താരാട്ടുപാടി ഉറക്കി ഹോസ്പിറ്റലിൽ മാസങ്ങളോളം കടന്ന്, വീട്ടിൽ കടന്ന് മാസങ്ങളോളം ദിവസങ്ങളോളം ഒന്ന് സ്വസ്ഥമായി ഉറങ്ങാതെ കുഞ്ഞിനെ തലക്ക് വെച്ച് കുഞ്ഞിന് പാല് കൊടുത്ത് രാപ്പകലുകളില്ലാതെ അധ്വാനിച്ച പ്രിയപ്പെട്ട ഉമ്മയോട് ആ കൈക്കുഞ്ഞായി വളർന്ന കുഞ്ഞ് ഒരു +2-ലോ ഡിഗ്രിക്കോ പഠിക്കാനാകുമ്പോഴേക്കും ഉമ്മ എനിക്കിന്നവനെ ഇഷ്ടമാണ്, വാപ്പാ എനിക്ക് ഇന്നവനെ ഇഷ്ടമാണ്, ഞാൻ അവന്റെ കൂടെ ഇറങ്ങിപ്പോവുകയാണെന്ന് പറയുന്ന മക്കളെ, നിങ്ങൾക്ക് ജന്മം തന്ന ഉമ്മയോട്, നിങ്ങളുടെ ജന്മത്തിന് കാരണമായ വാപ്പയോട് ഈ വേദനിപ്പിക്കുന്ന വേദന അള്ളാഹു പൊറുക്കുമോ മക്കളെ? അള്ളാഹു പുറത്തു തരുമോ നിങ്ങൾക്ക്? എങ്ങോട്ടാണ് ഈ ചാടിപ്പോക്ക്? എങ്ങോട്ടാണ് ഈ ഓട്ടം? എങ്ങോട്ടാണ് ഈ പോകുന്നത്? നിങ്ങളൊരു കുടുംബമായി ജീവിക്കാൻ തുടങ്ങിയാൽ ഏതാനും വർഷം കഴിഞ്ഞെങ്കിലും നിങ്ങൾക്ക് മക്കളുണ്ടാവില്ലേ? നിങ്ങളൊരു ഉമ്മയാവില്ലേ? നിങ്ങളൊരു വാപ്പയാവില്ലേ? ആ നേരത്താണ് സ്വന്തം ഉമ്മയോട് ഞാനിത് ചെയ്തത് തെറ്റായി പോയി, എന്റെ വാപ്പയോട് ഞാനിത് ചെയ്ത് തെറ്റായി പോയി എന്ന് നിങ്ങൾക്ക് തിരിച്ചറിവ് വരുമ്പോഴേക്കും കൊല്ലങ്ങൾ കഴിഞ്ഞു പോയി കാണും. അത്രയും വർഷം ഉമ്മയുടെ മനസ്സ് നോവിച്ചത് അള്ളാഹു പകരം വിട്ടാതെ വിടുകയില്ല. നിങ്ങളുടെ ഈ ജീവിതത്തിൽ അള്ളാഹു ബർക്കത്ത് തരുമോ? ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കൾ നിങ്ങളുടെ സ്വർഗമാണ്. അവരെ നിങ്ങൾ ശ്രദ്ധിക്കണമേ. അവരോട് ഉച്ചവെച്ച് സംസാരിക്കരുത്, അവരോട് ആക്രോശിക്കരുത്. സൗമ്യമായിട്ടേ പറയാവൂ. അല്ലാമാ ഇബ്നു സിരീൻ റഹ്മത്തുള്ളാഹി അലൈഹി സ്വന്തം ഉമ്മയോട് കെഞ്ചി പറയുന്ന വാർത്ത, കെഞ്ചി പറയുന്നത് ഒരാൾ കേട്ടപ്പോ ചോദിച്ചു, അല്ലാമ ഇബ്നു സിരീൻ ആരോടാണാവോ ഈ താണ് കേണ് കെഞ്ചി പറയുന്നത്? അവർ പറഞ്ഞു ഉമ്മയോടാണ്. സ്വന്തം ഉമ്മയോട് ഇബ്നു സിരീൻ അങ്ങനെ പെരുമാറിയിട്ടുള്ളൂ. ഉമ്മ എന്ന് പറഞ്ഞ് സ്നേഹത്തോടെ വിളിക്കുന്ന ഒരു കുഞ്ഞിന്റെ വാക്കിന് ആ ഉമ്മയുടെ മനസ്സിൽ നിന്നും സ്നേഹം മണപൊട്ടിയാൽ, ഉമ്മയുടെ കൽബിൽ നിന്ന് പ്രാർത്ഥന ഉയരുമ്പോൾ അത് അർശ് വരെ തട്ടും. അല്ലാഹു അത് സ്വീകരിക്കും. വാപ്പയുടെ പ്രാർത്ഥന, ഉമ്മയുടെ പ്രാർത്ഥന, മക്കൾക്ക് വേണ്ടി ചെയ്യുന്നത്, മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി പറയുന്നത് അല്ലാഹു സ്വീകരിക്കും. അതുകൊണ്ടാണ് ഉമ്മയോട് വാപ്പയോട് നബി പറയുന്നത്, സ്വന്തം മക്കൾ എന്ത് കുരുത്തക്കേട് ചെയ്താൽ പോലും നിങ്ങൾ ശപിച്ചുകൊണ്ട് പ്രാർത്ഥിക്കല്ലിൻ, നിങ്ങൾ ശപിച്ചുകൊണ്ട് പറഞ്ഞു പോകല്ലിൻ. ഏതെങ്കിലും നിങ്ങൾ പറയുന്ന വാക്കുകൾ അർശിലെങ്ങാനും തട്ടിപ്പോയാൽ നിങ്ങളുടെ മക്കളിൽ അപകടം സംഭവിക്കും. തൗബ ചെയ്യാനുള്ള, നന്നാവാനുള്ള ഒരവസരം പോലും നഷ്ടപ്പെട്ടുകൊണ്ട് അവർക്ക് മരിച്ചു പോകേണ്ടി വരും. നരകത്തിലേക്കുള്ള പോക്കായിരിക്കും അത്. ആ കാരണം കൊണ്ട് ഉമ്മ വാപ്പമാരോട് ഒരൽപ്പം ക്ഷമിക്കാൻ ശറഅ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മക്കളോട് ശറഇന് പറയാനുള്ളത് 5 നേരം നിസ്കരിക്കണം എന്ന് പറഞ്ഞ ശറഅ്, നോമ്പ് നോൽക്കണം എന്ന് പറഞ്ഞ ശറഅ്, സത്യം പറയണം, വഞ്ചിക്കരുത് എന്ന് പറഞ്ഞ ശറഅാണ്. വബിൽ വാലിദൈനി ഇഹ്സാനാ, കുടുംബ ബന്ധങ്ങൾ, മാതാപിതാക്കളോട് നന്മ ചെയ്യണേ. ഇതുപോലെ അള്ളാഹു നിസ്കരിക്കാൻ പറഞ്ഞ പോലെ എന്റെ മാതാപിതാക്കൾക്ക് ഞാൻ നന്മ ചെയ്യട്ടെ.
മാതാപിതാക്കളോട് ചെയ്യുന്ന നന്മയാണ് ആയുസ് കൂടാൻ കാരണമാകുന്ന ഒരു കാരണം. രണ്ടാമത്തേത് കുടുംബ ബന്ധം ചേർക്കലാണ്. സ്വന്തം ഉമ്മയുടെ ബാപ്പയുടെ കുടുംബത്തോട്, രക്തബന്ധമുള്ള കുടുംബത്തോട് പിണങ്ങാതിരിക്കലാണ്. എന്റെ സഹോദരങ്ങളെ, സഹോദരിമാരെ, 2 സെന്റ് ഭൂമിക്ക് ഉമ്മ എനിക്ക് തന്നില്ല എന്ന് പറഞ്ഞ്, വാപ്പ തന്നില്ല എന്ന് പറഞ്ഞ്, ജ്യേഷ്ഠനെടുത്തു അനിയനെടുത്തു എന്ന് പറഞ്ഞ്, പെങ്ങളെടുത്തു അനിയത്തി ജ്യേഷ്ഠത്തി തട്ടിയെടുത്തു എന്ന് പറഞ്ഞ് കുടുംബ ബന്ധങ്ങൾ മുറിച്ചു കളയുന്ന കാലത്താണ് സുലുൽ അർഹാം. നിങ്ങളുടെ രക്തബന്ധങ്ങൾ നിങ്ങളുടെ സ്വർഗമാണ്. അത് നിങ്ങൾ കെടാതെ സൂക്ഷിക്കണമേ. അത് നിങ്ങൾ വിട്ടുപോകാതെ, മുറിഞ്ഞു പോകാതെ കാക്കേണമേ. സുലുൽ അർഹാം. പൈസക്ക് വേണ്ടി 2 സെന്റ് ഭൂമിയുടെ 2 ലക്ഷമോ 10 ലക്ഷമോ 50 ലക്ഷമോ ആകട്ടെ, ഈ സ്ഥലത്തിന്റെ കണക്ക് പറഞ്ഞ്, അനന്തരാവകാശത്തിന്റെ കണക്ക് പറഞ്ഞ്, വസിയത്തിന്റെ പേരിൽ ഒച്ചപ്പാടുകൾ ഉണ്ടാക്കി പരസ്പരം മിണ്ടാതെ നടക്കുന്ന മക്കളും വാപ്പമാരും, മിണ്ടാതെ നടക്കുന്ന ജ്യേഷ്ഠനും അനിയനും, മിണ്ടാതെ നടക്കുന്ന ജ്യേഷ്ഠത്തെയും അനിയത്തെയും ആങ്ങളെയും പെങ്ങന്മാരും. നമ്മളോടാണ് 21-ാം നൂറ്റാണ്ടിനോട് അഷ്റഫുൽ ഖൽഖിന് പറയാനുള്ളത്, സിലുൽ അർഹാം. നിങ്ങൾക്ക് നഷ്ടപ്പെട്ട 2 സെന്റിന് പകരം 100 സെന്റ് തരാൻ കഴിവുള്ളവനാണ് അല്ലാഹു. പക്ഷേ നിങ്ങൾ കുടുംബ ബന്ധം മുറിച്ചു കളയല്ലേ, മിണ്ടാതെ നടക്കല്ലിൻ, പിണക്കമാവല്ലിൻ. നിങ്ങൾ മിണ്ടണേ, നിങ്ങൾ ചിരിക്കണേ, സന്തോഷമാവണേ, പുറത്തു കൊടുക്കണേ, വിട്ടുവീഴ്ച ചെയ്യണമേ. സുലുൽ അർഹാം. ഈ കുടുംബ ബന്ധം ചേർത്തലും മാതാപിതാക്കൾക്ക് ഉപകാരം ചെയ്യലുമല്ലാതെ മറ്റൊന്നുകൊണ്ടും ആയുസ് നീളുക എന്ന പരിപാടി അല്ലാഹു നടത്തുകയില്ലെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജനങ്ങളെ, അയ്യുഹന്നാസ് അഫ്ശുസ്സലാം അത്ഇമുത് തുആം സിലുൽ അർഹാം സല്ലൂ ബില്ലൈലി വന്നാസു നിയാം. സല്ലൂ ബില്ലൈലി. രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കണമേ, രാത്രികാലത്ത് എഴുന്നേറ്റ് നിസ്കരിക്കണേ. വന്നാസു നിയാം. ജനങ്ങളെല്ലാം കിടന്നുറങ്ങുമ്പോ എല്ലാവരും ഉറക്കത്തിലാണ്, സുബഹിയായിട്ടില്ല. സുബഹിക്ക് വാങ്ക് വിളിക്കാൻ പോകുന്നതിന്റെ മുമ്പ് ഒരു 10 മിനിറ്റ് മുമ്പെങ്കിലും, ഒരു 20 മിനിറ്റ് മുമ്പെങ്കിലും, ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും ഒന്ന് എഴുന്നേറ്റ് വുളൂ ചെയ്ത് 2 റക്അത്തെങ്കിലും സുബഹിന്റെ മുമ്പ് നിസ്കരിക്കണേ. സല്ലൂ ബില്ലൈലി വന്നാസു നിയാം. അത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ സുബ്ഹി നിങ്ങൾ ഖളാ ആക്കൂല. അത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ ളുഹറും അസ്റും നിങ്ങൾക്ക് ഖളാ ആവില്ല. പാതിരാത്രി അല്ലാഹുവിന് വേണ്ടി സുബ്ഹിക്ക് മുമ്പ് 2 റക്അത്തെങ്കിലും നിസ്കരിക്കാൻ സാധിക്കുന്ന ചെറുപ്പക്കാരൻ ഒരിക്കലും അവന്റെ മഗ്രിബും ഇശാഉം ഖളാ ആക്കുകയില്ല, അവന് ജുമുഅ നഷ്ടപ്പെട്ടു പോവുകയില്ല. സല്ലൂ ബില്ലൈലി വന്നാസു നിയാം. ജനങ്ങളൊക്കെ ഉറങ്ങുകയല്ലേ, നിങ്ങൾ എഴുന്നേറ്റ് നിസ്കരിക്കുവിൻ. ആരും അറിയാതെ ചെയ്യണം എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അതുകൊണ്ട് ജനങ്ങൾ ഉറങ്ങുമ്പോൾ എന്ന് പറഞ്ഞത്. അപ്പൊ ആ നേരത്തെ നിസ്കരിക്കുന്നത് നിങ്ങൾ ബാക്കിയുള്ളവരുടെ വിളിച്ച് പറഞ്ഞു കൊടുക്കരുത്. പിന്നെ ഞാൻ നിങ്ങളെ നല്ലോണം ഓർമ്മ വന്നു. ഇന്നലെ നിങ്ങൾക്ക് കുറേ ഇതായിരുന്നു. ഇപ്പൊ ചോദിക്കണേ എപ്പോഴും, ഇന്നലെ തഹജ്ജുദ് നീച്ചപ്പോഴേ പോയി, ആ തഹജ്ജുദ് പോയിക്കണേ, നിങ്ങൾ അടുത്ത ദിവസം നിസ്കരിച്ചോളി. ആ പറഞ്ഞതോടുകൂടെ പോയി. അല്ലെങ്കിൽ ആ നേരത്തെ ഇല്ലാത്തൊരു വിളി, ഫോൺ വിളി, അങ്ങനെ റിങ് ചെയ്യുന്നു. സുബഹിക്ക് എണീക്കുന്ന ആളാണ്, ഫോൺ വിളി. എന്തേ ചങ്ങാതിയെ പറ്റിയത്? എന്താ ഈ നേരത്തെ വിളിച്ചത്? വല്ലതും പറ്റിയോ? ഒന്നുമില്ല, ഞാൻ തഹജ്ജുദ് നീച്ചപ്പോൾ എന്നെ ഓർമ്മ വന്നപ്പോൾ വിളിച്ച. ഇങ്ങനെയൊന്നും പരസ്യമാക്കല്ലേ. അത് നിങ്ങളും പഠിച്ചോനും മാത്രം അറിഞ്ഞാൽ മതി. പുര മുഴുവൻ ലേറ്റിട്ട് നടത്തും വേണ്ട. അപ്പോൾ ആൾക്കാരറിയില്ല, റബ്ബേ ഇവര് തഹജ്ജുദിക്കുന്ന വരക്കാരാണല്ലോ. ആരെയും അറിയിക്കണ്ട. നിങ്ങളുടെ 0 ബൾബ് അതും ആവശ്യമില്ലെങ്കിൽ ഇരുട്ടത്ത് നിസ്കരിച്ചോളി. നിങ്ങളും പഠിച്ചോനും മാത്രം അറിഞ്ഞാൽ മതിയത്. അതിന് കുറച്ചടങ്ങാറ്. നമുക്ക് കുറച്ച് ചെയ്യുമ്പോഴേക്കും നല്ലോണം പറഞ്ഞടക്കണ്ടേ. ഇന്നത്തെ പണി അതാ, ഒന്നും ചെയ്യാതൊക്കെ എന്നിട്ട് അങ്ങോട്ട് പരസ്യം കൊടുക്കുക പത്രത്തിൽ, അല്ലാഹ് ഇന്നതൊക്കെയാണ് നമ്മൾ ചെയ്തത്. ഈ കാലത്ത് നമ്മൾ ജീവിക്കണത് കുറച്ച് ചെയ്യുക, അല്ലെ ഒന്നും ചെയ്യാതൊക്കെ കുറെ ചെയ്തു എന്ന് പറയാം. നിസ്കാരത്തിന് പള്ളിയിലേക്ക് പോകുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൊന്നുമോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ വീടിന്റെ അരികിലൂടെ ഇങ്ങനെ പോകും. വാതിൽക്കൽ മുട്ടിയിട്ട് പറയും, യാ അലിയു യാ ഫാത്തിമ, അലിയേ ഫാത്തിമ, സല്ലു സല്ലിയാ വലൗ റകഅതൈൻ ഖബ്ല അൽ ഫജ്ർ.
ഫാത്തിമ, അലിയെ, രണ്ടുപേരും ഒന്ന് എഴുന്നേറ്റാട്ടെ. സുബഹി വാങ്ങി കൊടുക്കുന്നതിന്റെ മുമ്പ് 2 റക്അത്ത് നിസ്കരിച്ചോളൂ. ഇത് പറയുമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുമാത്രമോ റഹ്മത്തിന് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട് നബിതങ്ങൾ, കരുണക്ക് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്. ആ പ്രാർത്ഥന നമ്മുടെ വീടുകളിലേക്ക് വേണ്ടയോ? റഹിമല്ലാഹു റഅൻ, ഒരു മനുഷ്യൻ അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. ആരാ പ്രാർത്ഥിക്കുന്നത്? ലോകത്തിന്റെ ഗുരു അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖാമ മിനൽ ലൈലി, രാത്രി അയാൾ എഴുന്നേറ്റു നിസ്കരിക്കാൻ വേണ്ടി, തഹജ്ജുദ് നിസ്കരിക്കാൻ. ഖിയാമുൽ ലൈൽ ഫർള് ഖളാ വിട്ടാനല്ല, തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റു. വഅയ്ഖല അഹ്ലഹു, തന്റെ ഭാര്യയെ ഉണർത്തുകയും ചെയ്തു. അവൾ ഭയങ്കര ഉറക്കക്കാരിയാണ്. അവൾ എഴുന്നേൽക്കാതെ വന്നപ്പോൾ ഒരൽപ്പം വെള്ളമെടുക്കുകയും അവളുടെ കണ്ണിലേക്ക് ഉറക്കം തെളിയാൻ ഒരൽപ്പമായി തെളിച്ചു കൊടുക്കുകയും ചെയ്ത ആൾക്ക് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി. നിസ്കാരത്തിന്റെ വിഷയത്തിൽ വെറുപ്പുണ്ടാക്കരുത്. കാരണം ഇത് സുന്നത്ത് നിസ്കാരത്തിന് എഴുന്നേൽക്കണത്. ഇപ്പോഴും എഴുന്നേൽക്കാതിരിക്കുമ്പോൾ ടോയ്ലറ്റിലെ ഫ്ലഷ് എടുത്തിട്ട് ബെഡ് അതൊന്നും ചെയ്യരുത്. മോട്ടർ ഇട്ടിട്ട് പൈപ്പടിക്കുക, വെള്ളത്തിൽ ഉറങ്ങണോടത്ത് ആകെ കുളിപ്പിക്കുക, അതല്ല ഈ പറഞ്ഞതിനർത്ഥം. നളഹ, മെല്ലെ ആ കണ്ണ് തെളിയാൻ വേണ്ടി. ഇങ്ങനെയൊക്കെ വെള്ളം അടിച്ചാൽ പിന്നെ വേറെ നിസ്കരിഞ്ഞ് വിളിക്കും വേണ്ട, ഞാൻ ഈ പെരയിന്ന് പോകുമെന്നൊക്കെ പറയും പിന്നോട്. അങ്ങനെ മെല്ലെ ചെയ്താൽ മതി. നന്മ ചെയ്യിക്കാനല്ലേ, അതിൽ വല്ലാതെ എന്ത് ചെയ്യരുത്, സ്ട്രോങ് ആവരുത്. മെല്ലെ കൊടുത്താൽ മതി. മെല്ലെ ഒന്ന് എഴുന്നേൽപ്പിക്കുക. ചിലപ്പോൾ എഴുന്നേറ്റെന്ന് വരും, ചിലപ്പോൾ പറയും നിങ്ങൾക്കറിയാം ഞാൻ ഇന്ന് രാത്രി ഉറങ്ങിയിട്ടന്നല്ല, ഞാൻ ഇപ്പോഴും ഉറങ്ങാൻ തുടങ്ങുകയാണ്. എന്നാൽ ഉറങ്ങിയ കുട്ടി കുഴപ്പമില്ല, നാളെ എഴുന്നേറ്റോണ്ടി മതി. അപ്പോൾ നാളെ ഒരു ഓർമ്മ വരും, അപ്പോൾ എഴുന്നേൽക്കാൻ തോന്നുന്നു. റഹിമല്ലാഹു റഅതൻ, ഒരു പെണ്ണിന് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ എന്ന് റസൂലുള്ളാഹി ദുആ ചെയ്തു. ആണിന് ദുആ ചെയ്ത പോലെ. ഖാമത്ത് മിനൽ ലൈലി, അവളും രാത്രി എഴുന്നേറ്റു നിസ്കരിക്കാൻ. വഅയ്ഖല സൗജഹാ, ഭർത്താവിനെ എഴുന്നേൽക്കാൻ വേണ്ടി പറഞ്ഞു. ഭർത്താവ് ഉറക്കത്തിലാണ്. നളഹത് ഫീ വജ്ഹിഹിൽ മാ, ഒരൽപ്പം വെള്ളമെടുത്ത് ഭർത്താവിന്റെ കണ്ണിലേക്ക് ഉറക്കം തെളിയാൻ വെള്ളം കൈകൊണ്ട് വെള്ളം കുടയുകയും ഭർത്താവ് എഴുന്നേൽക്കുകയും ചെയ്താൽ, രണ്ടുപേരും എഴുന്നേറ്റ് നിസ്കരിച്ചാൽ അവർക്ക് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തിരിക്കുക. തങ്ങളുടെ ദുആയല്ലേ അത് നമ്മുടെ വീട്ടിൽ ഫലിക്കില്ലയോ? രണ്ടാളും എന്ത് ചെയ്യുക? ഏതായാലും എണീക്കണം. ഒരു 10 മിനിറ്റ് മുമ്പ് നേരത്തെ എണീക്കുക. ഇനി മുതൽ അത് ഒഴിവാക്കരുത് മുഅ്മിനീങ്ങളെ. ഇന്ന് മുതൽ നിങ്ങൾ എന്ത് ചെയ്യരുത്, അത് ഒഴിവാക്കരുത്. പറ്റിയാൽ അങ്ങനെ, ചിലപ്പോൾ ക്ഷീണം കൊണ്ട് പറ്റിയില്ലാന്ന് വരും, സുബഹിക്ക് എഴുന്നേൽക്കാൻ പറ്റുള്ളൂ എന്ന് വരും. എനിക്കോട്ടെ, കുഴപ്പമില്ല. സാധിക്കുന്ന എനിക്കൊന്ന് എഴുന്നേൽക്കണം എന്നൊരാഗ്രഹം വെക്കും, അലാറം വെച്ച് കിടക്കും. പിന്നെ ചിലപ്പോൾ അറിഞ്ഞില്ല എന്ന് വരും, കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾക്ക് നിയ്യത്തുണ്ടല്ലോ, അതിന് അല്ലാഹു കൂലി തരും. ആ നിസ്കാരത്തിൻ്റെ ഒരു രസമറിഞ്ഞാൽ നിങ്ങളത് ജീവിതത്തിൽ ഒഴിവാക്കൂല. അത് 100% ഗ്യാരണ്ടിയാണ്. ഇതൊക്കെ പിന്നെ ബാക്കി ഉണ്ടാവുള്ളൂ. ലോകപ്പിനെ ഓർക്കൊഴിച്ചതൊക്കെ അള്ളാഹു ചോദ്യം വിട്ടാൽ നമ്മുടെ മുമ്പിലേക്ക് പറഞ്ഞു വിട്ടാൽ എന്താ അതിനൊക്കെ മറുപടി പറയാം? ഈ എനിക്ക് വേണ്ടി ഓർക്കൊഴിച്ചോ? ഈ മറ്റാളെ പന്ത് തട്ടുന്നത് കാണാൻ വേണ്ടി ഓർക്കൊഴിച്ചില്ല. എനിക്ക് വേണ്ടി, നിന്നെ പടച്ച എനിക്ക് വേണ്ടി നീ എന്ത് ചെയ്തു? ജനങ്ങളെല്ലാം കിടന്നുറങ്ങുമ്പോൾ എഴുന്നേറ്റ് നിസ്കരിക്കണമേ. ഭാര്യയും ഭർത്താവും തമ്മിൽ സ്നേഹമില്ലെങ്കിൽ, അടുപ്പമില്ലെങ്കിൽ, അവര് തമ്മിൽ കശപിശയുണ്ടെങ്കിൽ രണ്ടുപേരും എഴുന്നേറ്റ് ഒരുമിച്ച് നിസ്കരിക്കണം. രണ്ടുപേരും ഒരുമിച്ച് ഒരൽപ്പനേരമെങ്കിലും ഖുർആൻ ഓതണം. രണ്ടുപേരും ഒരുമിച്ച് ഒരൽപ്പനേരമെങ്കിലും ദിക്ർ ചൊല്ലണം. ഉലമാ പറയുന്നുണ്ട്, ഇതാണ് കുടുംബ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം. ഇതാണ് അതിന്റെ പരിഹാരം. ഒരുമിച്ച് നിസ്കരിക്കുക, ഒരുമിച്ച് ഖുർആൻ ഓതുക, ഒരുമിച്ച് ദിക്ർ ചൊല്ലുക. 5 മിനിറ്റ് മതി ഖുർആനോത്ത്, 5 മിനിറ്റ് മതി ദിക്ർ ചൊല്ലൽ. എല്ലാ ദിവസവും രണ്ടുപേരും എല്ലാം വെച്ച് ദിക്റിന് വേണ്ടി അവിടെ ഇരിക്കുക. രണ്ടുപേരും ഒരുമിച്ച്, മക്കളും കൂടെ ഉണ്ടായിക്കോട്ടെ. ആ വീട്ടിൽ സന്തോഷമുണ്ടാകും, ആ വീട്ടിൽ സന്തോഷമുണ്ടാകും. അല്ലാഹു നമ്മൾ വീടുകളിൽ സന്തോഷമുണ്ടാക്കി തരട്ടെ. ജനങ്ങളൊക്കെ ഉറങ്ങുമ്പോൾ നിങ്ങൾ എഴുന്നേറ്റ് നിസ്കരിക്കണമേ. 4 വിഷയമാണ് ഇവിടെ പറയുന്നത്. അഫ്ശുസ്സലാം, ആളുകൾക്ക് ഭക്ഷണം കൊടുക്കണം, മിസ്കീന്മാർക്ക് പ്രത്യേകിച്ചും.
സ്വൈലുൽ അർഹാം, കുടുംബ ബന്ധങ്ങൾ ചേർത്തേണമേ. സ്വല്ലൂ ബില്ലൈലി വന്നാസു നിയാം, അത് നിങ്ങളും അല്ലാഹും തമ്മിലുള്ള ബന്ധമാണ്. നിങ്ങളും അല്ലാഹും തമ്മിലുള്ള ബന്ധം ക്ലിയർ ആയാൽ നിങ്ങളും മനുഷ്യരും തമ്മിലുള്ള ബന്ധം ക്ലിയറായി. താബിഈങ്ങൾ പറയും, ഞാൻ എൻ്റെ നിസ്കാരത്തിൽ വീഴ്ച വരുത്തിയാൽ അതെന്റെ ഭാര്യയുടെ സ്വഭാവത്തിൽ എനിക്ക് കാണാൻ പറ്റുമായിരുന്നു. ഞാൻ എൻ്റെ നിസ്കാരത്തിൽ എന്തെങ്കിലും വീഴ്ച വരുത്തിയാൽ എൻ്റെ വാഹനത്തിന്റെ നടത്തത്തിൽ എനിക്കത് കാണാൻ കഴിയുമായിരുന്നു. ഭാര്യമാര് മോശമായി പെരുമാറുകയോ, ഭർത്താവ് മോശമായി പെരുമാറുകയോ, മക്കള് മോശമായി പെരുമാറുകയോ ചെയ്യുമ്പോൾ ഞാനും എൻ്റെ അല്ലാഹും തമ്മിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടായിട്ടുണ്ടോ, എൻ്റെ റബ്ബിന് ഇഷ്ടമില്ലാത്തത് വല്ലതും ചെയ്തു പോയിട്ടുണ്ടോ എന്ന് ചിന്തിക്കണമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രണ്ടാം തലമുറക്കാരായ താബിഈങ്ങൾ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. കൂടുതലൊന്നും പറയണില്ല, സമയം എമ്പാടുമായി, നേരം 11:45.